ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ ചാനൽ, അതായത് താറൂസ് വേൾഡ്, 10K സബ്സ്ക്രൈബറോടുകൂടി സക്സസ്ഫുള്ളി കണ്ടിന്യൂ ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് പുള്ളിക്കാരത്തേക്ക് അത്രയും ഒരു റീച്ച് ആവാൻ പറ്റി. 10K ആണ്, അതിനെ എങ്ങനെ പറയണമെന്നല്ല, 10K ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവളുടെ കഴിവിനെ അംഗീകരിച്ച് അവൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്ത് ഈ ട്രാൻസ്മിഷൻ ഞാൻ എടുത്ത് കുപ്പയിലിടും. അവളുടെ കഴിവിനെ അംഗീകരിച്ച് അവൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്ത് അവളെ മുൻപോട്ട് കൊണ്ടുവരാൻ നിങ്ങളൊക്കെ ചെയ്ത സപ്പോർട്ടിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് താരൂസിന് 10K. താങ്ക് യു സോ മച്ച്. ആ ഇൻഫർമേഷൻ ഞാൻ തന്നതാണ്. 10Kക്ക് ഇപ്പോൾ 100Kയുടെ വാല്യൂ ഉണ്ടെന്ന് വേണം പറയാൻ. കൂടെ നിൽക്കുന്നവരുടെ വിജയവും എൻ്റെ കൂടെ വിജയമാണ്. താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. ഞാൻ യൂഷ്വലി നമ്മൾ ഹായ് അമ്പിളി മോഹൻദാസ് ഈ മറ്റുള്ളവരുടെ ചാനലിൽ മീൻസ് കുൽസിതം ഇത്തരം അല്ലെങ്കിൽ വാട്സപ്പ് കൂട്ടായ്മയുടെ കുൽസിതം ഇതൊന്നും മൈൻഡ് ചെയ്യാൻ പോകാറില്ല. എന്നെ ഈ വാട്സപ്പ് കൂട്ടായ്മയുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് 2019 തൊട്ടാണേ. 2019 തൊട്ട് എനിക്കെതിരെ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കുന്നു, എന്നെ തീർത്ത് കെട്ടാൻ നോക്കുന്നു. ഞാൻ ഇതിനകത്തേ ഇല്ല, സോഷ്യൽ മീഡിയയിലേ ഇല്ലാത്ത ഒരാളാണ്. 2012 തൊട്ട് ഞാൻ എഴുത്തുകളിൽ കൂടെ മാത്രം പരിചയമുള്ള ഷെഫീന എന്നൊരു വ്യക്തി ഫേസ് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളിലേക്ക് വന്ന് ചാടാത്ത ഒരു പ്രത്യേക തരം ക്യാരക്ടർ. ആ എന്നെ ഈ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് കൊണ്ടുവന്നത് PO ജോസഫ് എന്ന് പറയുന്ന ഈ നാട്ടിലെ ഏറ്റവും വലിയ തട്ടിപ്പുകാരിയാണ്. ഏറ്റുമാനൂരിലെ തട്ടിപ്പുകാരി ഫിജോ ജോസഫാണ് എന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു ലൈവ് പ്രോഗ്രാം ചെയ്യാനുള്ള ഇത് കൊണ്ടുവന്നാക്കിത്തുന്നത്. അതൊരു സോഷ്യൽ ഈവിളാണ്. ആ സോഷ്യൽ ഈവിളിനെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ അവൾക്കൊരു അടക്കം കൊടുക്കാൻ, ഇല്ലാതാക്കാനൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല. അത് സോഷ്യൽ ഈവിളാണ്. മാത്രമല്ല അതുപോലെ സിമിലറായ സോഷ്യൽ ഈവിൾസ് ഒരുപാടുള്ളിടത്ത് ഇല്ലാതാക്കുക പോയിട്ട് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതവിടെ നിന്നോട്ടെ, ചത്തൊടുങ്ങുക അല്ലാതെ വേറൊന്നും ഉണ്ടാവത്തില്ല. അതങ്ങനെ ഉണ്ടാവട്ടെ. പല പ്രാവശ്യവും പിന്നോട്ട് വലിച്ചത് 5 കുഞ്ഞുങ്ങൾ എന്നുള്ള ഒരൊറ്റ കൺസിഡറേഷനാണ്. 5 കുട്ടികളുടെ നിലയാണ്. മറ്റേന്ന് പറയാൻ കൂടെയുള്ള വെപ്പാട്ടം സാമാനവും പൊങ്ങത്തില്ല, ജോലിക്കും പോകത്തില്ല. അത് അങ്ങനെയുള്ളൊരു കഴുതയാണ് കൂടെയുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം. വലിയ പടവും ഒക്കെ കാണിച്ചിങ്ങനെ നടക്കുമെന്നല്ല ഒരു പിണ്ണാക്കിനും കൊള്ളൂല. ഒരു രീതിയിലും ഒരു ഗതിയും പരഗതിയില്ല. കുടുംബത്ത് കയറ്റത്തില്ല, തന്തയോ തള്ളയോ അടുപ്പിക്കത്തില്ല. യാതൊരു രീതിയിലും വീട്ടിൽ നിന്ന് കുടുംബപരമായിട്ടൊരു സപ്പോർട്ടുമില്ല. 1 രൂപയുടെ സ്വത്തില്ല, ഒന്നുമില്ല. എവിടെയോ കള്ളപ്പണത്തിൽ ആരുടെയൊക്കെയോ പേരിൽ എന്തൊക്കെയോ ഒപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നതിനപ്പുറം പലിശയ്ക്ക് പണം കൊടുത്ത് ജീവിച്ചിരുന്ന ഒരു 3rd റേറ്റ് ക്രിമിനലിനെയാണ് ഞാൻ ഈ പറയുന്ന ഫിജോ ജോസഫ് എന്നുള്ളത്. ജെട്ടിജിനു അഭിഹിത സ്പെഷ്യലിസ്റ്റ്. അതവിടെ നിൽക്കട്ടെ. ഇവള് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആദ്യം 2019. തെറി. ഞാനത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് നെറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞങ്ങളത് അപ്ലോഡ് ചെയ്യും. അതിനകത്ത് വൈറ്റ് കളർ ഷർട്ട്, ഇപ്പോൾ കടപ്പുറം വേഷജന്മം ഇട്ടുകൊണ്ടിരിക്കുന്നത് ആ ഷർട്ടാണ്. വെള്ള ഷർട്ട്, വെള്ളയിൽ കളം വരെയുള്ള ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് ഞാൻ ഇരിക്കുന്നുണ്ട്. അതിനകത്തേക്ക് ജോലിക്ക് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്ന് കയറിയ എന്നെ വിളിക്കുന്ന തെറി അതിനകത്തുണ്ട്. എനിക്കറിയാം അതിനകത്ത് മോണിറ്റൈസേഷൻ കട്ടാവുമെന്ന്. ബട്ട് സ്റ്റിൽ ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്കത് കാണാം. അതിനകത്തുണ്ട്. അപ്പം അത് 2019 ഒരു വീഡിയോ ആണ്. അന്നെടുത്ത കുറേ വീഡിയോ ഞാൻ എൻ്റെ പുതിയ ചാനലിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഈ ചാനലിലേക്ക് അതൊന്നും ആ വൃത്തികേടൊന്നും കൊണ്ടുവരണ്ട എന്നുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ റിക്വസ്റ്റ് കൊണ്ടാണ് പകുതി ഇതിനകത്ത് ഇടാതെ അതിനകത്ത് തന്നെ ഇടുന്നത്. സോ അത് സേവ്ഡ് ആയിരിക്കും അവിടെ. അപ്പം ആൾ കുഴപ്പമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു സാധനം അത് അവിടെ നിൽക്കണം എന്നുള്ളത് കൊണ്ട് അത് അവിടെ ഇട്ട് വെച്ചിരിക്കുന്നത്. അത് റിപ്പോർട്ട് അടിക്കാനോ നശിപ്പിക്കാനോ പാടില്ല എന്നുള്ള എൻ്റെ നിർബന്ധ ബുദ്ധിയിൽ ഞാനൊരു 3 ചാനൽ എക്സ്ട്രാ ഉണ്ടാക്കിയിട്ട് ഒരെണ്ണത്തിൽ സേവിങ് നടക്കുന്നുണ്ട്. മറ്റേതിലേക്ക് ഞാൻ പയ്യെ സേവ് ചെയ്തിട്ടിട്ട് അൺലിസ്റ്റ് ആക്കി ഇടും. സച്ച് ഇൻ കേസ് ഇതിന് എന്തെങ്കിലും ട്രബിൾ വന്നാൽ അത് ഞാൻ റീഓപ്പൺ ചെയ്ത് ഈ വീഡിയോസ് ഒന്നും നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ളത് എൻ്റെ വാശിയാണ്. കാരണം ഇതൊക്കെ വേണം. ഓരോന്നായിട്ട് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളെ ബോറടിപ്പിക്കാനല്ല. ഐ വാണ്ട് ഇതെല്ലാം ഹായ് അമ്മേ ഇതെല്ലാം റീഗെയിൻ ചെയ്ത് ഇതിനകത്ത് വരണമെന്നുള്ളത് എൻ്റെ വാശിയാണ്. ഞാൻ പണ്ടും പറയുന്നതാണൊക്കെ, ഞാൻ ഇല്ലാണ്ട് പോയാലും എൻ്റെ വാക്കുകൾ ഇവിടെ കിടക്കണം. അത് ആർക്കെങ്കിലും ഒരാൾക്ക് വെളിച്ചം കൊടുക്കുന്നുണ്ടെങ്കിൽ വലിയ കാര്യമാണ്. പിന്നെ സാഹിത്യം അല്ലെങ്കിൽ എന്താ ചരിത്രം പഠിക്കണമെന്ന് പറയുന്ന കണക്ക് ചരിത്രത്തിൽ ഒരുപാട് പേര് ജീവിച്ച് മരിച്ചതായിട്ടുണ്ട്. ചിലരൊക്കെ വെറുതെ ജീവിച്ച് മരിച്ചു. കപ്പയും മീനും ഒക്കെ തിന്ന് അത്യാവശ്യം സുഖിച്ച് കൊച്ചുങ്ങളെയൊക്കെ ഉണ്ടാക്കി അല്പം ഡിക്കിങ്ങൊക്കെ നടത്തി മരിച്ചവരുണ്ട്. അതല്ലാതെ ചരിത്രം തിരുത്തി എഴുതിയ ഒരുപാട് മനുഷ്യരുണ്ട്. പലരും അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തിയും ജീവൻ പണയം വെച്ചും പൊതുസമൂഹത്തിന് വേണ്ടി ജീവിച്ച ഒരുപാട് വ്യക്തികളുണ്ട്. ദേ ആർ മൈ റോൾ മോഡൽസ്. ഒരാളെ പറയാൻ പറ്റത്തില്ല. ദർ ഈസ് ലോട്ട്സ് ഓഫ് പേഴ്സൺസ് ആർ ദർ. ജീവിതം നശിപ്പിക്കപ്പെട്ട
അതായത് അയാളുടെ ജയിൽവാസം തന്നെ എടുത്തു നോക്കിയാൽ അത് തന്നെ ഹ്യൂജാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ ജവഹർലാൽ നെഹ്റു തൊട്ടിങ്ങോട്ടുണ്ട്. അച്ഛനും അമ്മയും പലയിടങ്ങളിലായി അച്ഛന് കത്തെഴുതുന്ന അല്ലെങ്കിൽ അച്ഛൻ്റെ കത്ത് മകൾക്ക് വരുന്ന രീതിയിൽ ഇന്ദിരാഗാന്ധിയുടെ കാര്യം ആ ലൈഫ് ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ അറിയാം. ഫാമിലി റിലേറ്റഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതും ഒരു ഫ്ലോപ്പാണ്. അച്ഛൻ വിലക്കിയിട്ടും ഒരു പാഴ്സി മുസ്ലിമിൻ്റെ കൂടെ ഇറങ്ങിപ്പോയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് മേത്തന്മാരുടെ സ്ഥിരം പരിപാടിയാണ് കൊട്ടുക, കൊച്ചുണ്ടൊക്കെ കളഞ്ഞിട്ട് പോവുക. അത് ഇനിയിപ്പോൾ പാഴ്സി ആയാലും ശരി, അല്ല എവിടെയുള്ള ലോക്കലായാലും ശരി, മേത്തന്മാരുടെ സ്ഥിര പരിപാടി ഇത്. ഒരെണ്ണം പോലും മര്യാദയ്ക്ക് വെറുവാക്കലയോടെ പെണ്ണുങ്ങളെ നോക്കുന്നതായിട്ട് ചരിത്രമേ ഇല്ല. ഇപ്പോൾ ഉള്ളത് പിന്നെ ഒട്ടുമില്ല. അതുപോട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേര് ജീവിച്ച് മരിച്ച സ്ഥലത്താണ് ഞാനും ജീവിച്ച് മരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എൻ്റേതായ ഒരു ഡൊണേഷൻ, എൻ്റേതായ രീതിയിലുള്ള ഒരു സംഭാവന സമൂഹത്തിന് കൊടുക്കണമെന്നുള്ള ഒരാഗ്രഹത്തിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ദാറ്റ് വീഡിയോ ഷുഡ് ബി, അതായത് അത് അപ്ലോഡ് ചെയ്യുക എന്നൊരു അനിവാര്യത ഉണ്ട്. അപ്പം ഞാൻ അത് അപ്ലോഡ് ചെയ്യും. ബോറടിക്കരുത്. നിങ്ങൾക്കത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാൻ, കാണാത്തവർ കണ്ടോട്ടെ. പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുമല്ലോ, അവർ കണ്ടുകൊണ്ട് പോട്ടെ. അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ. ഇപ്പോൾ വന്ന വിഷയം പറയാം. ഞങ്ങളുടെ ഗ്രൂപ്പ് ഞാൻ ആദ്യം ഫോം ചെയ്തതെന്ന് പറഞ്ഞാൽ അക്സ്മ എന്നൊരു സംഘടന ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ പണ്ടേ ഉള്ള ഷെഫീന ബീബി കൂട്ടായ്മയുടെ, ഹായ് ഷാജി, ഷെഫീന ബീബി കൂട്ടായ്മയുടെ ഒരു കുറേയധികം എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഒക്കെ ഇരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് മെയിൻ ഗ്രൂപ്പ്. അത് 2022 തൊട്ട് എൻ്റെ മകനാണത് ഫോം ചെയ്തത്. സോ അതവിടെ ഉണ്ട്. അതിലെന്ത് ഇല്ലീഗൽ ഇമ്മോറൽ നടന്നാലും എൻ്റെ കുഞ്ഞിന് ആ പ്രശ്നം വരിക. കാരണം അവനാണത് ഫോം ചെയ്തിരിക്കുന്നത്. ആരാണോ വാട്സപ്പ് ചെയ്ത് അവർക്കാണ്. അപ്പോൾ അതിനകത്ത് ഇതുവരെ ഒരു ഇമ്മോറൽ ആക്ടിവിറ്റീസോ അതിനകത്തുള്ളവർക്ക് ആർക്കെങ്കിലും ഒരു കേസോ ഒന്നും ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. കേട്ടാ, ഒരു ദിവസത്തെ റേറ്റ് 50 രൂപയാണ്. വന്നാൽ മതി, തരാം. ഒരു ദിവസത്തെ റേറ്റ് 50 രൂപയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇച്ചിരി നല്ല ഇനം കൂടിയ നല്ല സാധനമുണ്ട്, അവർക്ക് റേറ്റ് കൂടും. നിൻ്റെ അമ്മയ്ക്കാണ് 50 രൂപ കേട്ടോ. ഇവിടെ ഇരിപ്പുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട്. ടിഷ്യൂം കൂടെ കൊണ്ടുവരണേ തുടയ്ക്കാൻ. അമ്മയെ ചെയ്തിട്ട് പോകുമ്പോൾ വെള്ളം കുറവാണ്, അതുകൊണ്ട് കേട്ടോ. വെള്ളത്തിന് ക്ഷാമമുണ്ട്. അമ്മച്ചി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് വരണേ. അപ്പോൾ മോഡറേറ്റേഴ്സ് ഇല്ലേ ഇവിടെ? അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമുക്ക് രണ്ടാമതൊരു ഗ്രൂപ്പ് ഞാൻ ഫോം ചെയ്തു. അത് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള ഒരു ഗ്രൂപ്പാണ്, സ്ത്രീകൾക്ക് മാത്രം. അതെന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ പറയാൻ കുറച്ച് പ്രൈവസി ആയിട്ട്, പെണ്ണുങ്ങളല്ലേ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാകും. അത്രയും കോൺഫിഡൻഷ്യലായി ഞാൻ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പിനകത്തേക്ക് സ്പൈ ആയിട്ട് നമുക്ക് മനസ്സിലാവും ഇത് അപ്പുറത്ത് പോകുമ്പോൾ എന്താ നടക്കണേന്ന്. അതിനേക്കാൾ കോൺഫിഡൻസ് ആയി ഞാൻ വേറൊരു ഗ്രൂപ്പ് ഫോം ചെയ്തു. കാരണം ഞങ്ങളുടെ ഈ അക്സ്മയിലെ സംഘാടകർ മാത്രമുള്ള ആരൊക്കെയാണോ അതിൻ്റെ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, അങ്ങനെ ഞങ്ങൾ നിശ്ചയിച്ച ആളുകളിൽ ഒരാളാണ് സിജി. ഇപ്പം ഇങ്ങനെയുള്ളവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വേറെ ബോർഡ്സ് നമുക്ക് പാസ് ചെയ്യും. അവരുടെ ആധാർ കാർഡ് ഡീറ്റെയിൽസ്, ഞാൻ ഈ ആധാർ കാർഡ് എനിക്ക് പരിചയമുള്ളൊരു പോലീസുകാരുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാനത് ഡീറ്റെയിൽ ചെക്ക് ചെയ്യും. കേസുണ്ടോ, പ്രശ്നമുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഒരെണ്ണം മൈന്യൂട്ട് ഉണ്ടെങ്കിൽ ഞാൻ അവരെ ഹായ് ശോഭന, ഞാൻ അവരെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ എന്ന് വെച്ചാൽ അതൊരു സംഘടനയാണ്. ആ സംഘടനയ്ക്കകത്ത് ഇരിക്കുന്നവർക്ക് ജെന്യൂനിറ്റി ഉണ്ടാകണം. കേസിലും കൂട്ടത്തിലും കൊള്ളരുതായ്മയിലും തട്ടിപ്പിലും വെട്ടിപ്പിലും ഒക്കെ ഉള്ളവരെയൊന്നും ഞാൻ കൂട്ടത്തിൽ കൂട്ടില്ല. ഒരുപക്ഷെ അവർക്ക് മെമ്പറായിട്ട് ഇരിക്കാൻ പറ്റും, മേ ബി എന്തെങ്കിലും എക്സ്പ്ലനേഷൻ അവർക്കുണ്ടെങ്കിലും മെമ്പേഴ്സാണ്. പക്ഷെ മെയിൻ ആയിട്ടിരിക്കുന്ന സെക്രട്ടറി അങ്ങനെയുള്ളവരൊക്കെ ആയിട്ടിരിക്കുന്നവർക്ക് ഒരു കാരണവശാലും പ്രസിഡന്റ് ഒന്നും ഈ രീതിയിലുള്ളവരെ ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. വിദേശത്തുള്ള ഒരുപാട് കുട്ടികൾക്ക് താല്പര്യമുണ്ട്, പക്ഷെ അവരൊക്കെ വിദേശത്തായതുകൊണ്ട് നമുക്ക് വഴി. പക്ഷെ ഞങ്ങളുടെയൊക്കെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് അവരാണ്, അവർ സപ്പോർട്ട് ചെയ്യുന്നത്. അത് പിരിവെന്നല്ല പറയുക. അത് ഒരു സംഘടന ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ സംഘടനയിലേക്ക് സ്പെസിഫിക് എമൗണ്ട് ഇടേണ്ട ഒരു ആവശ്യകതയുണ്ട്. അവരൊക്കെ അതിനകത്ത് പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അവർക്കൊരാൾക്ക് പ്രോബ്ലം വന്നാൽ ഈ പേയ്മെൻ്റ് എല്ലാം അവർക്ക് തന്നെ പോകും. പരസ്പര സപ്പോർട്ട് തന്നെയാണ് എൻ്റെ ഒരു ചിന്താധാര കേട്ടോ. ഓട്ടമുള്ള ചെട്ടി വിൽപ്പനയ്ക്ക് ജെട്ടി ജിനുമായി ബന്ധം. അപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ വളരെ കീ ആയിരുന്നു. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ ഗ്രൂപ്പ്, അതായത് ഞങ്ങളുടെ അക്സ്മ എന്ന സംഘടനയുടെ സ്പെഷ്യൽ ഗ്രൂപ്പിൽ സിജി എന്നൊരു വ്യക്തിയെ ഇടിച്ചു കയറ്റി. നമ്മളത് അലർട്ടഡ് അല്ലായിരുന്നു. നമ്മളെ കൂടെ ഉള്ളവർ പ്രത്യേകിച്ചൊന്നുമില്ല. സിജിക്ക് പ്രത്യേകിച്ച് കേസൊന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനത് മാത്രമല്ല തിരക്കുകളായിരുന്നല്ലോ. സിജിയാണ് ഇതെല്ലാം അപ്പുറത്ത് കൊണ്ട് കൊടുത്തത്. അപ്പോൾ സിജിക്ക് മനസ്സിലാകും, സിജി കാണുന്നുണ്ടെങ്കിൽ സിജിക്ക് മനസ്സിലാകാനുള്ള ഒരു കാര്യം, കലയുടെ ഐഡൻറ്റിറ്റി അപ്പുറത്ത് കൊണ്ട് കൊടുക്കുന്നു. അതായത് ഈ സ്ത്രീയുടെ ഒരു രീതി എന്താണെന്നറിയാം. അനു മാത്യു എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയായിട്ട് ഇവൾ വഴക്കുണ്ടാക്കി, ഫിജോ ജോസഫ്. അനു മാത്യുവുമായിട്ട് അടിയുണ്ടാക്കുമ്പോൾ അനു മാത്യു ഇവൾ ഫിജോ ജോസഫിൻ്റെ മകളുടെ തുണിയില്ലാത്ത പിക്ചർ കൊണ്ടുപോയി പോൺ സൈറ്റിൽ ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞ് ഒരു കേസ് ഉണ്ടാക്കി കൊടുത്തിട്ട് 6 വർഷത്തോളം ആ സ്ത്രീക്ക് നാട്ടിൽ വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. അതുമാത്രമല്ല, ഇപ്പം ഞാൻ എൻ്റെ സ്വദേശം പറയുന്നില്ല,
രാവിലെ ഉറക്കമുണരുമ്പോൾ കേരള ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞൊരു പേപ്പറുണ്ട്. ഈ പേപ്പറിനകത്ത് പെൺവാണിഭത്തിൽ പിടിക്കപ്പെട്ട അനു മാത്യു, ഇവളുടെ ശത്രുക്കളെല്ലാം പെൺവാണിഭക്കാരാണ്. മനസ്സിലാവുന്നു? അനു മാത്യു എന്ന് പറയുന്നത് ഒരു ടീച്ചറാണ്, കുവൈറ്റിലെങ്ങാണ്ട് ടീച്ചറാണ് അവർ. എനിക്കവരെ പരിചയമില്ല. ഇവളുമായിട്ടുള്ള ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരാളെ എനിക്കറിയാവുള്ളൂ. ഹായ് ദേവിക. അപ്പോൾ ഈ പറയുന്ന ടീച്ചർ വീട്ടിലും അവരുടെ ഭർത്താവിൻ്റെ വീട്ടിലും അവിടെയുള്ള ചുറ്റുവട്ടത്തുള്ള മനുഷ്യർക്കും ഒക്കെ തന്നെ ഇവൾ കൊണ്ടുപോയി ഒരു പേപ്പർ സപ്ലൈ ചെയ്യാണ്. ആ പേപ്പറിൻ്റെ മെയിൻ പേജിൽ അനു മാത്യുവിൻ്റെ ഫോട്ടോ. ഇത് ഏറ്റവും വലിയ ക്രൈമാണ്, അറിയാമോ? ആ പെങ്കൊച്ച് അവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യും? ആര് അടുത്ത് സഹായം ചോദിക്കും? പതറിപ്പോയി ആ കുട്ടി എന്നുള്ളത് വാസ്തവം. ഈ ഒരൊറ്റ വിഷയം കാരണം അവർക്ക് അവരുടെ വിവാഹ ജീവിതം പോലും ത്രാസിൽ തൂങ്ങി. ഇതേ രീതിയിൽ തന്നെയായിരുന്നു അവളുടെ ആക്രമണ പരമ്പര. ഈ ആക്രമണം നിത്യം ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഇവൾക്കെതിരെ ഒരു വീഡിയോ ചെയ്യാൻ പോലും ആരും തയ്യാറല്ലായിരുന്നു. ഇവളുടെ ആദ്യത്തെ കൂട്ടുകെട്ട് ആരുമായിട്ടാണെന്ന് അറിയാം? മറുനാടൻ മലയാളിയുമായിട്ടാണ്. മറുനാടൻ മലയാളിയുമായി കൂട്ടുകൂടി മറുനാടൻ മലയാളി UK ബേസ് ചെയ്ത എല്ലാ ക്രിമിനൽ ഇതിനകത്ത് ആക്ടിവിറ്റീസിലും ഇവളും ഒരു ഭാഗമാണ്. ക്രിമിനൽസ് ആണ് ചേർന്നത്. അതുകൊണ്ടാണ് മറുനാടൻ വീട്ടിട്ട് നോർമൽ ഫോട്ടോ ആണ്, നോർമൽ ഫോട്ടോ അല്ല, തുണിയില്ലാത്ത ഫോട്ടോ എന്നാണ് ഇവള് പരാതി കൊടുത്തിരിക്കുന്നത്. അത് അതിൻ്റെ ഇത് വള്ളി അവരെടുക്കുന്നുണ്ട്. അനു മാത്യു പറഞ്ഞ എന്താണെന്നറിയാമോ? ആ ഫോട്ടോ കൊണ്ടിട്ടത് ഇവൾ തന്നെയാണ്. സ്വന്തം കുഞ്ഞിൻ്റെ ഫോട്ടോ അവൾ കൊണ്ടിട്ടിട്ട് അത് ആ പെണ്ണിൻ്റെ തലയിൽ വെച്ച് കെട്ടി. എൻ്റെ പേർക്കും ഇതേ സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു. ഇതേ സാധനം കൊണ്ടിട്ടിരുന്നു. ഞാൻ ദുബായിലായതുകൊണ്ടും ഞാൻ അവിടെ സോഷ്യൽ ആക്ടിവിറ്റീസിൽ അത്രത്തോളം ഇൻവോൾവ്ഡ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ഇതിനകത്ത് പെടാതെ പോയത്. മാത്രമല്ല, ഇത്തരം ഒരു ഡ്രാമയും എൻ്റെ നാട്ടിൽ ചിലവാകത്തില്ല. എൻ്റെ വീട്ടുകാരോ എൻ്റെ കുടുംബക്കാരോ ഇത്തരം ഡ്രാമ പറഞ്ഞാൽ വിശ്വസിക്കുന്നവരല്ല, വിശ്വസിക്കൂല. കാരണം 1-2 പ്രായമല്ലല്ലോ, 40 വയസ്സെന്തായാലും ആയില്ലേ, 40-ന് മേളിലായില്ലേ. ഇത്രയും കാലം അവിടെ ജീവിച്ചൊരു പെണ്ണ്, ഇതുവരെ ഒരു കുറ്റത്തിലോ ഒരു പ്രശ്നത്തിലോ ഇല്ലാത്ത ഒരു പെണ്ണിനെ പറ്റി പെട്ടെന്ന് ഒരു ദിവസം ഒന്ന് പെൺവാണിഭം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ? അവിടെയുള്ള എത്രയോ മനുഷ്യർക്ക് ജോലി കൊടുത്തോളാം ഞാൻ. ആ നാട്ടിലെ മെജോറിറ്റി ആൾക്കാർക്കും ദുബായിലേക്ക് ജോലി വാങ്ങി കൊടുത്തോളാം ഞാൻ. അവിടെ വരുമ്പോൾ അവരെ ഇൻവൈറ്റ് ചെയ്യാൻ എയർപോർട്ടിൽ പോകുന്നോളൂ ഞാനാണ്. എൻ്റെ ബന്ധുക്കളായാലും അവിടെയുള്ള നാട്ടുകാരായാലും ആര് വന്നാലും ഞാനാണ്, എൻ്റെ വണ്ടി ഡ്രൈവറുമാ പോവുക അവരെ എടുക്കാൻ. ജോലി കിട്ടുന്നിടം വരെ എനിക്ക് റിയൽ എസ്റ്റേറ്റ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു വില്ലയിൽ ഞാൻ അവരെ അക്കോമഡേറ്റ് ചെയ്യും. ജോലി കിട്ടി അവർ പോകും. സ്ഥിരമായി ഞാൻ ചെയ്തു തരുന്ന ഒരു കാര്യമാണ്. ഇത് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയും കൂടി നിങ്ങൾ ഓർത്തോണം. അപ്പം അങ്ങനെയുള്ള എൻ്റെ പേരിൽ ഇതുപോലെ പെൺവാണിഭം ഉണ്ടെന്ന് നാട്ടിൽ പോയി പറഞ്ഞാൽ അടി കിട്ടുമോ ഇല്ലയോ? അതാണ് ഞാൻ ധൈര്യസമേതം നാട്ടിലെ അഡ്രസ്സ് പറയുന്നത്. അവിടെ പോയി ഇതുപോലത്തെ ഡാൻസ് കാണിച്ച അടി ഇവക്ക് കിട്ടുമെന്നുള്ളത് എനിക്ക് ഉറച്ച വിശ്വാസമാണ്, എനിക്ക് ഉറപ്പായ കാര്യമാണ്. ഞങ്ങളുടെ പഞ്ചായത്തോ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് കാര്യാലയങ്ങളിൽ ഞങ്ങൾ പോയാലും ഞങ്ങൾ ഏത് കുടുംബമാണെന്നും അവിടെ ഇങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല എന്നും എടുത്തു പറയാൻ സാധിക്കുന്ന രീതിയിലാണ് ഞങ്ങളവിടെ പെരുമാറിയിട്ടുള്ളത്. മോശപ്പെട്ട ഒരു രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റും ഇല്ല. എല്ലാവരുടെ ജീവിതത്തിലും അപ്പ് ആൻഡ് ഡൗൺസ് വരും. വിവാഹമോചനം അതൊരു മോശപ്പെട്ട കാര്യമായിട്ടൊന്നും ആർക്കും ഫീൽ ചെയ്യാറില്ല. പലയിടങ്ങളിൽ പല പ്രോബ്ലംസ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഹായ് ഷെഫീന, നിങ്ങളോട് ആദ്യം വെറുപ്പായിരുന്നു, കാരണം ചീത്തവിളി പലരുടെയും പാരൻസിനെ വിളിക്കുന്നത് പലപ്പോഴും വിഷമം ഉണ്ടാക്കുന്നത്. ബട്ട് ഇപ്പോൾ നിങ്ങളാണ് ശരിയെന്ന് തോന്നുന്നു. അക്കൂസ് വേൾഡിനെ അന്വേഷിച്ചിട്ട് തീരുമാനിച്ചാൽ മതി. നോട്ട് ഇത് പറയുന്നത് ചിലർക്ക് നമ്മളിപ്പോൾ എൻ്റെ അമ്മയും അപ്പയും പറയുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടാവും. അപ്പം ഞാൻ മറ്റൊരാളെ പോയി ആവശ്യമില്ലാതെ ഇറിറ്റേറ്റ് ചെയ്യത്തില്ല. അകാരണമായി ഇപ്പോൾ ഇറിറ്റേറ്റ് ചെയ്യുമ്പം അവർ നമ്മളെ തന്തയും തള്ളയും വിളിക്കുമെങ്കിൽ ആ ഇറിറ്റേഷൻ ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കുമെന്നുള്ള സ്ട്രാറ്റജിയാണ് ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. അതാണ് എന്നെ തെറി വിളിക്കുന്നവരെ ഞാൻ തിരിച്ചെറി വിളിക്കുക, അല്ലാതെ ആരും അങ്ങോട്ട് പോയി ഒന്നിനും വിളിക്കുക. അല്ല ഇങ്ങോട്ട് വന്ന് വച്ചതപ്പോൾ പുറത്ത് വന്ന് റേറ്റ് ചോദിക്കുന്നു, അവൻ്റെ തള്ളയ്ക്ക് നന്ദിക്കില്ല, പിന്നെ എന്തോ വിളിക്കാനാണ്? അതേ പറ്റുള്ളൂ. അത് യൂഷ്വലായിട്ടുള്ള കാര്യം, അതവിടെ നിൽക്കട്ടെ. ഈ ഒരു വിഷയത്തിൽ ഞാൻ ഇറങ്ങാനുള്ള കാരണം ഇതിന് മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൽ സംസാരിച്ചു. എനിക്ക് നിസ്സാരമായ ഒരു കാര്യമേ ഉള്ളൂ, 1,30,000 രൂപ. അതെനിക്ക് നിസ്സാരമാണ്. എൻ്റെ സാലറി 15,000 ദിർഹംസ് ആയിരുന്നു. 15,000 ഒരു ദിർഹം എത്ര രൂപയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തു നോക്കി. എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയിൽ 20 രൂപയായിരുന്നു ഞാൻ വരുമ്പോൾ ഒരു ദിർഹത്തിന്. അപ്പോൾ എനിക്ക് 3 ലക്ഷം രൂപയ്ക്ക് അടുത്ത് മാസവരുമാനം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള എനിക്ക് 1,30,000 രൂപ ഒരു വലിയ എമൗണ്ട് അല്ല. ആ പൈസ പോട്ടേന്ന് ഞാൻ അങ്ങ് വിൽക്കേണ്ടതായിരുന്നു. ഞാൻ വിൽക്കുകയും ചെയ്തു. പക്ഷേ 8 മാസം പിന്തുടർന്ന് ആക്രമിക്കുക എന്ന് പറയുന്ന സ്ത്രീയുടെ രീതിയാണ്. ഒരാളോടും തോറ്റവർക്ക് ഇഷ്ടമില്ല. ആദ്യമായിട്ട് തോറ്റത് എൻ്റെ അടുത്താണ്. അടിച്ചു നിൽക്കാൻ കഴിവുള്ളൊരു സ്ത്രീ ഇപ്പുറത്ത് വന്നപ്പോൾ തോറ്റ് തകർന്ന് കുത്തിയിരുന്നു പോയി. നിങ്ങൾ അവളുടെ വീഡിയോ പോയി കാണുക, ലൈവ് കാണണമെന്നാണ് ഞാൻ പറയുക. ഫിജോ ജോസഫിൻ്റെ ലൈവ് നിങ്ങൾ പോയി കാണുക. അത് കണ്ടിട്ട് വന്ന് എൻ്റെ വീഡിയോ കാണുക, അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാവും കാര്യം. പിഴച്ചവൾ, ജന്തു, ശവം, ഇത് എൻ്റെ പേഴ്സണൽ ഹറാസ്മെൻ്റ് അല്ല. വേറെ എന്തെങ്കിലും അവൾക്ക് പറയാനുണ്ടോ? വേറെ എന്തെങ്കിലും ഒരു കാര്യം അവൾക്ക് പറയാനുണ്ടോ?
ഏത് ക്രൈമിലാണ് ഞാനുള്ളത്? അതൊന്ന് പറഞ്ഞു തന്നെയാണ്. ഞാൻ ധൈര്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് എന്തുകൊണ്ട്? എന്നെ ഇന്ന് രാവിലെയും പോലീസുകാർ വിളിച്ചിട്ടുണ്ട്. ഞാൻ കൊടുത്തൊരു കേസിൻ്റെ പേപ്പർ കൊടുക്കാനായിട്ട് രാവിലെ വിളിച്ചിട്ടുണ്ട്. എന്നെ അവർ ഡെയിലി കോൾ ചെയ്യാറുണ്ട്. ഇതിലേക്ക് ഞാൻ എപ്പോൾ വന്ന് വീഴാനുള്ള കാര്യവും കൂടെ നിങ്ങൾ അറിയണം. ബാബുജിക്ക് വീട് നഷ്ടപ്പെട്ടു, വാടകക്കാരൻ കയ്യേറിയിട്ട് ഇറങ്ങാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. ഒരു കളരി നടത്തുന്ന ഒരാൾ വീട് കയ്യേറിയിട്ട് അവിടെ ബാബുജി ഒരു സമരം ഏർപ്പാടാക്കി. ഞാനും പോയിരുന്നു സമരത്തിന്. പോലീസിൻ്റെ സ്റ്റേഷനിലേക്ക് മാർച്ച് ഒക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കാലിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഞാൻ മാർച്ചിന് പോകാതെ അവിടെ ഇരുന്നത്. പക്ഷെ പോലീസ് ഇങ്ങോട്ട് വന്ന് ബാബുജി ആക്രമിക്കുന്ന ഒരു ടൈം വന്നപ്പോൾ ഞാൻ ഇറങ്ങി നിന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമരത്തിൽ അവർ പറയുന്ന പേപ്പർ കട്ടിങ്ങിലും ഒന്നിലും ഞാനൊരു ഫോട്ടോയോ ഒന്നും കൊടുക്കാൻ പോയിട്ടില്ല. ഒരു വീഡിയോ മാത്രം എന്തോ എവിടെയോ ഞാൻ അറിയാതെയാണ് അത്, അതിനകത്ത് ഞാൻ സ്പീച്ച് ചെയ്യുമ്പോൾ അവരത് എടുത്തതാണ്. അല്ലാതെ എനിക്കങ്ങനെ ഒരു ഫെയിമിന് വേണ്ടി ചെയ്തതല്ല. ആത്മാർത്ഥമായി ബാബുജി എന്ന എൻ്റെ സഹോദരന് വേണ്ടിയിട്ട് 1 വർഷത്തോളം നിരന്തരമായി ആ സമരത്തിൽ ഞാൻ പോയി പങ്കെടുത്തു. ഞങ്ങൾ ജയിച്ചു. അത് ഇടപെട്ടത് ഉമ്മൻചാണ്ടിയുടെ മകനാണ്. ഇടപെട്ടത് കൊണ്ട് ആ സമരത്തിൽ ഞങ്ങൾ വിജയം കണ്ടു. ഞങ്ങളെല്ലാം വിവിധ പാർട്ടി, വിവിധ റിലീജിയൻ യുക്തിവാദികളുണ്ട്, എല്ലാവരും ഉണ്ടായിട്ട് പോലും ഒരു വിഷയത്തിന് വേണ്ടി ഞങ്ങൾ ഒന്നിച്ചു നിന്നു. ഞങ്ങൾ ജയിച്ചു. അന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്നെ ഒരു പോലീസുകാരൻ കണ്ടിരുന്നു. ഈ പോലീസുകാരൻ എന്നോട് പറഞ്ഞു, നിങ്ങളാ ഫിജോയ്ക്ക് വേണ്ടി വഴക്കുണ്ടാക്കിയ ആളല്ലേ, ഫിജോയുടെ പ്രശ്നം ഞാൻ മനാതെ ഞാനൊരു ന്യൂസ് തന്നാൽ ഇടുമോ എന്ന് ചോദിച്ചു. ഒരു പോലീസുകാരൻ്റെ ഗതികേടാണ് ഞാൻ പറയുന്നത്, പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്താ സാറേ, എന്താ ന്യൂസിന് എന്താ പ്രശ്നം, അതെന്താ ന്യൂസ് കേൾക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഈ പറയുന്ന എന്താ ഇവളുടെ FIR റിപ്പോർട്ട് ഉൾപ്പെടെ എനിക്ക് അയാൾ ന്യൂസ് ഫോർവേഡ് ചെയ്തു തന്നു. അതായത് വസ്ത്രം ഉണ്ട് എന്ന് പറഞ്ഞ് പല സൈറ്റുകളിൽ നിന്ന് അവളുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് അവിടെ എന്തൊക്കെ യൂണിറ്റ് ഉണ്ടെന്നൊക്കെ കാണിച്ച് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചതിൽ 1-2 പേര് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. 16 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു കേസ് ഇവളുടെ പേർക്ക്, ബാക്കി 15ഉം ഇവളുടെ കൂടെ നിന്ന് സ്റ്റാഫിൻ്റെ പേർക്ക്. പൈസ വന്നത് ആ സ്റ്റാഫിൻ്റെ പേർക്ക്. അപ്പോൾ ഈ സ്റ്റാഫ് ആജീവാനന്ദം ഇവൾക്കൊപ്പം നിൽക്കും. കാരണം കേസാ, പ്രശ്ന 16 കേസ് പാമ്പാടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത് FIR കോപ്പി അങ്ങനെ എനിക്ക് കാണിച്ചു തന്നു, കൂടെ ഈ ഡീറ്റെയിലും. ഞാൻ പറഞ്ഞു, ഇത് ഞാൻ കൊടുത്താൽ ഫിജോ ജോസഫ് ഇതിനകത്ത് ഇല്ലാത്തടുത്ത് എനിക്കിത് ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നോട് ചോദിച്ചു, ശരി ഇത് വാർത്ത കൊടുക്കാനൊക്കത്തില്ല, പക്ഷെ ഒരു FIR ആ ഒരെണ്ണം ഏറ്റുമാനൂരിൽ വന്നാൽ നിങ്ങൾ ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഏറ്റുമാനൂരിലേക്ക് വിളിക്കാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചപ്പം ഏറ്റുമാനൂർ SI, അന്നിരുന്ന വേറെ SI, പുള്ളി എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, റൗഡി ലിസ്റ്റിൽ പെടുത്തിയ സ്ത്രീയാണത്, ഞങ്ങളെ അടിക്കാൻ കയറിയിട്ട് റൗഡി ലിസ്റ്റിൽ പെടുത്തിയ സ്ത്രീയാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് വാർത്ത കൊടുക്കാനൊക്കത്തില്ല. ഞാൻ ന്യൂസ് ഗില്ലുമായിട്ട് സംസാരിച്ചു. ഞങ്ങൾക്കൊരു സൈറ്റ് ഉണ്ട്. എനിക്ക് ഒരു വാർത്ത ഞാൻ കൊടുത്തതേ ഓർമ്മയുള്ളൂ. എൻ്റെ അതിനകത്തുള്ള ജോലി നഷ്ടപ്പെടുന്ന ലെവലിലേക്ക് ഞാൻ എത്തി. എങ്ങനെ എനിക്ക് ആ ജോലി നഷ്ടപ്പെടുന്നതെന്ന് അറിയാമോ? പിന്നെ ഞാൻ ലൈവിലാ. എന്താടാ, അർജൻറ്റാണോ? അതായത് ന്യൂസ് ഗില്ലിൽ നിന്ന് എന്നെ കിക്ക് ഔട്ട് ആക്കുന്ന രീതിയിലേക്ക് എത്തി. കാരണം സൈറ്റ് ഹാക്കഡായി, സൈറ്റ് ഒരാഴ്ചത്തോളം വർക്ക് ചെയ്യാതെ ലെവലിലേക്കായി. ഇവൾ അടുപ്പിച്ചു. ഇവൾക്ക് സൈബർ വിങ് ഉണ്ട്, അത് വെച്ചാണ് അവൾ ചെയ്തത്, അടുപ്പിച്ചു. പക്ഷെ ഞങ്ങൾ ആദ്യം തന്നെ ഞാൻ ഇത് ഇടുന്നപ്പോൾ തന്നെ ഞാൻ വിനീതിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, വിനീത് വിജിലൻ്റ് ആയിക്കോ, കാരണം നമ്മൾ പോകുന്നത് ഒരു വലിയ ക്രിമിനലിന് അഗൻസ്റ്റാണ്. അപ്പോൾ വിജിലൻ്റ് ആയി. കാരണം എല്ലാവർക്കും ഈ ന്യൂസ് കൊടുത്തിട്ട് ആരും ഇത് പബ്ലിഷ് ചെയ്യാൻ തയ്യാറാകാത്തടുത്ത് ജെന്യുവിനായ ഒരു ന്യൂസ്, ഒരു FIR അല്ലേ ഉള്ളൂ, ഇറ്റ്സ് ഓക്കെ, ഓൾറെഡി അവരുടെ ന്യൂസൊക്കെ കിടപ്പില്ലേ, മന്ദബുദ്ധികളായിരിക്കും പിന്നെയും പോയി പെടുന്നത്, പെടട്ടെ എന്നായിരുന്നു മിക്കയിടത്തുനിന്ന് അവർക്ക് കിട്ടിയ റിപ്പോർട്ട്. പക്ഷെ ഞാൻ ധൈര്യമായിട്ട് അത് കൊടുത്തു, ഞാൻ വീഡിയോയും ചെയ്തു. ഞാൻ പോലീസുകാർക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. എന്നോട് ഒരു സമരപന്തലിൽ വെച്ച് കണ്ട് എന്നോട് പോലീസുകാരെ റിക്വസ്റ്റ് ചെയ്തതനുസരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. തുടങ്ങി കടിയളവി. 2019 എൻ്റെ ശത്രുക്കൾ കൊടുത്ത കേസുകളെന്ന് ഇവള് വാദിക്കുമ്പോൾ 2023 ഇവർക്ക് എങ്ങനെ കേസ് വന്നു? അപ്പോഴും ശത്രുക്കൾ വിടാതെ പിന്തുടരുന്നു. ഈ ശത്രുക്കൾ ഇവളുടെ ബാങ്കിലേക്ക് എങ്ങനെ ക്യാഷ് ഇട്ട് കൊടുക്കുന്നു? കടം പൈസ ചോദിക്കുന്നതും കടം കൊടുക്കുന്നതുമല്ല നിങ്ങൾ സംസാരിക്കേണ്ടത്. നമ്മളെല്ലാം കടം വാങ്ങിക്കും, ഞാനും വാങ്ങിക്കും, നിങ്ങളും വാങ്ങിക്കും. അങ്ങനെ ഇല്ലാത്തവർ ചുരുക്കമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്തവരും ചുരുക്കം തന്നെയാണ്. സ്ത്രീകളുടെ നല്ലൊരു കൂട്ടായ്മയാണെന്ന് കരുതിയാണ് എന്നെപ്പോലെ പലരും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത്. ബട്ട് അതിലുള്ള പല സ്ത്രീകളും സംസ്കാരം വളരെ മോശം. വരാം അക്കൂസുകളുടെ അതിലേക്ക്. അതിനകത്ത് ഈ കടം വാങ്ങിക്കുന്നത് തിരിച്ചു കൊടുക്കാതിരുന്നാൽ നമുക്കൊരു സംസാരം പറയാം, കടം വാങ്ങിച്ചു, കടം തിരിച്ചു കിട്ടിയില്ല, അതാ നമ്മൾ കേസ് കൊടുത്തു. അതല്ല കേസ്. വസ്ത്രം കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചു കൊണ്ടൊരു സൈറ്റ് ഉണ്ടാക്കി അതിനകത്തുകൂടെ പണം മേടിക്കുകയാണ്. ധൈര്യമുള്ളവരെ കേസ് കൊടുക്കൂ. 500 രൂപ നിങ്ങൾക്ക് ഭയങ്കരം ഉണ്ടായിരിക്കും, പാട്ടുമില്ല. 500 അല്ലേ, 500 രൂപയ്ക്ക് എത്ര ദിവസം കയറി ഇറങ്ങണം സ്റ്റേഷനിൽ? താല്പര്യമുണ്ടോ? ഇല്ല, ഇഗ്നോർ ചെയ്യും. 2000 രൂപ നിങ്ങൾ കയറി ഇറങ്ങുമോ? ഇല്ല.
20,000 രൂപ പോലും ആളുകൾ പറയും. എന്തിന് 1,30,000 രൂപ വേണ്ടാന്ന് വെച്ചോളാണ് ഞാൻ. 1,30,000 രൂപയ്ക്കെതിരെ കേസിന് പോലും പോവാതെ വേണ്ടാന്ന് വെച്ചിട്ട് നിൽക്കുന്നവളാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ മുകളിൽ എമൗണ്ട് വന്നാലല്ലേ ആളുകൾ കംപ്ലൈൻറ്റ് പോവും. വിജിലൻ്റായി വളരെ ചതുരംഗത്തോടു കൂടി അവൾ 2,000, 3,000 വെച്ച ആളുകളിൽ നിന്ന് പണം കൈപ്പറ്റി. അവൾ ജീവിക്കുന്നത് അങ്ങനെയാണ്. അതൊരു സോഷ്യൽ ഈവളാണ്. ജോലി ചെയ്ത് ജീവിക്കാൻ അവളടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ട് അവൾ കേൾക്കാതെ കൈകാല ആരോഗ്യമുള്ള അവൾ നിരന്തരം അവളുടെ ആർഭാട ജീവിതത്തിന് വേണ്ടിയിട്ട് ഈ വൃത്തികേടാണ് പറഞ്ഞത്. തനൂജയുമായിട്ടൊരു ഇഷ്യൂ നടക്കുന്ന സമയത്ത് തനൂജ സ്കോർ ചെയ്തു എന്നുള്ളത് വാസ്തവം. കാരണം തനൂജയ്ക്ക് സിമ്പതി ചെയ്യാൻ ഒരു മകളുണ്ട്. തനൂജ പറയുന്ന സ്റ്റോറി വിശ്വസിക്കാൻ അതിനൊരു പറ്റം ആൾക്കാരും അവിടെയുണ്ട്. തനൂജയുടെ സ്റ്റോറി മോശമാണെന്നോ അതിനെ കൊണ്ടുവന്നിട്ട് ആ കുട്ടിയെ അപമാനിക്കാനോ അല്ല ഞാൻ ശ്രമിച്ചത്. ഞാൻ പറഞ്ഞത് ജോലി ചെയ്ത് ജീവിക്കാൻ അതിനകത്തൊരു അഭിമാനമുണ്ട്. അതിപ്പം തനൂജയ്ക്ക് മനസ്സിലായി കാണും. അവിടുന്ന് എടുത്ത് ദൂരെ കളഞ്ഞപ്പം ഇപ്പം മനസ്സിലായി കാണും. നമ്മൾ അഭിമാനബോധത്തോടു കൂടി, ആത്മാഭിമാനബോധത്തോടു കൂടി ജോലി ചെയ്ത് ജീവിക്കണം. ട്രാൻസ്മിഷൻ അൺസ്റ്റേബിൾ കാണിക്കുന്നുണ്ട്, മിണ്ടായിരിക്കുന്നതാണ്. ആത്മാഭിമാന ബോധത്തോടു കൂടി ജോലി ചെയ്ത് ജീവിച്ചാൽ ആ പണം അത് നിലയ്ക്കും. അതിനൊരു അഭിമാനമുണ്ട്. നമ്മൾ അതുകൊണ്ട് എന്ത് വാങ്ങിച്ചു കഴിച്ചാലും സ്വസ്ഥമായി കഴിക്കാൻ തോന്നും, ഒരു പ്രശ്നവുമില്ല. അതേസമയം നമ്മൾ മറ്റൊരാളുടെ പണം കൈപ്പറ്റിയിട്ട് അത് വെച്ച് ആർഭാടം കാണിച്ചാൽ നമ്മൾ അവർക്ക് ഉത്തരം പറയണം. നമ്മുടെ കുഞ്ഞിനൊരു ഉടുപ്പ് വാങ്ങുമ്പോൾ പോലും നമ്മൾ പേടിക്കണം. മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ പോകാൻ ബാക്കി ലുലു മാളിൽ പോയി എന്നെ കാണിക്കാൻ കിടന്ന് ഡാൻസ് കളിച്ചപ്പോഴും ഓർത്തില്ലേ ഈ ചോദ്യം പണം തരുന്നവർ ചോദിക്കുമെന്ന്? ഇതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്. സഹോദരി എന്ന കൺസിഡറേഷനിലാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീകളോട് എനിക്ക് റെസ്പെക്റ്റാണ്, ഇഷ്ടമാണ്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. നാളെ ഇതുവരെ അങ്ങനെ ചെയ്തോളൂ, ഫെയിമിന് വേണ്ടിയല്ല. ഇതെനിക്ക് ഇതിൽ കൂടുതൽ എനിക്ക് ആരെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ അറിയത്തില്ല. ഇവരെന്നെ വ്യക്തിഹത്യ ചെയ്യാൻ തുടങ്ങി, വെർബൽ അബ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഈ പറയുന്ന എല്ലാ യൂട്യൂബേഴ്സിനെ ഇവൾ കറക്കി കുത്തി എല്ലാവരെ കൊണ്ടും എനിക്കെതിരെ ചെയ്യിപ്പിച്ചപ്പോഴും ഇത് ചെയ്ത ഓരോ മനുഷ്യരും പറഞ്ഞത് എന്താണെന്നറിയാം. അവർക്ക് സംസാരിക്കാൻ അറിയാം. അവർ നന്നായി വീഡിയോ ചെയ്യുന്നവരാണ്. പക്ഷെ അവർ പൊങ്ങി വരരുത്. ഞാൻ പൊങ്ങി വരരുതെന്ന വാശി എനിക്ക് ചുറ്റുമുള്ളവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ സക്സസ് ആണെന്നാണ് അർത്ഥം. ആ സക്സസ് ആണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ എനിഹൗ ഞാൻ ആ വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ ഇന്ന് ഇവൾ അവിടെ തുടങ്ങിയ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ജട്ടി ജിനു തുടങ്ങിയ ഗ്രൂപ്പ്, ജട്ടി ജിനുവിനോട് പല പ്രാവശ്യം ഞാൻ എടുത്തെടുത്ത് പറഞ്ഞ്, ദയവ് ചെയ്തിട്ട് എൻ്റെ വിഷയം കൊണ്ട് നീ വരാം. ഞാൻ അവനെ ചെറി വിളിക്കാൻ തയ്യാറല്ലായിരുന്നു. ഒരു രീതിയിൽ ഒരു കാര്യം പറയാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. ഞാൻ ഒഴിഞ്ഞു മാറി ഒതുങ്ങി പോയിക്കൊണ്ടിരിക്കുമ്പം എന്നെ നിരന്തരം പിന്തുടർന്നു. ഞാനത് വിജിരാജിൻ്റെ അടുത്തും ഒക്കെ പറഞ്ഞു, അതുലിൻ്റെ അടുത്തും ഒക്കെ പറഞ്ഞു. അവദേശം അവർക്കൊക്കെ കാര്യം മനസ്സിലായി. അവരൊക്കെ അങ്ങ് അടങ്ങിയപ്പം ഇവൻ അടങ്ങാൻ തയ്യാറല്ലായിരുന്നു. ടിഷ്യൂ എടുത്തണം, അതൊന്ന് ഇട്ടിട്ട് പോ. ടിഷ്യൂ എടുത്തണം, ടിഷ്യൂ അടങ്ങിപ്പോകാൻ തയ്യാറല്ലായിരുന്നു. അപ്പോൾ പിന്നെ വേറെ നിവർത്തിയില്ല. എൻ്റെ കയ്യിൽ ഇത്രയും ഡോക്യുമെൻ്റ് എവിഡൻസ് ഇരിക്കുന്നിടത്ത് കേസ് കൊടുക്കുകയേ നിവർത്തിയുള്ളൂ. അതിനു മുമ്പ് ഇവർ പറയുന്ന കണക്ക് ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ ഇവർ കൂട്ടിക്കൊണ്ടു വച്ചിരിക്കുന്ന ആൾക്കാർ അത് മനസാക്ഷിയുള്ളവരാണെങ്കിൽ അവരാ ഇൻഫർമേഷൻ നമുക്ക് തരത്തില്ലേ? അതിന് എൻ്റെ കൂട്ടുകാരിയാണെന്നുള്ള ഇതൊന്നും വേണ്ട. എൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ അവിടെ പോയി ഇരുന്നിട്ട് വേണം എന്നല്ല. ഏതായാലും അപ്പുറത്ത് നടന്ന കുറച്ച് സംഭവങ്ങൾ ഇവർ നമ്മളെ കൂട്ടായ്മയെ പറ്റി പറഞ്ഞു. അതാണ് കൂട്ടായ്മയുടെ ആദ്യം തന്നെ ഡീറ്റെയിലിംഗ് ആണ്. എൻ്റെ കൂട്ടായ്മയുടെ ലക്ഷ്യം അതാണ്, പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടായ്മയാണ്. അപ്പം അതിൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതേ സെയിം കൂട്ടായ്മയ്ക്ക് ഇവർ പറഞ്ഞത്, യു ആർ എ നോബിൾ ലേഡി, ഐ നോ ദാറ്റ് യു ആർ എ ഗുഡ് ക്യാരക്ടർ. ശിവകുമാർ കുമാർ. കാജ മൊയ്തീൻ, പൊടി കഴുതേ, ആയിക്കോട്ടെ. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ എന്തവിടെ നടക്കുന്നോ ആ സെയിം സാധനം നമ്മുടെ തലയിൽ കൊണ്ടുവന്ന് വെക്കും. ഇവർ പറഞ്ഞു നഗ്ന പൂജ നടക്കണമെന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ, വാട്സപ്പ് കൂട്ടായ്മ. അതാണ് ഞാൻ കൂട്ടായ്മ ഓപ്പൺ ആക്കി കൊടുത്തത്. എനിവൺ ക്യാൻ ജോയിൻ ആൻഡ് ചെക്ക്. എൻ്റെ മെയിൻ ഗ്രൂപ്പിൽ തന്നെ മെജോറിറ്റി ഉള്ളത് എൻ്റെ കൂടെ പഠിച്ച പോലീസുകാരായ സുഹൃത്തുക്കളുണ്ട്. അതിനകത്ത് വക്കീലന്മാരുണ്ട്. എനിക്കൊന്ന് 28 പേരെ കണ്ടുണ്ട്. വക്കീലുകൾ മാത്രം 28 പേരുണ്ട് ആ ഗ്രൂപ്പിൽ. പോലീസുകാരുണ്ട് 6 പേരെന്തോ പോലീസുകാരുമുണ്ട്. ഇവരൊക്കെ ഉള്ളൊരു ഗ്രൂപ്പാണെന്ന് ഓർത്തോണം. അതിനകത്ത് ഞാൻ മോശമായ പദം വരുമ്പോഴൊക്കെ ഞാൻ നേരിടുന്ന പ്രോബ്ലം എന്താണെന്ന് ഇവരൊക്കെ വാട്സപ്പിൽ വന്നിട്ട് എന്നെ വഴക്ക് പറയും. എന്തിനാ തെറി പറയണം, ഉണ്ടായിരിക്കുന്നു നമ്മൾ പറഞ്ഞു പോകുന്നു. അപ്പോൾ പിന്നെ ആ റീസൺ ഉൾപ്പെടെ അതിനകത്ത് ഇടേണ്ട ഒരു അവസ്ഥയെ വന്നു. കുറേ ദിവസമായി ഞങ്ങൾ ഒരു കാര്യവും ഒരു ടോപ്പിക്കും അതിനകത്ത് ചർച്ചയ്ക്ക് വെക്കുന്നില്ല. വളരെ മൗനമായിട്ടിരുന്ന് പോകുന്നു. ഞങ്ങളുടെ ബാക്കിയുള്ളതെല്ലാം രഹസ്യമായിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിനകത്ത് ചെയ്യുന്നു. ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം തോന്നത്തക്ക രീതിയിൽ അവൾ പ്രവർത്തിച്ചു എന്നുള്ളത് വസ്തുത. അപ്പോൾ ഞാൻ തിരിച്ച് ചെയ്യണ്ടേ? ഞാൻ പിന്നെ മിണ്ടാതിരിക്കുകയാണെങ്കിൽ
എന്നെ വിശ്വസിച്ച് എൻ്റെ ഒപ്പം നിൽക്കുന്നവർക്ക് ഞാൻ ഒന്നുമല്ല എന്ന് തെളിയത്തില്ല. അതുകൊണ്ട് മാത്രമാണ് അവരുടെ പ്രൈവസി അതിലേക്ക് കടന്നു കയറേണ്ട ഒരു ആവശ്യകത എനിക്ക് തോന്നിയതും കടന്നു കയറിയതും. നീ ഇപ്പം തുടങ്ങിയ ഗ്രൂപ്പിൽ എത്ര പേരെന്നറിയോ നിനക്ക്? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, പോയി നോക്ക്. 25 നമ്പർ കറക്റ്റ് അല്ലേ? അതിലുമുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, 3-ൽ ഒരാളെ നീ പുറത്താക്കി, 2 പേര് ഇപ്പോഴും അതിനകത്ത് എൻ്റെ ആളുണ്ട്. നീ അവിടെ പറയണ സർവ്വ സാധനവും ഞാൻ നിനക്ക് ഇപ്പം പറഞ്ഞുതരാം. വോയിസ് ഒന്നും കേൾപ്പിക്കത്തില്ല, അങ്ങനെ നിന്നിട്ടുണ്ട്. പക്ഷേ നീ ഇട്ടിട്ട് പോയ ഗ്രൂപ്പിലെ സാധനം എൻ്റെ കയ്യിലുണ്ട്. അത് നമുക്കൊന്ന് കേട്ടാലോ? കേൾക്കണം. അത് എന്തുകൊണ്ട് ഞാൻ ലൈവിൽ പ്ലേ ചെയ്യിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളുടെ രീതി എന്താണെന്ന് നിങ്ങൾ അറിയണം. ആമി യൂസഫിൻ്റെ വിഷയം എടുക്കരുത് എന്ന് എൻ്റെ അടുത്ത് വിനു പറഞ്ഞിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമി യൂസഫിൻ്റെ സുഹൃത്ത് ഷെഫീന ആയിരുന്നില്ല, വിനീതായിരുന്നു. അതിന് എന്തുകൊണ്ട് അവൻ എടുക്കരുതെന്ന് പറഞ്ഞത് എനിക്കറിയത്തില്ല. ഞാൻ അതുകൊണ്ടാണ് ആ സബ്ജക്റ്റ് എടുക്കാതിരുന്നത്. പക്ഷെ ആമി യൂസഫ് എന്താണെന്ന് നിങ്ങളറിയണം, നിങ്ങൾക്ക് മനസ്സിലാകണം. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ പ്ലേ ചെയ്യുന്നത് കേട്ടോ. ഞാൻ കുറേ നേരമായി ഓരോന്നും ചോദിക്കുന്നു, ഒന്നിന് റിപ്ലൈ തന്നില്ല. ഒരു ഹായ് തരാൻ പറ്റുമോ? ആവണി ഞാൻ കണ്ടില്ല ഊട്ടി, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ കണ്ടില്ലടേ, ഞാൻ കണ്ടില്ല, സോറി. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഷെഫീന എന്തൊക്കെയാണ് ആ സ്ത്രീ വന്നിരുന്ന് പറയുന്നത്? പാവം ആ ഉമ്മായെ പറയുന്നതിന് സങ്കടം തോന്നുന്നു. അതിനകത്തൊന്നും ഒരു വിഷമം വിചാരിക്കേണ്ട. ഒരു 3rd റേറ്റ് ക്രിമിനൽ ഇരുന്ന് പറഞ്ഞാൽ മാത്രം നശിപ്പിക്കപ്പെടാനുള്ളതല്ല എൻ്റെ ഉമ്മായുടെ അഭിമാനം. എൻ്റെ ഉമ്മാക്ക് അത്ര അഭിമാനമുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു 3rd റേറ്റ് ക്രിമിനൽ ഇരുന്ന് കൊണ്ട് പറയുന്നതിനകത്ത് ഒരു വാല്യൂ കൊടുക്കണ്ട. അവൾക്ക് നന്നായി അറിയാം അവളുടെ ഏറ്റവും വലിയ ശത്രുവായി ഞാനിവിടെ ഉണ്ടാകും. ഇവൾ പറയുന്നത് കേട്ട് വിശ്വസിച്ച് ഇവളുടെ ഗ്രൂപ്പിൽ കയറിയിരിക്കുന്ന പെണ്ണുങ്ങളോട് എനിക്ക് ഒരു ചോദ്യമേ ഉള്ളൂ. അത് അവിടെ ഒരു പെണ്ണ് ചോദിച്ചിട്ടുമുണ്ട്. സിമ്പിളാണ്. 4.5 വർഷമായി ഷെഫീനയുടെ നാട് വിട്ട് ഈ നാട്ടിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് 4.5 വർഷമായി. അവൾ എവിടെ താമസിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ താമസിക്കുന്ന സ്ഥലം അവൾക്കറിയാം. ഞാൻ എവിടെയാണ് താമസിക്കുന്നത്, എൻ്റെ കുട്ടികൾ എവിടെ പഠിപ്പിക്കുന്നു, എൻ്റെ കുട്ടികൾ എവിടെ പഠിക്കുന്നു ഒക്കെ അവൾക്കറിയാം. വിരളി തൊടാൻ പറ്റിയോ അവൾക്ക്? വീരവാദം പലതും പറയും. അത് കേട്ട് ക്യാഷ് ഇട്ട് കൊടുത്ത് പറ്റിക്കപ്പെടരുതെന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങൾ തനിച്ച് നിങ്ങൾക്ക് എന്നോട് ഒബ്ജക്ഷൻ ഉണ്ടോ പറഞ്ഞോ. പിന്നെ അതിനകത്തൊരു താത്ത ഉണ്ട്. പൊന്നുമോളെ താത്ത പറഞ്ഞ കാര്യങ്ങൾ താത്തായുടെ മകൾ പോലും താത്തായോട് വന്ന് പറയുന്നു. അത് തെറ്റാണ് ഉമ്മ ആ ഗ്രൂപ്പിൽ ഇരിക്കരുത് ഉമ്മ എന്ന് മകൾ പോലും വന്ന് പറയുന്നുണ്ടെങ്കിൽ താത്തായുടെ തലച്ചോറിൽ എന്താ അത് കയറാത്തെ? താത്താക്ക് മനസ്സിലായില്ലേ? താത്ത പറഞ്ഞ തെറികൾ താത്ത തിരിച്ചൊന്ന് കേട്ടു നോക്ക്. താത്ത തിരിച്ച് കേൾക്കുമ്പോൾ താത്താക്ക് മനസ്സിലാവും ഷെഫീനയല്ല താത്തയാണ് കുഴപ്പമെന്ന്. ഷെഫീന അങ്ങനെ തെറി വിളിക്കാറില്ല അകാരണമായി. താത്തയും ഞാനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മുഹമ്മദ് റസൂലിനെ ഞാൻ പറഞ്ഞു അല്ലേ? മുഹമ്മദ് റസൂൽ ചെയ്ത തെറ്റെന്താണെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഞാൻ എന്താ തെറ്റായി പറഞ്ഞു? അദ്ദേഹം 13 വിവാഹം കഴിച്ചോ ഇല്ലയോ? കഴിച്ചു എന്നല്ലേ ഞാനും പറഞ്ഞുള്ളൂ. തെറ്റെന്താ അതിനകത്ത്? അദ്ദേഹം 13 വിവാഹം കഴിച്ചു, എവിഡൻസ് ആണ്. അദ്ദേഹം 6 വയസ്സുള്ള ഒരു കുട്ടിയെ 53ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു. തെറ്റാണോ? ശരിയല്ലേ? അദ്ദേഹം സുന്നത്ത് കല്യാണം ചെയ്തിട്ടില്ല, ശരിയല്ലേ? ഹദീസോ ഖുർആനോ എടുത്തു വെച്ചാണോ പറഞ്ഞത്? നടന്ന സംഭവമല്ലേ പറഞ്ഞത്? ഏറ്റവും മോശപ്പെട്ട രീതികൾ സ്ത്രീകളെ അഭിഷേപിക്കുന്നത് ഇസ്ലാം മതത്തിലുള്ളവരാണ് എന്ന് പറഞ്ഞപ്പോൾ അത് ആണുങ്ങളെ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതങ്ങനെയല്ല, അതിലെ പെണ്ണുങ്ങളും അതിനേക്കാൾ വിഷമാണെന്ന് നീ തെളിയിച്ചില്ലേ? തായ്ത്താത്തയുടെ കുടുംബക്കാർ ഇത് കാണുന്നുണ്ടെങ്കിലേ തായ്ത്താത്ത നമ്പർ 1 ഫസ്റ്റ് ക്ലാസ് മോശപ്പെട്ട സ്ത്രീയാണ്. അത് പ്രോസ്റ്റിറ്റ്യൂട്ടാണെന്ന് ഞാൻ പറയത്തില്ല, അത് കാണാത്ത കാര്യം ഞാൻ പറയരുതല്ല, അങ്ങനെയൊന്നുമല്ല. പക്ഷേ മനസ്സ് നിറച്ച് വിഷചിന്തകളുള്ള ഒരു വേഷജന്മം, മനസ്സുകൊണ്ട് വ്യഭിചാരം ചെയ്യുന്ന ഒരു വേഷജന്മം. മറ്റുള്ളവർ പോലും അത് നിലത്ത് ചെറിയ പെമ്പിള്ളരുണ്ട്, അവർ വിലക്കുന്നുണ്ട്, ഇത്തരം സംസാരം വേണ്ട, ഇത് പാടില്ല. പക്ഷെ തായ്ത്താത്തയ്ക്ക് സുഖം, തായ്ത്താത്തയ്ക്ക് അത് കേൾക്കണം ശൈലജ, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഈ അല്ല അത് നെറ്റിലിട്ട് നോക്കൂ. 9 ഭാര്യമാരാണ് 13 നെറ്റിലിട്ട് നോക്കൂ. ഞാൻ നെറ്റിൽ നിന്നാണ് മനസ്സിലാക്കിയത്. എനിക്ക് ഒരു വാപ്പമാർ പറഞ്ഞു തന്നില്ല. ഇന്റർനെറ്റിലുണ്ട് 13 ഭാര്യമാർ, അവരുടെ പേര് വിവരങ്ങളും ഉണ്ട്. 12 ഉണ്ടായിരുന്നു അയാൾ മരിക്കുന്നത് വരെ. ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി ഖദീജ. എനിക്ക് ഈ കഥ അറിയുള്ളൂ, ഞാൻ ഇതേ പറയുന്നുള്ളൂ. പിന്നെ എൻ്റെ 2 മക്കളെ ഞാൻ സുന്നത്ത് ചെയ്തിട്ടില്ല, പള്ളിക്കാരെന്നെ പുറത്താക്കിയിട്ടില്ല. ഞാൻ ഫസഹ് കൊടുത്ത വ്യക്തിയാണ്. എൻ്റെ ആദ്യ ഭർത്താവുമായിട്ടുള്ള പ്രശ്നത്തിൽ ഞാനാണ് ഫസഹ് കൊടുത്തത്. അപ്പം ഈ നിയമങ്ങളൊക്കെ ഞാനും പറഞ്ഞുള്ളൂ. അത് നോവുന്നൊരു മാറിയിരുന്ന് കരഞ്ഞു, ഒരു രക്ഷയില്ല അതിനകത്ത്, തിരിച്ചു പറിച്ചിലൊന്നും അതിനകത്തില്ല. അതവിടെ നിൽക്കട്ടെ. തായ്ത്താത്താക്ക് കേൾക്കേണ്ടത് എന്താണ്? സെക്സാണ്. ഇവിടെ നഗ്നപൂജയും ചാത്തൻ സേവയും എന്ന് പറയുന്നവർ അവിടെ നടത്തിയത് സെക്ഷൽ എഡ്യൂക്കേഷനും ചാത്തൻ സേവയും തന്നെയാണ്. ഫിജോയ്ക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്.
ഫിജോ എത്ര മാച്ചാലും മാറാത്തൊരു സാധനം എന്താണെന്നറിയാം, 2-3 ഫേസ്ബുക്ക് ഇവിടെ കിടപ്പുണ്ട്. അതിനകത്ത് ഷെയർ ചെയ്തിട്ടിരിക്കുന്ന നാടകങ്ങളിൽ ഫിജോ എന്താണെന്ന് കൃത്യമായിട്ടുണ്ട്. ആരൊക്കെയാണ് ചാത്തൻ സേവയെന്നും ആരാണ് നഗ്നപൂജ നടത്തുന്നതെന്നും ആരാണ് എന്താണ് ചെയ്യണതെന്നൊക്കെ കൃത്യമായ ഇതിനകത്തുണ്ട്. ഫിജോയുടെ ഗ്രൂപ്പായി മാറിയിരിക്കുന്നു ജട്ടി ജിനുവിൻ്റെ സദാചാര കൂട്ടായ്മ. തനൂജയ്ക്ക് വേണ്ടി വാദിച്ച നിങ്ങൾ തനൂജയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഗ്രൂപ്പിൽ തനൂജ ഇല്ലാതെ എന്താ ചെയ്യുന്നത്? ഒന്ന് പറയാമോ? തനൂജയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഗ്രൂപ്പ് തുടങ്ങിയെന്ന് പറയുന്നത്. ഓക്കെ, തനൂജ ഇല്ലാത്ത ഒരു ഗ്രൂപ്പിൽ ഇവരവിടെ എന്താ ചെയ്യണേ അതൊന്ന് പറഞ്ഞു തന്നാണ്, കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ചുമ്മാ തമാശ ഉണ്ടാ. ജട്ടി ജിനു വലിയ സദാചാരവാദമൊക്കെ പറയുന്ന ജട്ടി ജിനുവിൻ്റെ ഗ്രൂപ്പിൽ നടന്ന സാധനമാണോ? കേൾക്കാം. അസാധ്യം. അവര് സെക്ഷലി അൺഫിറ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. ആദ്യത്തെ ഭർത്താവർക്ക് അവര് സെക്ഷലി അൺഫിറ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഇതാരുടെ വോയിസ് എന്നറിയാമോ? ആമി യൂസുഫിന്റെ വോയിസ് ആണ്. നിങ്ങൾ ചോദിക്കുന്ന സൗഹൃദങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് പറ്റിയത്, നിങ്ങൾ എന്തിനാ സൗഹൃദങ്ങളെ മറുത്ത് പറയണേന്ന്. ഒരു സൗഹൃദം ഇതുപോലെ സംസാരിക്കുമോ? ഞാൻ സെക്ഷലി അൺഫിറ്റ് ആണെന്ന് ഒരു സാധനം അവിടെ ഇട്ടു കൊടുക്കുകയാണ്. ഇത് ഏറ്റുപിടിച്ചുകൊണ്ട് ബാക്കിയുള്ളവരും. അപ്പോൾ ഫിജോ പറയണതിൽ തെറ്റില്ലേ? ഫിജോ പറയണത് ഞാൻ സെക്സ് റാക്കറ്റായിരുന്നു, അല്ലെങ്കിൽ അവിടെ പെൺവാണിഫക്കാരിയായിരുന്നു എന്നാ പറയണേ. അപ്പോൾ എനിക്ക് വലിയ യോഗ്യതയൊന്നും ഇല്ലല്ലേ? എന്താ ഒരു അസുഖത്തിന്റെ പേരൊക്കെ പറയാം, പയ്യെ പറയാം. ഇവള് പറയണത് കേൾക്കുക നിങ്ങൾ. ആദ്യത്തെ ഭർത്താവർക്ക് കോഴ്സ് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര പെയിനാണ്. അവർക്ക് അതെന്തോ ഒരു അസുഖമാണ്, എനിക്ക് എന്റെ പേര് അറിഞ്ഞോളാം. അപ്പം അതുകൊണ്ടാണ് ആദ്യത്തെ ഭർത്താവ് അവരെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചത്. അവർക്ക് അറിയില്ലല്ലോ, അയാൾക്ക് കാണാൻ അയാൾക്ക് അറിയില്ലല്ലോ സ്ത്രീകൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന്. എന്നിട്ട് ഒരു പലക എടുത്തിട്ട് ഒറ്റാടി കൊടുത്തിട്ടാണെങ്കിൽ പല്ല് 2 പല്ലാണ് അവരുടെ ഇളകി പോയത്. അവിടുന്ന് അവർ ജീവനം കൊണ്ടുപോയി. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കല്യാണം കഴിച്ച അയാളും ആടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അവർക്കത് പറ്റൂല, ഭയങ്കര പെയിൻഫുൾ ആണ് അവർക്ക്. അപ്പം പക്ഷെ അത് കുട്ടിയുണ്ടായി എന്നുള്ളതൊന്നും ഇപ്പൊ എനിക്ക് മനസ്സിലായി. വിനു വന്ന ദിവസം അടുത്ത ദിവാൻ കോട്ടിട്ട് നീ വന്ന് കിടന്നത് സൗണ്ട് കേൾക്കാനല്ല, ഞങ്ങൾ തമ്മിൽ പ്രോഗ്രാം ഉണ്ടോ ഇല്ലയെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അല്ലേ? വെരി ഗുഡ്. സെക്ഷൽ ഫ്രസ്ട്രേഷൻ നിനക്കുണ്ട്. 24 മണിക്കൂറും അസുഖം പറഞ്ഞ് പരാതി പറഞ്ഞ് വീട്ടിലെ ജോലികൾ ചെയ്യാതിരിക്കാൻ വേണ്ടി നീ കാണിക്കുന്ന കുത്സിതത്തിന് അയാൾ നിന്നെ തൊടാറില്ല. അപ്പം നിനക്ക് നല്ല സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അത് എൻ്റെ തലയെ കൊണ്ട് വയ്ക്കുന്നല്ലേടി. എനിക്കിതിലല്ലേ തമാശ. ഓ ഈ സാധനം അൺസ്റ്റേബിളാണ്. ഈ അൺഫിറ്റ് എന്നുള്ളതിനുള്ള എന്താ പറയുക, അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ അവർക്ക് ഒരിക്കലും ആ ഒരു സെക്ഷൽ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഫ്രസ്ട്രേഷനാണ് ഇവർക്ക് കാണിക്കുന്നത് മുഴുവൻ. അതിന് കുറേ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തതാ, എന്നിട്ടും അതിന് വ്യത്യാസം. അതൊക്കെ അവരുടെ അഭിനയാണ്. അത് അവര് നമ്മളോട് പറയണല്ലേ, അത് അവര് പ്രൂവ് ചെയ്യിക്കണത് അവര് സ്റ്റിൽ ലൈക്ക് എ വെർജിൻ കാണിക്കാൻ വേണ്ടിയായിരിക്കും. 2 പ്രസവിച്ച് ഞാൻ വെർജിനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഏതായാലും ആമി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ശരിയാണ്, എനിക്ക് അങ്ങനെ ഒരു അസുഖമുണ്ട്. പക്ഷെ നീ കണ്ട സർട്ടിഫിക്കറ്റ് നിനക്ക് ഓർമ്മയുണ്ട? ഏത് ഡോക്ടറെന്ന് ഓർമ്മയുണ്ട? ഞാൻ കണ്ട ഏതെങ്കിലും ഒരു ഡോക്ടറിനെ ഒന്ന് പറയാൻ പറ്റുമോ? ഒരു ഗൈനക്കോളജിനെ ഒരു കഴിഞ്ഞ 14 വർഷത്തിന് ശേഷം, എൻ്റെ കുട്ടിയുടെ പ്രസവത്തിന് ശേഷം ഒരു ഗൈനക്കോളജിസ്റ്റിനെ ഞാൻ കാണിച്ചതായിട്ട് ഒരു ഡോക്യുമെൻ്റ് കൊണ്ടുവയ്ക്കാമോ? ഈ പറഞ്ഞ കൂട്ടത്തിൽ ആരെങ്കിലും? നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയില്ല. എന്താണ് ആമി അവിടെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് സെക്ഷുവലി ഭയങ്കര കുഴപ്പമാണ്. എനിക്ക് സെക്ഷുവൽ പറ്റത്തില്ല, പെയിൻഫുള്ളാണ്. സെക്ഷുവൽ ഇൻ്റർകോഴ്സ് എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരാളാണ്. നിങ്ങളത് വിശ്വസിക്കുകയും നിങ്ങളത് എടുത്തു വെച്ച് പറയുകയും ചെയ്താൽ തോൽക്കുന്നത് ആരാണ്? നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾ പറയുന്നത് എനിക്ക് 3ഉം 4ഉം കെട്ടിയവനെന്നാണ്. 3ഉം 4ഉം കെട്ടിയവനുള്ള എനിക്ക് ഈ ഒരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും പേര് എൻ്റെ പിറകെ നിൽക്കുമോ? എന്ത് മനസ്സിലായി? ആരാത് ചെയ്യിക്കണേന്ന് മനസ്സിലായില്ലേ? എനിക്കും ഡൗട്ടുണ്ട്. ഈ ആമി വിനുവിന് വേണ്ടിയിട്ട് ഇത് പറഞ്ഞതാണോന്നും എനിക്ക് ഡൗട്ടുണ്ട്. എന്തോ സംതിങ്. പക്ഷേ ഇത് പറയുമ്പം മിനിമം ഞാൻ കണ്ട ഡോക്ടറുടെ പേര് വയ്ക്കണം. സമത് ഡോക്ടറെയാണ് ഞാൻ സ്ഥിരം കാണുന്നത്. സമത് ഡോക്ടറെ അടുത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതായിട്ട് പറഞ്ഞൊന്നു കൊണ്ട് ചോദിച്ചു നോക്കുക. ഈ സമത് ഡോക്ടറുടെ നമ്പർ ഞാൻ തരാം, ചോദിച്ചു നോക്കുക. ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞതായിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കുക. സെക്ഷുവൽ ഇൻ്റർകോഴ്സ് കാരണം ഒരു പ്രശ്നം ഉണ്ടായി, അങ്ങനെ എനിക്ക് പെയിൻഫുള്ളായി,
ഞാൻ ആദ്യത്തെ ഭർത്താവ് പലകയെടുത്ത് എൻ്റെ മുഖത്തടിച്ചു. കഥകളാ, പല്ല് പോയി. എന്തല്ല. അവര് സെക്ഷലി അൺഫിറ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. ആദ്യത്തെ ഭർത്താവർക്ക് ഇന്റർകോഴ്സ് ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര പെയിനാണ്. അവർക്ക് അതെന്തോ ഇതിനോട് അനുബന്ധിച്ച് വരുന്ന സ്പീച്ചുകൾ കേൾക്കാം. വെർജിനൊന്നും അല്ല, ഞാൻ അതിന്റെ ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി ഒക്കെ കണ്ടിട്ടുള്ള ആളാണ്. വെർജിനെ തെളിയിക്കാനൊന്നും അല്ല. അപ്പോ അതും പൊളിഞ്ഞു. അത് വെർജിനെ തെളിയിക്കാനല്ല എന്നും പറഞ്ഞു. പിന്നെ എന്തിനാ അവിടെ വന്ന് ഈ കഥ പറയണ? പക്ഷെ എനിക്കങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് അവിടെ വന്ന് പറയുമ്പോൾ ഇത് എടുത്തു പറയുന്നവർക്ക് പ്രശ്നം ഉണ്ടാവുകയോ ഇല്ലയോ? അതുവരെ അവർ പറയണത് ഞാൻ പിഴച്ചതാണ്, 4 കെട്ടി 5 കെട്ടി എന്നൊക്കെയാണ് പറയണത്. ഇങ്ങനെ സെക്ഷലി ഒരു ഇഷ്യൂ ഉള്ള എനിക്ക് 4 5 കെട്ടാൻ പറ്റൂടെ? പറ്റൂ? അല്ല അമ്മ ചേച്ചി, ഞാൻ ചോദിക്കണത് ഈ ബിരിയാണി ചെമ്പിന് എന്ത് പെയിനെന്ന് ഉദ്ദേശിച്ചത്? ഹിസ്റ്ററിയൊക്കെ കണ്ടിട്ടുള്ള ആളാണ്. വെർജിനെ തെളിയിക്കാനൊന്നും. അതുപോലെ തന്നെ അത് അവര് ശരിക്കും എന്നിട്ട് അത് നമ്മുടെ നിന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മള് സുഹൃത്തുക്കളുടെ നിന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് അവര് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. നമ്മൾ സുഹൃത്തുക്കളോ? നീ സുഹൃത്തോ? നിനക്ക് സൗഹൃദത്തിന്റെ പേര് അതറിയാമോടി എന്താണെന്ന്? സൗഹൃദം എന്താണെന്ന് അറിയാമോ? അതിന്റെ വാല്യൂ എന്താണെന്നറിയാമോ? എന്താണ് നീ വിചാരിക്കുന്ന സൗഹൃദം? ഇതുപോലെ വൃത്തികേട് സൗഹൃദത്തിനെ പറ്റി പറയണ സുഹൃത്തുക്കളോ? നീ ലോകത്തൊരാൾക്കും സുഹൃത്തല്ലടി ആമി. നീ ഒരാൾക്കും സുഹൃത്തല്ല. നിനക്ക് ഒരു കാരണവശാലും ഒരാളുടെയും സൗഹൃദം പറ്റത്തില്ല. നീ അത്രയും പിഴച്ച ജന്തുവാണ്. നീ എന്ത് പോക്കൃത്തരായി ഇരുന്ന് പറയുന്നേ? നിന്റെ മോൻ ഇത് അറിയുന്നുണ്ടോ? നീ ആ സീക്രട്ട് ഗ്രൂപ്പിൽ പറയണ ആരെയാണെന്ന് നീ വിചാരിക്കുന്നത്? ഇത് എത്ര പേർക്ക് എടുത്തോണ്ട് പോകുന്നുണ്ടെന്ന് അറിയാമോ? എത്ര പേര് ഇത് കേൾക്കുന്നുണ്ടെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? നിന്റെ മോന് നീ സമ്പാദിച്ചു കൊടുക്കുന്ന പേരെന്താണ്? നിന്റെ മകന് നീ സമ്പാദിച്ചു കൊടുക്കുന്ന പേരെന്താണ്? എന്നറിയോ? അത് യാദൃച്ഛികം ഞാൻ കണ്ടൊരു കാര്യമാണ്. അവരുടെ വായിന്ന് വീണൊരു കാര്യത്തിൽ. അല്ല, ഇത് റസീന കണ്ടില്ലേ? ഇങ്ങനെ യാദൃച്ഛികം നീ മാത്രം കണ്ട്, റസീന കണ്ടില്ല അല്ലേ? ഞാൻ അന്നേരം അവരോട് ചോദിച്ചപ്പോ അവര് എന്നോട് വ്യക്തമായിട്ടൊന്നും പറഞ്ഞും കൂടിയില്ല. പിന്നെ നമ്മള് ആവശ്യമില്ലാത്ത ഒരാളുടെ പേഴ്സണൽ വിഷയങ്ങളിൽ കയറിയിട്ട് ഇടപെടാത്തത് കൊണ്ട്. അല്ല, ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുന്നത്. എൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നവരൊക്കെ എൻ്റെ ഈ കാര്യങ്ങളൊക്കെയാണോ ചെക്ക് ചെയ്യുന്നത്? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും. എന്നോട് ചോദിച്ചിട്ടില്ല. എന്നോട് ചോദിച്ചത് അപ്പോഴും ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ലെന്ന്. എനിക്കങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ ഇവളോട് പറഞ്ഞാൽ ഇവള് മാർഗം കണ്ടെത്തും. ഇവളെന്താ ഡോക്ടർ? ഷെഫീഡാ, ഈ നാറികൾക്കൊക്കെ ഉളുപ്പൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ പറയാം. ഇവളെയാണോ സാഹിത്യകാരി? അതുകൊണ്ട് മാത്രമേ സബ്ജക്റ്റ് എടുത്തത്. നമ്മൾ ഇന്നലെ അവിടെ ചെന്ന് കുറേ പറഞ്ഞപ്പോഴത്തേക്ക് ഇന്നലെ എനിക്ക് ഗ്രൂപ്പിൽ നിന്ന് കുറച്ച് വർത്തമാനം ഉണ്ടായി. അവർ ചോദിച്ചു എന്തിനാ അവരുടെ ചാനലിൽ പോയിരുന്ന അവരെ അങ്ങനെ പറഞ്ഞു, മോശം പറഞ്ഞു. എന്തിനോ അല്ല, നിങ്ങൾ നല്ല സുനാണോ, നിങ്ങൾ നല്ല ഗുണമാണോ, നിങ്ങൾ നല്ല ജനമാണോ, ഇങ്ങനെയല്ലേ സംസാരിക്കുന്നേ? നമ്മൾ പൊട്ടിത്തെറിച്ചല്ലേ വർത്തമാനം പറയുന്നേ? ഇപ്പം ഡിഫറൻസ് കാണുമ്പോൾ ഇവർ വിചാരിക്കും സമാധാനപരമായി സംസാരിക്കുന്ന ഇവള് നല്ലവളാണെന്ന്. ഈ പറയണ എന്താണെന്ന് നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇവക്ക് സെക്ഷൽ ടോക്ക് വേണം. അതിന് ഗ്രൂപ്പിലേക്ക് ഇട്ടുകൊടുത്ത ഒരു കാര്യമാണ്. ഈ ചർച്ച വികസിക്കുന്നുണ്ട്, ചെറുതൊന്നുമല്ല. 1 മണിക്കൂർ നേരം ഈ ചർച്ച വികസിച്ച് പോകുന്നുണ്ട്. ഇത് കേൾപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല. നീ ഒളിച്ചു വെച്ച നിന്റെ സീക്രട്ട് ഗ്രൂപ്പിലെ ചർച്ചയാണ് ഞാൻ എടുത്ത. നീ ഇപ്പോൾ തുടങ്ങിയ ഗ്രൂപ്പിൽ ഞാനുണ്ട്. 25 പേരടങ്ങുന്ന നിന്റെ സംഘത്തിൽ ഞാനുണ്ട്. പിന്നെ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞൊരു സ്ത്രീ വന്നിട്ടുണ്ട്. അവളുടെ ചരിത്രം ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് കയറിയിരിക്കുന്ന പെണ്ണുങ്ങളെ യൂട്യൂബ് സഹിച്ചതാ, അല്ലെങ്കിൽ എന്താ പറയുക, ഗൂഗിളിൽ ചതിച്ചതാ അവളെ. അവൾ പറഞ്ഞ രോഗനിർണയവും രോഗത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വർത്തമാനവും അത് ഡോക്ടർ പറയുന്ന കണക്ക് പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചല്ലേ? അവളുടെ ചരിത്രം എന്താണെന്നും അവൾ ആരാണെന്നും അവൾ എവിടെ ഇരുന്നാണ്, ആ വാട്സപ്പ് മാത്രമല്ല അവൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്നും കൃത്യമായുള്ള സാധനം, ഫുൾ എവിഡൻസ് ഇപ്പം തരാം. വെയിറ്റ് ചെയ്തോണേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കൂടെ നിൽക്കുന്നവരെ സൂക്ഷിച്ചാൽ മതി, ശത്രുക്കളെ പേടിക്കേണ്ട. സത്യം. ജെട്ടിയുടെ എല്ലാ ജെട്ടികളും കീറി കോണകം തപ്പി പോകേണ്ടി വരുന്ന അവസ്ഥ അവൻ്റെ ചാനലിൽ അല്ലെങ്കിൽ അവൻ്റെ വാട്സപ്പ് കൂട്ടായ്മയിൽ നടക്കുന്ന അവിഹിതമാണ്. സുലേഖയ്ക്ക് നീതിക്ക് വേണ്ടി പോരാടിയവൻ റസീനയ്ക്ക് നീതി നേടിക്കൊടുക്കുന്ന രീതിയിലേ നിങ്ങൾ കണ്ടത്. അതിൽ തന്നെ തെളിഞ്ഞില്ലേ അവിഹിതം വെളുപ്പിക്കാൻ നടക്കുന്നവനാണെന്ന്. തനൂജയ്ക്ക് വേണ്ടിയിട്ട് സംസാരിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. ശരി, ഷെഫീനയ്ക്കെതിരെ നിർത്താൻ പറ്റിയ നല്ല ഒരു ടൈം തനൂജ തന്നെയാണ്. കാരണം തനൂജ പറയുന്നത് ഞാൻ പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റും വക്രീകരണവുമാണ്.
അതുകൊണ്ട് തന്നെ ഞാൻ സൈലൻ്റ് ആയത്. ഞാൻ മിണ്ടാൻ പോവാ. 3 വീഡിയോകൾ എനിക്കെതിരെ ചെയ്തപ്പോഴും ഞാൻ മിണ്ടാതിരുന്നത് അതിനോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പോൾ റസീന കടപ്പുറം വേശ വന്നിട്ട് പറഞ്ഞു, ഇല്ല നിങ്ങൾ സംസാരിക്കണം. ഇവരുടെ കൂട്ടത്തിൽ അവൾ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. എൻ്റെ കൂടെ നിൽക്കുന്ന കൊച്ചായിട്ടാണ് എനിക്ക് തോന്നിയത്. അന്നേ ഇവൾ അവരുടെ കൂട്ടത്തിലായിരുന്നു. അതുകൊണ്ടാണല്ലോ അവൾ ആ സാധനം കൊണ്ടൊന്ന് എനിക്ക് ഇട്ട് തന്നിട്ട് ഈ ഉണ്ടാക്കിയത്. പിന്നെ എന്ത് വന്നിട്ടും അസ്ലാം മാളി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യവും ഞാൻ പുറത്തേക്ക് വിട്ടില്ല. ഒരു കാര്യവും ഞാൻ പുറത്തേക്ക് പറയാൻ പോയില്ല. അസ്ലാം മാളിയെ ഞാൻ അങ്ങനെ സേവ് ചെയ്ത് പൊത്തിപ്പിടിച്ചത് എൻ്റെ എത്തിക്സിനെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് അവളോട് ഞാൻ പറഞ്ഞിരുന്നു. പെൺകുട്ടികളെ ഞാൻ ആക്രമിക്കില്ല. ആ ധാരണയിലാണ് മിടുക്കി എവിടെ ഇരുന്നുകൊണ്ട് തൊള്ള ഉറക്കുന്നത്. അവൾ കാണിച്ച ഡ്യൂപ്ലിക്കേറ്റും അവൾ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് യൂട്യൂബ് തുടങ്ങി വെച്ചതും അത് വെറുതെ വധാവിലാണെന്ന്, അവൾ വെറും താഴ്ന്ന സാധനമാണെന്ന്, അവളെ സ്റ്റാൻഡേർഡ് എന്താണെന്നും ജനങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ ഉപകരിച്ചെങ്കിൽ അത് വലിയൊരു കാര്യമല്ലേ. അന്ന് അതിനെ കുറിച്ച് ചോദിച്ചാൽ മാത്രം ഞാൻ പറയും. അല്ല ചേച്ചി, ഞാൻ ചോദിക്കണത് ഈ ബിരിയാണി ചെമ്പിന് എന്ത് പെയിനെന്ന് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ അത് അവര് ശരിക്കും എന്നിട്ട് അത് നമ്മുടെ മറയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മള് സുഹൃത്തുക്കളുടെ മറയ്ക്കാൻ വേണ്ടിയിട്ട് അവര് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്നറിയോ? അത് യാദൃച്ഛികം ഞാൻ കണ്ടൊരു കാര്യമാണ്. അവരുടെ വായിന്ന് വീണൊരു കാര്യത്തിന്റെ ഞാൻ അന്നേരം അവരോട് ചോദിച്ചപ്പോ അവര് എന്നോട് വ്യക്തമായിട്ടൊന്നും പറഞ്ഞും കൂടിയില്ല. പിന്നെ നമ്മള് ആവശ്യമില്ലാത്ത ഒരാളുടെ പേഴ്സണൽ വിഷയങ്ങളിൽ കയറിയിട്ട് ഇടപെടാത്തത് കൊണ്ട് അന്ന് അതിനെ കുറിച്ച് അയ്യോടി ആമി, നീ എൻ്റെ അടുത്ത് സെക്സ് ചോദിച്ചാലും മാത്രം ഞാനത് പറഞ്ഞു തരത്തില്ല. ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ ചെയ്യുന്ന സെക്സിനെ പറ്റിയൊക്കെ നീ എന്നോട് ചോദിച്ചാൽ എനിക്ക് നല്ല സുഖമില്ല പറയാം. അത് നീ വിനുവിനോട് ചോദിക്കും, വിനു പറഞ്ഞു തരും. നിങ്ങളാണല്ലോ കൂട്ട്, നീ വിനു ആണല്ലോ ബെസ്റ്റി. അവനോട് ചോദിച്ചാൽ മതി, അവൻ പറഞ്ഞു തരും. ഞാനതൊന്നും നിൻ്റെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നതിന് താല്പര്യവുമില്ല, ഞാൻ പറയത്തില്ല. പിന്നെ നീ യാദൃച്ഛിക കാണാൻ ഇവിടെ ഉള്ള സാധനമായിരിക്കണം നീ കണ്ടത്. ഇവിടെ ഇല്ലാത്തൊരു സാധനം നീ കണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഏതായാലും എനിക്ക് നന്ദിയുണ്ട്. കാരണം അവർക്ക് തന്നെ മനസ്സിലാക്കി കൊടുത്തു നീ ഫേക്കാണ്. മനസ്സിലായോ? നീ തന്നെ ആ ഡീറ്റെയിൽ കൊണ്ടുവന്ന് വിനുവിന് കൊടുക്കുമ്പോൾ നീ അവർക്കും ഇതില്ല എനിക്കും ഇതില്ല. ഞാൻ ഇത്രയും ദിവസം മിണ്ടാതിരുന്നതും വിനു എന്നോട് മിണ്ടാതിരിക്കുക, അവളോടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു ലിങ്ക് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വിനു എന്ന പൊട്ടെനിക്കത് മനസ്സിലാകുന്നില്ല. അവൾ എന്നെ ഊക്കിയിട്ടാണ് അവിടുന്ന് ഡീറ്റെയിൽ കൊണ്ട് തരുന്നത്. ആ ഡീറ്റെയിൽ എനിക്ക് വേണ്ട, അത് വിനു തന്നെ വെച്ചോ. എന്നെ ഊക്കിയിട്ട് അവളെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽ കൊണ്ടൊന്നും എനിക്ക് തരണ്ട വിനു. അത് ഞാൻ പബ്ലിക്കായി തന്നെ പറയുകയാണ്. കൂടെ നിൽക്കുന്ന ലവളുമാരൊക്കെ ഉണ്ടം പൊരി പിജോ മുന്തു, ഇവരെ അറിയാൻ പോകുന്നതേ ഉള്ളൂ. കൂടെ പോയി 9 ദിവസം തീട്ടം നിന്ന നന്ദിയില്ലാത്ത ഒരു വിടിശിയുമുണ്ട്. എല്ലാം ഒരു കൂടെ കീഴിൽ. അതാണ് സത്യം. ബാക്കി കുറച്ചുകൂടി ഉണ്ടായിരുന്നു കേൾക്കണേ, ക്ഷമിച്ചോണേ. അതാണ് അങ്ങനെ പെയിൻഫുള്ളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും അങ്ങനെയുള്ള സംസാരമേ പറയില്ല. നമുക്കത് വെറുപ്പായിരിക്കും അല്ലെ, ആ രീതിയിലല്ലേ മുന്നോട്ട് പോകും. പക്ഷെ ഇവരുടെ വായിൽ എപ്പോഴും തന്നെയാണ്. ആഹാ, പല ടൈപ്പ് കുറവുകളുണ്ടല്ലോ. എന്നിട്ടാണ് ബാക്കിയുള്ളതൊക്കെ കുറവുകളൊക്കെ വെച്ചാൽ പരിഹരിച്ചിട്ടുള്ളത് പോകുന്നുണ്ടോ? അതൊക്കെ അതൊരു കുറവേ ഇല്ല. പക്ഷെ ഇവർക്ക് കുറവുകളുണ്ട്. അങ്ങനെയാണ് അവരാണെങ്കിൽ ചെറിയ അല്ല, ഇപ്പൊ ഈ ചിലക്കുന്ന തള്ളാക്കി കുറവുണ്ടായിട്ടാണോ എന്റെ കുറവ് പറയുന്നത്? ഈ എൻ്റെ കുറവുകളല്ലേ നിങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കുഴപ്പം, എൻ്റെ പ്രശ്നം, എൻ്റെ ഇതെന്തിനാ നിങ്ങൾ പറയണത്? നിങ്ങൾക്ക് കുറവുള്ളതുകൊണ്ടാണോ? നിങ്ങൾ എന്തിനാ എൻ്റെ കുറ്റം അവിടെ ഇരുന്ന് പറയുന്നേ? അപ്പം നിങ്ങൾക്ക് കുറവുണ്ട് അതല്ലേ? നിങ്ങളുടെ ലോജിക്കിനെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. കുറവുള്ളവരാണ് മറ്റുള്ളവരുടെ കുറ്റം പറയണത്. അപ്പം നിങ്ങൾക്ക് കുറവുണ്ടായിട്ടാണോ നിങ്ങൾ ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആക്രമിക്കാൻ വരുന്നവർക്ക് അങ്ങനത്തെ ഇവർക്ക് പെയിൻ ഉണ്ടെന്നൊന്നും അവരറിയേണ്ട കാര്യമില്ലല്ലോ. മറ്റേ ആദ്യത്തെ ആൾ ഇവരെ നിരന്തരം റേപ്പ് ചെയ്യുമായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് അവര് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടത്. അല്ലാതെ ഈ പറയുന്ന കഥകളൊന്നും അല്ല അതിന്റെ പിന്നില്. 1 വർഷം പോലും തികച്ച് എൻ്റെ ഒപ്പം വന്ന് നിൽക്കുകയോ അറിയുകയോ ചെയ്യാത്ത ഒരുത്തി 26 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് കൃത്യമായിട്ട്. നീ ആയിരുന്നോ എൻ്റെ മാപ്പിളയുടെ കൂടെ? അങ്ങേരെ കൂടെ നീ ആയിരുന്ന? അയാൾ റേപ്പാണ് അതിനെ ചെയ്യുന്നത്. ഒരു കണക്കിന് ഭയങ്കരമായിട്ട് തോറ്റുപോയൊരു സ്ത്രീയാണ് അവര്. കുറവുകൾ ഉള്ളവരാണ് എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു സുഹൃത്തുണ്ട്, ഒരു ഷാജഹാൻ. റസീനയോട് ചോദിച്ചാൽ മതി ആളിന്റെ സ്വഭാവം. കണ്ണന് കാഴ്ചയില്ല, ജനിച്ചപ്പോഴേ കാഴ്ചയില്ല. പക്ഷെ അയാൾ ഒരു 5 മിനിറ്റ് നമുക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷെ അയാളുടെ കയ്യിൽ നിന്ന് ഒരു 10,000 രൂപ നിനക്ക് നക്കി തിന്നാൻ കൊള്ളായിരുന്നു അല്ലേ? ഷാജു ഇത് കാണുന്നുണ്ടല്ലോ.
ഷാജുവിനെയാണ് അവൾ പറഞ്ഞത്. ഷാജു എന്നെ വിലക്കിയില്ലേ? കൂടെ നിന്നതല്ലേ അമ്മ, പറയണ്ട, അവളെപ്പറ്റി പറയണ്ട എന്ന് ഷാജു വിലക്കിയില്ലേ? ഓരോരുത്തർക്കുള്ള ഊക്കുണ്ട്. ഷാജു ഒന്നും കൂടെ കേട്ടോ, ഷാജു അത് കേൾക്കണം. കുറവുകൾ ഉള്ളവരാണ് എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇവരുടെ ഒരു സുഹൃത്തുണ്ട്, ഒരു ഷാജഹാൻ. റഫീനയോട് ചോദിച്ചാൽ മതി ആളിന്റെ സ്വഭാവം. കണ്ണന് കാഴ്ചയില്ല, ജനിച്ചപ്പോഴേ കാഴ്ചയില്ല. പക്ഷെ അയാൾ ഒരു 5 മിനിറ്റ് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ തിരുവനന്തപുരത്ത് എവിടെ ഉണ്ടെങ്കിലും ആ കുഞ്ഞ് ഓടി വരും എന്നെ കാണാനായിട്ട്. കാഴ്ചയില്ല അവന്. എൻ്റെ സ്വരം കേട്ടാൽ മതി, എന്നെ ഒന്ന് തൊട്ടാൽ മതി. പാവം, ഉമ്മാന്നാ വിളിക്കുന്നത്. ആ പയ്യൻ ഉമ്മയുടെ കൂട്ടുകാരിയാണെന്ന് ഒരൊറ്റ കൺസിഡറേഷനിൽ 10,000 രൂപ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു ഈ സാധനത്തിന്. അവൻ്റെ പണവും വാങ്ങി നക്കിയിട്ടാണ് ആ പാവപ്പെട്ടവനെ ഈ വൃത്തിയോട് പറയുന്നത്. പൈസ തിരിച്ചു കുറി മര്യാദയ്ക്ക്, അവൻ്റെ പണം തിരിച്ചു കുറി. നാണം കെട്ടോളെ. 10,000 രൂപ ആ ചെറുക്കൻ്റെ കയ്യിൽ നിന്ന്. അവൻ പാവപ്പെട്ടവൻ കഷ്ടപ്പെട്ട്, കണ്ണ് കാഴ്ചയില്ലാതെ അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഇവള് ചോദിച്ച ഉടനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ ചെറുക്കനെ പറയുന്നത്, കണ്ണ് കാണാൻ വയ്യാത്ത ഒരു ചെറുക്കനെ പറയുന്നതാണ്. സാഹിത്യകാരി. കുറവുകൾ ഉള്ളവരാണ് എപ്പോഴും മറ്റുള്ള സാധാരണ ചാണ്ടയിലൊരു ചതിച്ചതിന്റെ താണ്ഡവമായിരുന്നു ഇവിടെ വൈകിട്ട് വീട്ടിൽ കിടന്നവരാടിയത്. ചാണ്ടയിലൊരു ചതിച്ചതിന്റെ താണ്ഡവമായിരുന്നു ഇവിടെ വൈകിട്ട് വീട്ടിൽ കിടന്നവരാടിയത്. ശാന്തകുമാരി ചതിച്ചോ? ഇതിനിടയിൽ അത് സംഭവിച്ചോ? സന്തോഷവാർത്തയാണല്ലോ. ഒന്നും അറിഞ്ഞില്ല കേട്ടോ. അത് അത്ഭുതമായിട്ട് ഗ്രൂപ്പിൽ അങ്ങനെ ഒരുപാട് കയറാൻ പറ്റുന്നില്ല. ഒരിത്തിരി സമയം കിട്ടി കയറുമ്പോഴേക്കും അതിന്റെ മെസ്സേജ് ഒക്കെ ഉണ്ടാവും. ഫുൾ വായിക്കാൻ പറ്റില്ല. ആരെങ്കിലും പറയോ എന്താ സംഭവം? തോറ്റുപോയ സ്ത്രീകൾ എല്ലാവരും ഈ രീതിയിൽ വൃത്തിയോട് കാണിച്ചുകൊണ്ടല്ലോ നടക്കുന്നത്. ഒന്നല്ലെങ്കിൽ പൊതുവെ ജയിച്ച് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ നോക്കും. അതല്ലെങ്കിൽ ദൈവഭയവും ദൈവത്തെ വിളിച്ച് ആ രീതിയിൽ ചിലർ ഒതുങ്ങി അങ്ങനെ നോക്കും. അതല്ലാതെ ഇവർ ചെയ്യുന്ന പോലെ കാണുന്ന നാട്ടുകാരെ കളഞ്ചത്തെ കയറുന്ന സ്വഭാവം കാണിച്ചുകൊണ്ടാണോ തോറ്റുപോയ സ്ത്രീകളൊക്കെ ജീവിക്കുന്നത്? എന്ത് നല്ലതാണുള്ളൂ. എല്ലാം തികഞ്ഞ് മെസ്സേജ് അയക്കുന്ന ഇവളാരാണോ? എല്ലാം തികഞ്ഞ് അനേഷിച്ച കാര്യം പുള്ളിക്കാരത്തി അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ഗ്രൂപ്പിൽ അത് ആഘോഷിച്ച കാര്യം അറിഞ്ഞിട്ടുണ്ടാവും. അതും കൂടെ അത് കൈവിട്ട് പോയിട്ടുണ്ടാവും. ഇത്രയും നാൾ ആരൊക്കെ ചതിച്ചാലും പുള്ളിക്കാരെ ചെറുക്കിടാനുള്ള വിശ്വാസം ഉണ്ടായിട്ടുണ്ടാവും തലയ്ക്ക്. അത് ശാന്തകുമാരി അമ്മ ചതിച്ച എന്ന വിശ്വാസമല്ല. ശാന്തകുമാരി അമ്മയും ഞാനും തമ്മിൽ വേറെ വ്യത്യാസമില്ല. ഒരേ രീതിയിൽ ചിന്തിക്കുന്ന, എന്നെ മകളെന്ന് അക്സെപ്റ്റ് ചെയ്ത എൻ്റെ അമ്മയാണ് അവർ. എൻ്റെ ഉമ്മായോ എൻ്റെ അമ്മയോ എന്നെ ചതിക്കുമെന്ന് വിശ്വസിക്കാനും മാത്രം മന്ദബുദ്ധിയല്ല ഞാൻ. ഇനി അവർക്കങ്ങനെ തോന്നിയാലും എനിക്കതിൽ വിഷമമില്ല. ഞാൻ എൻ്റെ ഭാഗം വളരെ ക്ലിയറായിട്ട് ചെയ്തിട്ടുണ്ട്. അവരെൻ്റെ അമ്മയാണ്. അവരവരുടെ ഭാഗം വളരെ ക്ലിയറായി ചെയ്തുകൊണ്ടും ഇരിക്കുന്നുണ്ട്. പക്ഷേ അമ്മയും മകനും തമ്മിൽ, അല്ലെങ്കിൽ അമ്മയും ചെറുകുഞ്ഞും തമ്മിലുള്ള ബന്ധം പോലും വക്രീകരിച്ച് പറയണ നിങ്ങളുടെയൊന്നും മാനസിക നിലവാരത്തിൽ താന്നു വരാൻ ഞങ്ങൾക്ക് വയ്യ, സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ ഒരു സാധനത്തിന് ഞാൻ കമൻറ്റേ പറയാതിരുന്നത്. എൻ്റെ അമ്മ എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നെയാണ് എൻ്റെ അമ്മ കൺസിഡർ ചെയ്യുന്നത്, എന്നെയാണ് പൊന്നുപോലെ നോക്കുന്നത്, എന്നെ നല്ല കെയർ ചെയ്യുന്നുണ്ട്. ഈ അമ്മമാർ ജീവിച്ചിരിക്കുന്നിടം വരെ എനിക്ക് ഒരു വിഷമവും ഉണ്ടാവത്തില്ല. എന്നെ ഒന്ന് കരയാനോ ഒന്ന് സങ്കടപ്പെടാനോ പോലും അവർ അനുവദിക്കാറില്ല. ഞാൻ അവിടെ ബ്ലെസ്ഡ് ആണ്. അങ്ങനെ ഒരു അമ്മയെ കൊണ്ടുവന്ന് കാണിക്കും. ഉണ്ടോ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ആർക്കെങ്കിലും? ഞാൻ മോശപ്പെട്ടൊരു സ്ത്രീയാണെങ്കിൽ, ടീച്ചറായി റിട്ടയറായ ശാന്തകുമാരി ടീച്ചർക്ക് എൻ്റെ ഒപ്പം നിൽക്കണമെന്ന് തോന്നുന്നു. ഞാൻ അത്രയും മോശപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ, കാലത്തെ അമ്മ വിളിച്ചുണർത്തിയാലാണ് എഴുന്നേൽക്കുന്നത്. ഉറങ്ങണതിന് മുമ്പും അമ്മ വിളിച്ച് കുറേ കാര്യം പറഞ്ഞതിന് ശേഷമാണ് കിടന്നുറങ്ങുന്നത്. അതൊരു ബ്ലെസ്സിങ് ആണ്. ആ അമ്മ കൂടെ ഉണ്ട് എന്നുള്ളതൊരു ബ്ലെസ്സിങ് ആണ്. ഞാനതൊരു ബ്ലെസ്സിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. പണ്ടേ അങ്ങനെ തന്നെ അമ്മമാർ എൻ്റെ ഒപ്പമാണ് നിൽക്കാറ്. അത് എൻ്റെ ബ്ലെസ്സിങ് തന്നെയാണ്. അത് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് തോന്നിവാസം പറഞ്ഞ് ഞങ്ങൾക്കിടയിൽ കുതികാലി വെട്ടാനായിട്ട് വരണ്ട, നടക്കൂല. ആ കുത്തിത്തിരിപ്പ് ഇവിടെ ഏൽക്കില്ല. ഞാനത് എത്രയോ പ്രാവശ്യം പറഞ്ഞാണ്. എൻ്റെ അമ്മയും എൻ്റെ കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ ഇനി തിരിയാൻ. ബാക്കി എല്ലാവരും തെറ്റിച്ചു കൊണ്ടുപോയെന്ന്. സഹോദരങ്ങളെ പറയുന്നില്ല കേട്ടോ. അവിടെ ചെന്നാൽ അടി കിട്ടും നിനക്ക്. ആങ്ങളമാരെ കഴിച്ചൂടെ അറിഞ്ഞിട്ടില്ല, ചെന്ന് കയറിയാൽ മതി. അക്കമാരെ കൈ ചൂട് നന്നായിട്ട് അറിയാൻ പറ്റും. അതുപോലെ കയ്യിൽ നിന്ന് പോയ സമയത്ത് ഹാലടിയിട്ടെന്നാണ് കാണുന്നത്. അതിന് പുറത്ത് ധൈര്യം സംരക്ഷിച്ച് ഇവിടെ വന്നിട്ട് പക്ഷെ ഇപ്പം സംഭവം ആയിരിക്കും. ഒരു 10-12 മണിയോട് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. സാധാരണ നമുക്കൊരു കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആ കുറവുമായി ബന്ധപ്പെട്ട് തോറ്റുപോയ സ്ത്രീകൾ എല്ലാവരും ഡോൾഡ് ഷെഫിനെ കൊണ്ടുവന്നത് എൻ്റെ ചേട്ടാ ഈ ഒരു വോയിസ് എൻ്റെ അടുത്തൊരു 3-4 പേര് ഇൻബോക്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഡോൾഡ് ഷെഫിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും മറുപടിയും ഇൻബോക്സിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ട്. സ്ത്രീയാണെന്ന് പറഞ്ഞ് പെർമിറ്റ് നമ്മൾ വിളിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്.
ഈ ഒരു കണ്ടീഷനിൽ ചില സ്ത്രീകൾക്ക് സെക്ഷൽ അറോസ്മെന്റ് ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഇന്റർകോഴ്സിന്റെ സമയത്ത് അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് പെയിൻ അനുഭവപ്പെടാറുണ്ട്. നമുക്ക് ലൂബ്രിക്കേഷൻ വേണ്ട വിധം വരാതിരിക്കുക. ഇതവള് ഡോക്ടർ ആയതുകൊണ്ടല്ല, ഈ എക്സ്പീരിയൻസ് അവൾക്ക് ഉള്ളത് കൊണ്ടാണ്. എനിക്ക് ഈ എക്സ്പീരിയൻസ് ഇല്ല. ഈ പേരെന്തര ഹെർണി എന്നാ, വേറെ എന്തര ഒരു പേരാണ്, എന്തരാ അന്ന് എഴുതിയിടമ്മ, എന്തര ഒരു പേര് ഗ്രൂപ്പിൽ പറയുന്നു, ആ സുനാബിക്കേഷൻ ആണ് ഇവള് പറയും തോന്നണത്. എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് സെക്സിനെ ബന്ധപ്പെടാൻ ബുദ്ധിമുട്ടും, അത് ബന്ധപ്പെടുന്ന സമയത്ത് നല്ല പെയിനും വരും. നമ്മൾ മെൻസ്ട്രൽ ക്രാംസിനൊക്കെ വരുന്ന പോലത്തെ അത്രയും ഭയങ്കര ഹെവി പെയിനൊക്കെ അനുഭവപ്പെടാറുണ്ട്. ഇത് ഷെഫീനൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇരുന്ന സമയത്ത് എന്റെ അടുത്ത് ഇങ്ങനത്തെ പേഷ്യൻസ് വരികയും ആ ഒരു എക്സ്പീരിയൻസിന് മാത്രം ഞാൻ സംസാരിക്കും. അല്ലോടി, അപ്പം നീ എന്തൊരു ഗൈനക്കോളജിസ്റ്റാ സെക്സോളജിസ്റ്റാ? നിന്റെ സംസാരവും നിന്റെ സാധനങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊരു സെക്സോളജിസ്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. മോളെ, കമന്ന് കിടന്ന് ബന്ധപ്പെട്ടാലാണ് അസുഖം, മലന്ന് കിടന്ന് ബന്ധപ്പെട്ടാലാണ് അസുഖം, ഒരു കാലി മേളിലോട്ട് വെച്ച് കിടന്ന ചെയ്യുമ്പോഴാണ് അസുഖം. എങ്ങനെയാണോ സുഖം? പറയടി സെക്സോളജിസ്റ്റ്. അവിടെയുള്ളവരടുത്തൊന്ന് പറഞ്ഞുതരാം, അതും കൂടെ ഒന്ന് പഠിപ്പിച്ചു വിട്. സെക്സ് എഡ്യൂക്കേഷൻ അല്ലേ നിങ്ങളുടെ ഗ്രൂപ്പിൽ നടക്കുന്നത്. എടാ ജട്ടിനു, എടാ കാക്ക പോനെ, എടാ പന്ന കാക്കൂരി, നിന്റെ ഗ്രൂപ്പിൽ നടക്കണമല്ല നീ അറിയാം. നീ അതിനകത്തിരുന്ന് കേൾക്കുകയാണ്. പമ്മി ഇരുന്ന് പെണ്ണ് കാണുന്നില്ല അവള് പറയുന്നതാണെങ്കിൽ നീ പമ്മി ഇരുന്ന് കേൾക്കുകയാണ് ഇതല്ല അല്ലേ? ടീച്ചറമ്മയെ പറ്റി പറഞ്ഞ മോളെ എവിടെ കണ്ടാലും തൂറി വാരി എറിയണം, അത്രേ ഉള്ളൂ. അതിലിപ്പോ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇതുപോലത്തെ രണ്ട് പേഷ്യന്റിനെ എന്റെ ഈ ഒരു ലൈഫ് ടൈമിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് എന്റെ ഒരു പേഷ്യന്റും ഒന്ന് എന്റെ ഒരു ബന്ധുവാണ്. രണ്ട് കുട്ടികൾക്കും മെഡിസിൻ ഞാൻ പറഞ്ഞു കൊടുക്കുകയും അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് അവർക്കത് കണ്ട. അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, മെഡിസിൻ കൊടുത്താൽ ഇത് മാറുമെന്ന്. ഞങ്ങൾ നെറ്റിലൊന്ന് സെർച്ച് ചെയ്തു എന്താണ് ആ പേരൊന്ന് എഴുതിയിട്ടേ. ആരെങ്കിലും പേര് വായിച്ചായിരുന്നോ? ഹെർണി എന്നാ, എന്തരാ ഒരു പേര് പറഞ്ഞല്ല, സുപ്രജ എന്നാ. എന്താ ഒരു സുനാഫിക്കേഷൻ? ഞങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്തു. ആ സംഗതി ശരിയാ, ഇത് മെഡിസിനിലുള്ള തീരുക, പാർട്ട്ണർ സപ്പോർട്ട് ചെയ്യണോ അത്ര, അങ്ങനെ എന്തരാണ് പറയണത്. ഇങ്ങനെ ഒരു മാരക രോഗമുള്ള എനിക്ക് 16 കെട്ടിയവന്മാരാണ് അത്രേ. അതെങ്ങനെ സംഭവിച്ചടേ? ഡേ നിങ്ങളൊക്കെ പറയണമെന്ന് ടാലി ചെയ്ത് പറയടേ. എനിക്ക് നാട് നീളെ അവിഹിതം. നിനക്ക് 2 ഹസ്ബൻഡില്ലേടിയെന്ന്. ഇടി ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ തന്നെ ഭർത്താവ് എന്നാണ്. ഒരു വിവാഹം കഴിഞ്ഞ് അതിൽ ഡിവോഴ്സായി മറ്റൊരാളെ വിവാഹം കഴിച്ചാൽ 2 ഹസ്ബൻഡ് വരും. ശരി, ഹസ്ബൻഡല്ലേ? ബോട്ടിനകത്ത് വെച്ച് പിടിച്ചല്ലോ. ബോട്ടിനകത്ത് വെച്ച് പിടിച്ചാ ഇല്ലല്ലോ. ഉണ്ടോ? എറണാകുളത്ത് ലോഡ്ജ് വെച്ച് പിടിച്ചാ ഇല്ലല്ലോ. ശക്തി ഹോട്ടലിൽ വെച്ച് പിടിച്ചാ ഇല്ലല്ലോ. ഈ ചരിത്രമുള്ള നീ ഇരുന്നു കൊണ്ട് എന്നെ പറഞ്ഞ ഇത് കാണുന്ന പോലീസുകാർക്ക് പോലും ചിരി വരുകൂടി, കേൾക്കുന്നവർക്ക് ചിരി വരത്തില്ലേ? ചരിത്രം ആർക്കാണ് ബോട്ടമായി ഉള്ളത്? ഈ ഡോക്ടർ ഏത് വകുപ്പിൽ നിന്റെ ഡോക്ടർ? ഇവളുടെ പേര് ഞാൻ പറയട്ടെ. ശരി, നിന്റെ 25 പേര് അടങ്ങുന്ന ഗ്രൂപ്പിലുള്ള പെണ്ണുങ്ങളുടെ പേര് പറയട്ടെ, കേൾക്കണം വേണ? നീ ആരോടെ കളിക്കണേ നിനക്ക് വല്ല ബോധം ഉണ്ടാടി? 4.5 കൊല്ലമായിട്ട് നീ കൂട്ടി പിടിക്കുന്നില്ലേ ധൈര്യസമേതം? എൻ്റെ പണ്ടത്തെ രീതി അതാണ്, നിനക്കറിയത്തില്ലേ? ഞാൻ പണ്ട് പറയണ ഒരു കാര്യമാണ്, പാകിസ്ഥാൻ അടിക്കണമെങ്കിൽ പാകിസ്ഥാനിൽ പോയി അടിക്കും. ഇവിടെ നിന്നുകൊണ്ട് അടിക്കും വെട്ടും കുത്തുമെന്നല്ല. ബംഗ്ലാദേശിൽ ഒരുത്തൻ തല്ലണമെങ്കിൽ നമ്മൾ ബംഗ്ലാദേശിൽ പോയി തല്ലും, അല്ല ഞാൻ വീട്ടിൽ വരുത്തിയല്ല തല്ലുന്നത്. അതിനല്ല കേമത്തരം എന്ന് പറയണത്. ഒരാളെ അടിക്കണമെങ്കിൽ അയാളുടെ ഓട്ടയ്ക്കകത്ത് കയറി അയാളെ നെറ്റിയടി അടിച്ചിട്ട് ഇറങ്ങി വരുന്നതാണ് എൻ്റെ ശീലം. 4 ദൂരം അതല്ലേ? നീ ഏതാ ഒരു കോന്ത്രക്കളവന് സെക്സ് ചാറ്റ് അയച്ചു കൊടുത്ത് അവസാനം അയാൾ നിന്റെ തുണിയില്ലാത്ത ഫോട്ടോ പോൺ സൈറ്റിൽ കണ്ടപ്പോൾ തിരിച്ച് ചോദിച്ചാൽ നീ വീട്ടിൽ ചെന്ന് കിടന്ന് ഡ്രാമ കാണിച്ച് 10 ചാനലുകാരെയും വിളിച്ചിരുത്തി കൊണ്ടാക്കിയപ്പോൾ ഞാൻ വളിരാജിൻ്റെ വീട്ടിൽ പോയതിന് ഒരു ചാനലുകാരുടെ അടുത്തും പോകാത്തത് കണ്ട. പോകേണ്ട കാര്യം കാര്യമായിട്ട് സാധിച്ചു. ചാനലിൽ പോയി ഉണ്ടാക്കാനല്ല അത് പോയത്, പെർമനൻ്റായിട്ട് ഒരു സൊല്യൂഷനാണ് പോയത്. ആ സൊല്യൂഷൻ നടക്കുകയും ചെയ്തു ഇല്ലേ? ആ കൊച്ചിനും ആ കൊച്ചിൻ്റെ വീട്ടുകാർക്കും കാര്യം മനസ്സിലായ അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതും ഒരു അമ്മയുടെ മകനാണ്, അവൻ്റെ ഒരു സിസ്റ്ററും ഉണ്ട് ദുബായിൽ. ഒറ്റ ചോദ്യമേ അവനോട് ചോദിച്ചു, അവന് കാര്യം പിടി കിട്ടി. നിന്റെ പെങ്ങൾ പോയിരിക്കണം ദുബായിൽ. ഞാൻ ദുബായിൽ വേശ്യാവൃത്തിയാണെങ്കിൽ നിന്റെ പെങ്ങൾ പോയത് അതിനാണെന്ന് ഞാൻ പറഞ്ഞാൽ നിനക്ക് തർക്കിക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. ഉണ്ടോ ഉത്തരം? ആരെ കണ്ടാലും എന്ത് കണ്ടാലും ഏതാളിനെ കണ്ടാലും ഇത് തന്നെയാണ് നിനക്ക് കുഴപ്പം. അഭിഹിതം, പെൺവാണിഫം, കൂട്ടിക്കൊടുപ്പ്, പൈസ തട്ടിപ്പ്, വിസ തട്ടിപ്പ്. നിനക്ക് മറ്റൊരു ക്രൈം പറയാൻ പറ്റാത്ത എന്താണെന്നറിയാം? വേറൊരു ക്രൈം നീ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. നീ വേറൊരു ക്രൈം ചെയ്താൽ അതും കൂടെ എൻ്റെ അതിലേ കൊണ്ടുവയ്ക്കും. നിങ്ങളുടെ ചാറ്റ് ഗ്രൂപ്പിൽ നടന്ന സെക്സ് എഡ്യൂക്കേഷൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ഞാൻ കൊണ്ടുവന്ന് വെച്ചില്ല. എന്തടിക്കുന്ന കാര്യമാണ്? ഞാൻ ഇവിടെ നിൽക്കുന്ന തന്നെ അവൾക്കുള്ള അടിയാണ്, അത് എനിക്ക് മനസ്സിലാവുന്നില്ലേ? അവളെല്ലാവരുടെ അടുത്ത് ഇരുന്നുണ്ട് ഞാൻ കിട്ടോ, ഞാൻ വീട്ടിൽ കയറി വെട്ടും, കലയെ വെട്ടും എന്ന് പറഞ്ഞിട്ട് കലയുടെ അടുത്ത് നിന്നപ്പോൾ ബസ് കിട്ടിയില്ല. തിരുവനന്തപുരത്തോട്ട് പോയിട്ട്
കല വീടും അഡ്രസ്സും ഒക്കെ പറഞ്ഞല്ലോ. എന്ത് കലയെ ഞൊട്ടുണ്ട്, എന്ത് കലയെ തൊടാൻ വയ്യാത്ത വേശി എന്നൊക്കെ എന്തോന്നാ ഇവിടെ. നിന്റെ അമ്മയുടെ പേര് പറയുന്നോ? അയ്യോ, ഇതില്ലേ വിച്ച് ചേച്ചിയല്ലേ? ആണോ അസ്ന സൈഫുള്ള? എടി മേത്തച്ചിയൊക്കെ അല്ല എടി, നോയമ്പൊക്കെ അല്ലേ എടി കാട്ടവരാതി, പോയി നോമ്പറി. അല്ലാന്ന് വിളിച്ച് പോയി കുത്തിയിരി. ഇത്രയും നാൾ ചെയ്ത് അറാമ്പറപ്പിനെങ്കിൽ എന്തെങ്കിലും മാർഗം ഉണ്ടാവട്ടെ. മെഡിസിൻ എടുത്തിട്ട് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പം എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഷെഫീന വളരെ നേരത്തെ കല്യാണം കഴിച്ചിട്ട് ആദ്യം ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് ഇതുപോലത്തെ പ്രശ്നം ഉണ്ടായിട്ട് ഇത്രയും കാലം മെഡിസിൻ എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഇത്രയും കാലങ്ങളായിട്ട് ഈ സ്ത്രീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം മനസ്സിലാക്കിയിടത്തോളം വളരെ അധികം എന്താ പറയുക, സെക്സിനോട് താല്പര്യമുള്ള സ്ത്രീ. അതുകൊണ്ടാണ് എന്തുണ്ടെങ്കിലും സെക്സിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഷെഫീനെ നമ്മൾ കാണുന്നത്. അപ്പം ഇങ്ങനെ കണ്ടീഷൻ സ്ത്രീകൾക്ക് വരാം, പക്ഷെ അതിന് നല്ല സെക്സിൽ നല്ല താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ വേദനയൊക്കെ പില്ലെന്ന് പറഞ്ഞ് കിടന്നു കൊടുക്കൂലടി. സെക്സിൽ താല്പര്യം ഉണ്ടെങ്കിൽ നീ ഡോക്ടറാണാ? ഇതിൽ തന്നെ നീ ഡോക്ടറല്ലെന്ന് തെളിയാൻ പോരെ. പിന്നെ ഒരു പെണ്ണിന് ഓർഗാസം ഉണ്ടാകുന്നത് സ്വയംഭോഗം തൊട്ട് ഏത് വിഷയത്തിലും നല്ല കൃത്യമായി എടുത്തു വെച്ച് സംസാരിക്കുന്ന എനിക്ക് സെക്സ് എഡ്യൂക്കേഷൻ ശത്രുക്കളുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കാൻ ഷെഫീനയുടെ ആദ്യകാല പരിപാടി തന്നെ ഇപ്പോഴും. അമ്മ ഇവനെടുത്ത് ദൂരകള, ഇവന് പല പ്രാവശ്യം പല ഐഡിയയും ദൂരെ കളഞ്ഞാൽ പിന്നെയും വെളിച്ചം കുണ്ണണ്ണാന്ന് പറഞ്ഞിട്ട് വരും. പോടായിച്ച് കള്ളരഞ്ചു നാറി ഉറ. ട്രീറ്റ്മെന്റ് ഉണ്ട്, നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട്. ഷെഫീന ഇപ്പോഴും ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവർക്ക് 14 വയസ്സായി, മിക്കവാറും മെനോപോസൽ സ്റ്റേജ് ആയിട്ടുണ്ടാവും. മെനോപോസൽ സ്റ്റേജിലാണ് ലൂബ്രിക്കൻസ് കുറവുള്ള സിറ്റുവേഷൻസ് ഒക്കെ വളരെ അധികം സ്ത്രീകൾ കാണപ്പെടുന്നത്. ഇപ്പൊ ഈ മൂന്നാമത് കൂടെ വെച്ചുകൊണ്ടിരിക്കുന്ന ബിനു എന്ന് പറഞ്ഞ ഒരുത്തന്നെ, അയാൾക്ക് ചിലപ്പം ഷെഫീനയുടെ കൂടെ കഴിയുന്ന സമയത്ത് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ സ്വാഭാവികം. കാരണം ഷെഫീനെ അയാൾ കണ്ടുമുട്ടുന്ന സമയം എന്ന് പറയുന്നത് ഷെഫീനയുടെ ഒരു മെനോപോസൽ സ്റ്റേജ് ആയിരിക്കാം. ആ ഒരു സമയത്ത് ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പല പെണ്ണുങ്ങൾ. എടി പൊട്ടക്കാളി, 52ാമത്തെ വയസ്സിലാണ് ശശി തരൂരിലെ പെണ്ണുമ്പിളെ കല്യാണം കഴിച്ചത്. മെനിപ്പോസൊക്കെ തീർന്നിട്ട് തന്നെ കെട്ടിയത്. അവർ ജീവിച്ചില്ല, ചത്ത. അവർക്ക് കുഴപ്പമുണ്ടായിരുന്നു, തലയൊരു സെക്സ് ചെയ്ത് കാണുമല്ലോ. അപ്പം എന്തോന്ന് ഇത്? നീ ഡോക്ടറല്ല, ഡോക്ടർ എന്ന പേരിലെ വ്യാജ ഗുണ്ടാമണ്ടി. കഴപ്പ് പിടിച്ചോളാം. ശരിയാടാ, കഴപ്പ് പിടിച്ചോളാം. വിദ്യാഭ്യാസ മന്ത്രി ശിവൻ ഇത്തിരി സ്പീഡ് കുറയ്ക്കണം, വോയിസ് റെക്കോർഡിനെ ശരിക്കും കേൾക്കാം. ശരി, സോറി. നിങ്ങൾക്കും വരാറുണ്ട്. കൂടാതെ ഉണ്ടാവുമ്പോ അല്ലെങ്കിൽ ഇന്റർകോഴ്സിന്റെ സമയത്ത്, കല്യാണം കഴിഞ്ഞ സമയങ്ങളിൽ സ്ത്രീകൾക്ക് തുടക്കത്തിൽ വരുന്ന ഈ ഒരു പ്രശ്നം, ലൂബ്രിക്കന്റ് ഇല്ല എന്നുള്ള ഒരു അവസ്ഥ. അമ്മ ഒന്നും ചെയ്യണ്ട കേട്ടോ, അവർ പറഞ്ഞു പൊയ്ക്കോട്ടെ. ആള് കൂടുന്നുണ്ടല്ലേ, അപ്പൊ അതിനനുസരിച്ച് അവർ റോങ് എഴുതിയില്ല. അവളുടെ ടീമാ, അവിടെ ഇരുന്ന് എഴുതട്ടെ. അമ്മ മൈൻഡ് ചെയ്യണ്ട. ഈസിലി മോനെ മാനേജ് ചെയ്യാൻ പറ്റിയ അവസ്ഥയാണ്, വളരെ ഈസിലി മാനേജ് ചെയ്യാൻ പറ്റിയ അവസ്ഥയാണ്. അതിനെ പറ്റിയിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. ഇനി അത് വളരെ ക്രോണിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അതായത് ഇതിന്റെ ട്രീറ്റ്മെന്റ്സ് എടുത്തിട്ട് പോലും ഇത് മാറില്ല എന്നുള്ള കണ്ടീഷനുള്ള സ്ത്രീകൾക്ക് വീണ്ടും ഒരു വിവാഹ ജീവിതത്തിലേക്ക് കൂടി പോവാൻ വേണ്ടിട്ട് പേടിയായിരിക്കും, വളരെ പേടിയായിരിക്കും. അങ്ങനത്തെ സ്ത്രീകള്, എനിക്ക് അറിയാവുന്ന ഒരു ടീച്ചറുണ്ട്, കുറ്റ്യാടി ഭാഗത്തുള്ള ഒരു ടീച്ചറുണ്ട്. ടീച്ചർ ഞാൻ പരിചയപ്പെടുമ്പോൾ ടീച്ചർ ഒരു 40+ ആയിട്ടുള്ളൊരു ടീച്ചറായിരുന്നു. ടീച്ചർ ഇതുപോലത്തെ ഒരു കണ്ടീഷൻ ഉള്ളത് കൊണ്ട് അവർക്ക് അത് പറഞ്ഞ മാതിരി തുടക്ക സമയത്ത് ട്രീറ്റ്മെന്റ് വേണ്ട രീതിയിൽ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ ഡിവോഴ്സ് ചെയ്യുകയും, ഞാൻ കാണുമ്പോൾ ടീച്ചർ 40-43 കണ്ടപ്പോൾ പറഞ്ഞിട്ട് വളരെ സുന്ദരമായിട്ട് ടീച്ചർക്ക് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അവർക്ക് ട്രോമ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അവർക്കത് ട്രീറ്റ്മെന്റ് എടുത്തിട്ടും അവര് കുറച്ച് ഉള്ളോട്ടുള്ള ഏതൊരു ഗൈനക്കോളജിസ്റ്റിനെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അവർ കൊടുത്ത മെഡിസിൻസ് ശരിയായിട്ടുണ്ടാവില്ല. പക്ഷേ എന്നാലും അവർക്ക് ഏതെങ്കിലും സിറ്റിയിലൊക്കെ വന്നിട്ട് എന്തായിരുന്നു കാണിക്കായിരുന്നു, കുറച്ചും കൂടി നല്ലൊരു ഡോക്ടറെ കാണിക്കായിരുന്നു, കാണിച്ചിട്ട് അതിന് ട്രീറ്റ്മെന്റ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് എടുക്കായിരുന്നു. അത് എടുക്കാം. ഇവള് ഡോക്ടറാണെന്ന് വരുത്തി തീർക്കാൻ കിടന്ന് യൂട്യൂബ് പറ്റിച്ചടി നിന്നെ. അല്ല സോറി, ഗൂഗിൾ ക്രോം നിന്നെ പറ്റിച്ചടി. അല്ല ലബലാതി. ആ പേരൊന്ന് എഴുതി ഇട്ടാണ് അമ്മേ, ഞാൻ മറന്നുപോയി. ഞാൻ എഴുതി വെച്ചായിരുന്നു, ഒരു മിനിറ്റ്. എന്തിനാ ഒരു പേര് അവർ പറഞ്ഞായിരുന്നു? ഡിപ്രോണിയ. അങ്ങനെയാണ് എൻ്റെ അസുഖത്തിന്റെ പേര്. എന്നും വേണ്ട മോനെ, എനിക്കില്ലാത്ത അസുഖം ഒന്നും ഇല്ലടി മക്കളെ. ഡിപ്രോണിയ എൻ്റെ അസുഖത്തിന്റെ പേരാണ്. ഞാനിപ്പോഴാണ് അറിഞ്ഞത്. എനിക്ക് ഡിപ്രോണിയാണ് പിള്ളേരെ, എനിക്ക് ഡിപ്രോണിയാണ്. ഡാക്ടർ പറഞ്ഞ് ഡിപ്രോണിയ. നെറ്റിൽ അടിച്ചു നോക്കി അറിയാം ഡിപ്രോണിയ എന്തരാണെന്ന്. ശിവനെ അല്ലെങ്കിൽ ഒരു പക്ഷേ ട്രീറ്റ്മെന്റ് എടുത്തപ്പോൾ വീണ്ടും ഇതേപോലത്തെ പെയിനും കാര്യങ്ങളും വന്നപ്പോൾ ആ ഒരു ടോമയിൽ പിന്നെ ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുത്തിട്ടും കാര്യമില്ല എന്ന് അവർക്ക് മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. ഞാനത് കുറെ പറഞ്ഞ് കൺവിൻസ് ആക്കിയിരുന്നു. പക്ഷെ പുള്ളിക്കാരത്തേക്ക് ആ ഒരു ടോമ കുറെ പുള്ളിക്കാരത്തിക്ക് പിന്നെ ഡോക്ടറാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി കാണിച്ച കുൽസിതങ്ങളിൽ ഒന്നാണ് നിങ്ങൾ ഈ കണ്ടത് കൂട്ടുകാരെ.
അവരുടെ തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് അവരുടെ ട്രീറ്റ്മെന്റ് ഹിസ്റ്ററിയോ മെഡിക്കൽ ഹിസ്റ്ററിയോ ഒന്നും അറിയില്ല, ഒന്നും കണ്ടിട്ടുമില്ല. ഞാൻ എന്റെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയാണ്, ഇത്തരം ഒരു പ്രശ്നമുള്ളവര് അത് ശരിയാക്കിയിട്ട് അടുത്തൊരു റിലേഷൻഷിപ്പിലോട്ട് പോവുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ഒരു പെയിനും ഈ ഒരു ട്രോമയും വെച്ചിട്ട് ഒരാളും അടുത്തൊരു റിലേഷൻഷിപ്പിലോട്ട് എടീ ഡോക്ടറുടെ എടീ കള്ള ഡോക്ടറെ എടീ വ്യാജ ഡോക്ടറെ. അപ്പം നിനക്ക് മനസ്സിലായില്ലേ ആമി കള്ളത്തരമാണ് പറഞ്ഞതെന്ന്? എടീ നിന്നെ ഊക്കിയതാ അവള്. നീ ആ ഊക്കലി പോയി വീണ് കൊടുത്താ ഇല്ലേ? എന്നിട്ട് അവള് കൃത്യമായിട്ട് സാധനം എടുത്ത് അപ്പുറത്തോണ്ട് കൊടുക്കുന്നുണ്ടാ? എന്തിനാണെന്ന് മനസ്സിലായ? ഇത്രയും മോശപ്പെട്ട ഒരു സ്ത്രീയാണ് ഞാനെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ വിനി ചാടിക്കൊണ്ടുവന്നു. നിനക്ക് തനുജയെ പറയാതെ വേറെ മിണ്ടായിരുന്നൂടെ എന്നൊക്കെ ചോദിച്ചാൽ എൻ്റെ അടുത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എങ്ങനെയും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാലും കർമ്മനെ കളഞ്ഞിട്ട് വിനീതിനെ പിടിക്കാം. അതാണ് ആമിയുടെ ഉദ്ദേശ ലക്ഷ്യം. എടി ടൈറ്റിടുന്ന എന്തിനടി അന്നുണ്ട്. നമുക്ക് എക്സ്റ്റേണലി അത് പിന്നെ ക്ലിയർ ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ നമുക്കുണ്ട്. ഈസ്ട്രോജൻ കണ്ടന്റിന്റെ കുറവ് കൊണ്ടൊക്കെ ഇങ്ങനെ സംഭവിക്കാം. അപ്പം ഈസ്ട്രോജൻ കണ്ടന്റ് ഉണ്ടാക്കാനുള്ള മെഡിസിൻസ് കഴിക്കാം. ഇതൊക്കെ നിനക്ക് ഈ അസുഖം ഉണ്ടാടി. പിന്നെ നമുക്ക് ഫലവത്താവാത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് ഇത്തരം കണ്ടീഷനുള്ള സ്ത്രീകൾക്ക് മെനോപോസ് ഇത് വീണ്ടും വന്നു കഴിഞ്ഞാൽ കുറച്ച് പ്രോബ്ലംസ് ആയിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നത് ഡിപ്രോണി ഒരു അസുഖമാണ്. ഇങ്ങനെ പ്രശ്നം വന്നിട്ട് ഡിപ്രോണി അസുഖം ഉണ്ട് നിനക്ക്. ഡിപ്രോണിക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട്, അറിയോ? നമുക്ക് രണ്ടുപേരും കൂടെ ചേർന്ന് പോവാ. ഡിപ്രോണിയാണ് എനിക്ക്, ഡിപ്രോണി. അതവര് ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കുമല്ലോ സെക്കൻഡ് ഒരു മാരേജിലോട്ട് അവർ പോയത്. അല്ലെങ്കിൽ അവർ പോയില്ലല്ലോ. പിന്നെ ഇപ്പതേ മുന്താസ് കുറേ ആൾക്കാരുടെ പേരുകൾ കഴിഞ്ഞ നമ്മുടെ ശരി അവളും ഉണ്ടോ? മുന്താസ് കുറെ ആളുകളെ പേര് പറഞ്ഞു. നീ ഒരു 4-5 കൊല്ലമായിട്ടില്ല എൻ്റെ കൂടെ കൂടിയിട്ട്. നീ ഇവിടെ എത്ര ആണുങ്ങളെ കണ്ടടി മോളെ? കുറെ പേരുണ്ട്, എനിക്ക് അറിയാമോ എനക്ക്. മറ്റേ ഗ്രൂപ്പിൽ പറയണ്ടായി ഇവരായിട്ടൊക്കെ ഇവർക്ക് കണക്ഷൻസ് ഉണ്ടെന്ന് പറയും. അല്ല അപ്പൊ മുന്താസ് പറഞ്ഞ മുഴുക്ക കള്ളപ്പുളൂസ് അല്ലേ? മുന്താസ് പറയണ എനിക്ക് അപ്പോൾ പിന്നെ 5-6 ആണുങ്ങൾ, ഒരുപാട് ആണുങ്ങൾ ലച്ച ആണുങ്ങളുണ്ടെന്ന് അവള് പറയും. ഇതൊക്കെ അവളെ ആളുകളായിരിക്കും. എന്നിട്ട് ഡിപ്രോണി ഉണ്ടെന്ന്. എന്റെ അസുഖം നിങ്ങൾക്ക് മനസ്സിലായ പിള്ളേരെ? ഡിപ്രോണി ഡിസ്പറേനിയ. സോറി ഡിസ്പറേനിയ അതാണ് എന്റെ അസുഖം. നമുക്കറിയത്തില്ല ഉണ്ടെങ്കിൽ തന്നെ ഇത് ആസ്വദിക്കാൻ പറ്റുന്നോണ്ട് ആയിരിക്കുമല്ലോ ആ ഒരു കണക്ഷൻസിൽ ഇവര് പോയി പെട്ടിട്ടുള്ളത്. ഈ മൂന്നാമത് വിനുവായിട്ട് ഉള്ള ഒരു കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഇവരുടെ മെനോപോസൽ സ്റ്റേജിലാണ്. ആ സമയത്ത് ഡെഫിനറ്റ്ലി ഇത്തരം പ്രോബ്ലംസ് ഉള്ള ഇത്തരം ഒരു മെഡിക്കൽ ഹിസ്റ്ററി ഉള്ളവർക്ക് ആ ഒരു സമയത്ത് ഭയങ്കര പ്രോബ്ലം ആയിരിക്കും. അവർക്ക് മെന്റലി ഒരുപാട് താല്പര്യം ഉണ്ടാവും, പക്ഷെ ഫിസിക്കലി ലൂബ്രിക്കേഷൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അതിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു സെക്സ് എഡ്യൂക്കേഷൻ നടക്കണ് അടാ ചട്ടി സിനു. അത് അവിഹിത കൂട്ടായ്മയിലടാ, സെക്സ് കൂട്ടായ്മയാണ്, സെക്സ് എഡ്യൂക്കേഷൻ കൂട്ടായ്മ. വിനീതിനെ പിടിക്കാൻ വിനീത് എന്താ വല്ല തേനീച്ച കൂടാണ്? അല്ലെങ്കിൽ പിന്നെ എന്തിനിടെ ഇപ്പൊ അവിടെ വന്ന് ഈ ഡെസ്പറോണി ഇവിടെ ആരാ എഴുതിയിട്ട് പില്ല് വായിക്കാത്ത ഡിസ്പറേനിയ ആണ് എനിക്കെന്ന് പറഞ്ഞു കൊടുക്കണം. കൂടെ കിടക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടെ ചൂടും ചൂരും. അതിനിപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്ന് പറഞ്ഞു കൊടുക്കണോ? അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ അവൻ അറിയണ്ടേ? വിനീത് അതറിയണ്ടേ? വേണ്ടേ? പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി എനിക്ക് ഇതുപോലെയുള്ള സെക്സ് റാക്കറ്റാണ് അല്ലെങ്കിൽ ഞാൻ സെക്സ് മാനിയാക്കാണ്, കുറേ ആണുങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കും. രണ്ടും കൂടെ പറ്റൂല, ഒന്നിലുറച്ചിക്കണം. ഈ ഡാക്കിട്ടൊരു മഹാസംഭവം തന്നെയാണ്. എനിക്ക് ഈ കാര്യത്തിൽ തിയറി മാത്രം പോരാ, പ്രാക്ടിക്കൽ ശരീരത്തിൽ കൂടുന്നെന്ന് വിചാരിച്ചാലും അറിയാലോ ആ ഒരു സമയത്ത് നമ്മൾ ഹോർമോൺ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അതൊക്കെ വളരെ കുറവായിരിക്കും നമ്മുടെ ശരീരത്തിൽ. വാട്ട് ഹാപ്പനാ? നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ എനിക്ക് ഡസ്പറേനിയാണെന്ന്? ചട്ടി ജിനുവിന്റെ കൂട്ടായ്മ കണ്ടുപിടിച്ച എന്റെ അസുഖം ഡസ്പറേനിയ. അപ്പൊ ഇങ്ങനെ പ്രശ്നമുള്ളവർക്ക് ആ സമയത്ത് കുറച്ചും കൂടി അത് കടുപ്പമായിട്ടുണ്ടാവാം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനത്തെ ഹിസ്റ്ററി ഉള്ള ആളാണ്. പക്ഷെ ഇടസമയങ്ങൾ എപ്പോഴേക്കോ അവരത് ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. അവര് അതിനുള്ള മെഡിസിൻസും കഴിച്ചിട്ടുണ്ടാവും, അത് ക്ലിയർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ വയസ്സുകാലത്തും ഈ കാമപ്രാന്ത് മൂത്തിട്ട് ഒരു ചെറിയൊരു പയ്യനെ കൂടെ കൊണ്ട് എടേ നല്ല വിഷമമുണ്ട് അല്ലേടെ ചെറിയൊരു പയ്യൻ കൂടെ ഉള്ളത്. ഈ ചെറിയ പയ്യൻ കൂടെ ഉണ്ടെന്നാണ് ഞാൻ മുതുക്കിയ എന്നെ കണ്ട മുതുക്കിയെന്ന് തോന്നുന്നത്. നിനക്കൊക്കെ നല്ല കുശുമ്പ് അസൂയാണല്ലോ, കത്തി അങ്ങോട്ട് എഴിയുന്നില്ലേ? മുതുക്കി കല്യാണം കഴിച്ചു മുതുക്കി. നിന്റെയൊക്കെ മുഖം ഒന്ന് കണ്ണാടി നോക്കിയിട്ടുണ്ടാ? ഈ കൂട്ടത്തിലുള്ള എല്ലാ മുണുമുണുക്കികളും മുതുക്കുപൂറികളാണ്. എന്നിട്ടിരുന്നുകൊണ്ട് ഞാൻ മുതുക്കി ഗണിച്ച് കണ്ടുപിടിച്ച് കളഞ്ഞല്ലേ മറുതലും. സർട്ടിഫിക്കറ്റൊക്കെ കണ്ടെന്നു. സാഹിത്യകാരി ആമിന
ഇവിടെ വന്നപ്പോഴേ സർട്ടിഫിക്കറ്റ് കണ്ടെന്നു എനിക്ക് ഡെസ്പറേണിയാണെന്ന്. പടസോനെ സർട്ടിഫിക്കറ്റ് കണ്ട് റബ്ബേ. ശ്രമിക്കുമ്പോൾ വീണ്ടും ഈ പ്രശ്നം വന്നിട്ടുണ്ടാകും. അവരത് എന്താ പറയാ ആ ചാർജ് ഇല്ല ട്രീറ്റ്മെന്റിന് ശ്രമിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ശരിയായി കാണും. കണ്ടിട്ടുള്ള ടാബ്ലറ്റ് കുറച്ച് വജൈനൽ അപ്ലിക്കേഷൻസ് ഒക്കെ ഇട്ട് ചിലപ്പോൾ ശരിയായി കാണുമായിരിക്കും. ഇനി ചിലപ്പം കാണാത്തോണ്ടാണോ വിനു ഒരു വർഷമായിട്ട് പിന്നെ പുള്ളിക്കാരത്തിന്റെ അടുത്ത് പോവാത്തത് എന്ന് സംശയമുണ്ട്. എന്തായാലും എല്ലാരും കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. 4-5 ആൾക്കാർ ഇൻബോക്സിൽ വരാൻ വയ്യാത്തോണ്ട് ഇവിടെ വന്ന് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഒരു വർഷമായിട്ട് വിനു എൻ്റെ അടുത്ത് വരുന്നില്ല, അതും കണ്ടുപിടിച്ചു. കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത് തമ്മിലൊന്നും ബന്ധമില്ല കേട്ടോ. അത് ആമി ചേച്ചി പറഞ്ഞ മാതിരി പിന്നെ ഈ ഒരു പെയിനുള്ളവർക്ക് എന്താ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ അതൊന്നും ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്തത് കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ അത് ഈ ഒരു റെക്കറന്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒന്നും വേണ്ട. അത് നമ്മുടെ ഓവം കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓവുലേഷൻ പീരീഡിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം പോലും സംഭവിച്ചാൽ കുഞ്ഞുണ്ടാകും. അപ്പൊ എടീ ഡോക്ടറെ, ഈ അസുഖമുള്ളവർക്ക് സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കത്തില്ല. ഈ അസുഖം റെക്ടിഫൈ ചെയ്യണമെങ്കിൽ പാർട്ട്ണർ വിചാരിക്കണം. പാർട്ട്ണറുമായി സെപ്പറേഷനായി പലകയെടുത്ത് അടിച്ച് അങ്ങനെ ഇറങ്ങി ഓടിയ എനിക്ക് അതെങ്ങനെ സെറ്റായടി, കൊച്ചെങ്ങനെ ഉണ്ടായടി, അങ്ങേരിട്ട് ഞാൻ ഉടക്കി പിരിഞ്ഞ് വന്നില്ലേ, പിന്നെ കൊച്ചെങ്ങനെ ഉണ്ടായി, അതും കൂടെ നീ പറയണം. ഡാക്ടർ എന്ന രീതിയിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഗൂഗിൾ ചതിച്ച വർത്താനം പറഞ്ഞാൽ പോരാ, കൃത്യമായി എവിഡൻസ് വയ്ക്കണം. ഷെഫീന, വിനു വന്നിട്ട് കരഞ്ഞുകൊണ്ടാണ് പോകുന്നതെന്ന് പറഞ്ഞ് നീ കണ്ടായിരുന്നോ? നീ ഒരു കാര്യം ചെയ്യും, വീട്ടിലേക്ക് വിളിച്ച് കരയാതെ പറഞ്ഞങ്ങ് വിട്, ഇത് സുഖിപ്പിച്ച് വിട്. വേണോ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാം. ഹായ് പറയാമോ? ഹായ് 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 മറീന ഹായ്. ഇത്തരം പെയിനുള്ളവർക്ക് എന്തുകൊണ്ട് കുഞ്ഞുണ്ടായി എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിലൊന്നും അർത്ഥമില്ല. കുഞ്ഞുണ്ടാവാൻ പ്രത്യേകിച്ച് നിരന്തരമായിട്ടുള്ള ബന്ധങ്ങളുടെയും എനിക്ക് വിവരം അറിയത്തില്ലായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിലുള്ള നേഴ്സാ പറഞ്ഞേ, പുള്ളിക്കാരത്തേക്ക് അറിയാം ഈ അസുഖത്തിനെ പറ്റി. സെക്ഷൽ ഇന്റർകോഴ്സ് പോസിബിൾ ആണ്, അങ്ങനെയുള്ളവർക്ക് കുട്ടികളുണ്ടാവത്തില്ല. ഒന്നും ആവശ്യമില്ല എന്നുള്ള എല്ലാവർക്കും അറിയാലോ. അപ്പൊ അത് പറ്റി തമ്മിലൊന്നും ബന്ധമില്ല. പക്ഷേ പുള്ളിക്കാരത്തേക്ക് അങ്ങനത്തെ ഒരു കുഴപ്പം ജീവിതകാലം മുഴുവനുള്ള ഒരാളാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. മേ ബി ഉണ്ടായി. ആമി നീ ഊശി നിന്നെ അവള് 8 നിലയിൽ ഊശി കള്ളത്തരം പറഞ്ഞ അവള് കയ്യോടെ പൊക്കി കണ്ട. അവക്ക് മനസ്സിൽ ഇവളിടാക്കിട്ട് റെഡി. അവള് വിശ്വസിച്ചില്ല നിന്നെ. നീ എന്ത് സർട്ടിഫിക്കറ്റ് കണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അവള് നിന്നെ വിശ്വസിക്കുന്നില്ല. ട്രീറ്റ് ചെയ്ത് കാണും. ഇപ്പം മെനോപോസൽ സ്റ്റേജിൽ അത് വീണ്ടും കുറച്ച് സ്ട്രോങ് ആയിട്ട് വന്നു കാണും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത് പുറത്തുനിന്ന് മാത്രം കണ്ടിട്ട് പറയുന്ന ഒരാളുടെ ഒപ്പീനിയൻ ആയിട്ട് എടുത്താൽ മതി. ഇവരുടെ മെഡിക്കൽ ഹിസ്റ്ററിയോ ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പറഞ്ഞു വന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് ഇത്രയും ഒരു പ്രശ്നം ട്രോമയുള്ള ഒരാള് ഇത് ശരിയാക്കാതെ ഈ പ്രശ്നം ക്ലിയർ ആക്കാതെ പൈസ ഒന്ന് ഗൂഗിൾ പേ ചെയ്ത് ഞാൻ പിള്ളേരോട് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. വിടണോ? അവനെ കൊണ്ട് പിടിപ്പിക്കണം. വേണ്ട, എനിക്ക് ഇച്ചിരി സാധനം വാങ്ങിക്കണം. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ഷീറ്റ് വാങ്ങിക്കണം. ചാച്ചനെ കിടക്കാൻ തെന്നി നിനക്ക് ഓടുന്നുണ്ടോ? എടുക്കണോ? ഇതാ ഷീറ്റോ. പിന്നെ പാടുണ്ട്, നരിയുണ്ട്, പിന്നെ ഈ ഇതുപോലത്തെ സാധനമില്ലേ ഇങ്ങനെ വൈപ്പ് ചെയ്യുന്ന അത് വാങ്ങിക്കണം. സജി ഇപ്പൊ സംക്രാന്തിക്ക് വന്നിട്ടുണ്ട്. ഇപ്പം തൽക്കാലത്തേക്ക് വാങ്ങിക്കുന്നുണ്ട്. എന്നോട് ഞാൻ രാവിലെ പോയപ്പോൾ തെറുതി വെച്ചിട്ടുണ്ടോ ഒന്നും വാങ്ങിക്കാതെയാ പോയത്. നീ വിളിച്ചാൽ മതി കേട്ടോ. പൈസ സെൻഡ് ചെയ്തേക്കാം. പോണേ. നാളെ എന്നാണെങ്കിലും വരത്തില്ല. നാളെ രാവിലെ ചാച്ചൻ നാളെയും കൂടി വരാം. എടി എന്റെ ഡിസ്പറേണി അസുഖത്തിനെ പറ്റി ഒന്ന് ചോദിക്കണേ ഡോക്ടറുടെ അടുത്ത്. എന്റെ ഡിസ്പറേണി അസുഖത്തിന് ട്രീറ്റ്മെന്റ് ഉണ്ടാകും. അത് ഗൈനക്കോളജിസ്റ്റ് ആണ്. അവിടെ ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് ചോദിച്ചു വെച്ചാൽ. അസുഖത്തിന്റെ പേര് മറന്നു പോകരുത്, ഡിസ്പറേനിയ. അത് അവിടെ കട്ടനാക്കി തൂക്കിയിട്ടിരിക്കുന്നു. ഇല്ലടാ, അല്ല, ഇത് സ്റ്റിക്കിയാണ്, സ്ലിപ്പറിയാണ്. 2 എണ്ണം അവള് കട്ടോണ്ട് പോയി. കടപ്പുറം മദാമ അന്ന് വന്നപ്പോ പെട്ടിക്കകത്ത് 2 എണ്ണം പോയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോ പെണ്ണയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ഉറപ്പുള്ള കാര്യം. ഡോക്ടർ ഇതൊക്കെ വെറുതെയാണ്, ഞാനിതൊന്നും വിശ്വസിക്കത്തില്ല. അവള് പറഞ്ഞുള്ള അറിവയല്ല ആമിക്കുള്ളത്. അല്ലാതെ ഇവള് പറയുന്ന എല്ലാം സത്യമാണോ? എന്നിട്ടാണോ റസീന പറഞ്ഞത് കേട്ടില്ലേ?
കാറിൽ കൊണ്ടുപോയി കറങ്ങാൻ കൊണ്ടുപോയി അവർ കാട്ടി കൊണ്ട് കയറ്റി കാറ്. പിന്നെ കാളെ രാത്രിയായിരുന്നു. ബസീനെ പേടിച്ച് നമ്മളെ ആരെങ്കിലും വന്ന് ഉപദ്രവിച്ചാൽ എന്തോ ചെയ്യുമെന്ന്. കാറി കൊണ്ടുപോയപ്പോൾ എന്തൊരു പേടിയായിരുന്നെന്നറിയാമോ? പൊടിക്കാ കൊച്ചിനെയും കൊണ്ട് ട്രെയിനിൽ രാത്രി 3 മണിക്ക് വരാൻ ഒരു പേടിയില്ലാത്ത കടപ്പുറം വേശിയേ 3 മണിക്ക് കൊച്ചിനെയും കൊണ്ട് ട്രെയിനിൽ ഇങ്ങോട്ട് തള്ളാം. അപ്പോൾ പേടിയില്ല. എൻ്റെ ഒപ്പം കാറിനകത്ത് വന്നപ്പോൾ ഒക്കെ പേടിയുന്നു. ജയിച്ചു പാടി. നിന്നെ ആരും ഒന്നും ചെയ്യത്തില്ല, ചെയ്യുന്നവര് എന്നെ ചെയ്താൽ മതി. എനിക്ക് കുഴപ്പമായിട്ട് എന്താ ഉള്ളൊരു വീട് പറഞ്ഞു. മറന്നുപോയി. കാട്ടിക്കൊണ്ട് കാറ് കയറ്റിയപ്പോ ഡെസ്പറേനിയ ചെയ്യുന്നവര് എന്നെ ചെയ്താൽ മതി, എനിക്കാ മുട്ടി നിൽക്കുന്നേന്ന് പേര് അവളങ്ങനെ പറഞ്ഞോളാ. ശരിയാ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ആമി കള്ളി. എടി ആമി, നിന്നെ അവരെല്ലാവരും കൂടെ എടുത്തിട്ട് ഊക്കുകയാണല്ലേ. നീ പറഞ്ഞത് അവര് വിശ്വസിക്കുന്നു. അവര് വിശ്വസിക്കാൻ തയ്യാറല്ലടി. എനിക്ക് ഡെസ്പറേനിയ ഇല്ലെന്ന് എൻ്റെ കൂട്ടുകാരായ അവർ പറയുന്നു. ഇല്ല എന്ന് പറയുന്നു. നീ ഉണ്ടെന്ന് പറയുന്നു. കള്ളി. എടി കള്ളി, കാട്ടുകള്ളി. നീ അവരെ കൂട്ടത്തിൽ ചേർന്നിരുന്നിട്ട് പയ്യെ സംസാരിച്ചാൽ നീ പറയണ കള്ളത്തരം അവരെ ഏറ്റെടുക്കുമെന്ന് വിചാരിച്ചാൽ സൗകര്യമില്ലടി അവർക്ക് ഏറ്റെടുക്കാൻ. അവള് കള്ളത്തരം കൊണ്ട് അങ്ങോട്ട് ചെന്നേക്കാണ്. സർട്ടിഫിക്കറ്റ് കണ്ടുപോലെ എന്തൊലക്കയിലെ സർട്ടിഫിക്കറ്റ് എടുക്കുക. എനിക്ക് ഡെസ്പറേനിയാണെന്ന്. അത് നിനക്കുണ്ടായിരിക്കും, പക്ഷെ ചാൻസ് കുറവാണ്. കാരണം നിന്റെ മാപ്പിള ഫസ്റ്റ് നൈറ്റ് നിന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം നീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നാട്ടുകാർ പറയണ കണക്കൊന്നുമല്ല, നീ വെർജിനാണെന്ന്. അങ്ങനെയൊക്കെ അവൻ പറയണമെങ്കിൽ ആ നാട്ടുകാരെ സമ്മതിക്കണം. യജാതി പണി നീ അവർക്കിട്ട് കൊടുത്തു കാണും. പൊക്കറ 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 പൊക്കറ. അല്ല, ആമി ചേച്ചി ഡോക്യുമെന്റ്സ് കണ്ടു കാണും. കാരണം ആമി ചേച്ചി അവള് പറഞ്ഞത് കൊണ്ട് ആമി ചേച്ചി പറയില്ല. ആമി ചേച്ചി അതിന്റെ ഡോക്യുമെന്റ്സ് കണ്ടു കാണും. ഇല്ലാതെ ആമി ചേച്ചി അത്രയും ഉറപ്പില്ലാതെ സംസാരിക്കില്ല. പക്ഷെ ആമി ചേച്ചി കണ്ടത് ഒരു പക്ഷെ ഇവരുടെ മെനോപോസൽ സ്റ്റേജിൽ ഈ പീരിയഡ്സ് ഒക്കെ നിന്നതിന് ശേഷം ഇവളൊക്കെ പറയണ കേട്ടാത്തൊന്നും എനിക്ക് 90 വയസ്സായി, എൻ്റെ മെനപ്പോസൊക്കെ തീർന്ന് എല്ലാം കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുകയാണെന്ന്. ആമി ശശി. ബാക്കിയെല്ലാം കുഞ്ഞു വാവാള്. അതിനകത്തുള്ള എല്ലാം പട്ടുമുതുക്കികളാണ്. എന്നിട്ട് ആമി ശശി, ശശി. പെയിന് വന്നിട്ട് ഇവള് പോയിട്ട് എടുത്ത വല്ല മെഡിക്കൽ ഹിസ്റ്ററിയും അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ആ സമയത്തുള്ളതോ ആയിരിക്കും. നിരന്തരം ഈ ഒരു പ്രശ്നമുള്ള ഒരാള് ഒരിക്കലും രണ്ടാമത് ബംഗാളിനെ കെട്ടാനും മൂന്നാമത് ഇവിടെക്കാളും പ്രായം കുറഞ്ഞ ചെറുക്കനെ വെച്ചോണ്ടിരിക്കാനും ഒന്നും നിൽക്കത്തില്ല. കാരണം അത്ര ട്രോമയാണ് ഇവരുള്ള സ്ത്രീകൾക്ക് അറിയാം. നമുക്ക് ഈ പീരീഡ്സിന്റെ ലേഡീസിന്റെ മിഷൻ എന്ത് മനസ്സിലായി മോനെ? ഇതിന് ചാർജ് കയറുന്നില്ല കേട്ടോ. ലേഡീസിന്റെ മിഷൻ, യു നോ വാട്ട് മിഷൻ ദേ ആർ? അത് ലേഡീസിന്റെ മിഷൻ. അവർക്ക് ഒറ്റ വിഷയമേ ഉള്ളൂ. മിഷൻ എന്താണെന്നറിയാമോ? ഷെഫീനയുടെ സെക്സ് എങ്ങനെ, ഷെഫീന എങ്ങനെയാണ് സെക്സ് ചെയ്യുന്നത്. ഷെഫീനക്ക് ഡിസ്പ്രഷൻ, എന്തോ സാധനം, ഡിസ്പ്രിമോൾ, എന്തുവാ, ഡിസ്പറേനിയ. ഷെഫീനക്ക് ഡിസ്പറേനിയാണെന്ന്. ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഇതൊന്നും സംസാരം ഉണ്ടായിരുന്നു അടിയാമി. കുറേ നാൾ ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഒരു പതുങ്ങിയിരുന്നല്ല. ഇങ്ങനെ വല്ല സംസാരവും ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ആ സെക്സ് റിലേറ്റഡ് ആയിട്ട് ഞങ്ങൾ എന്തെങ്കിലും വർത്താനം പറഞ്ഞായിരുന്നു. നീ കുറേ കാലം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അതിനകത്ത് ഇതൊന്നും ഇല്ലല്ലേ. അപ്പുറത്ത് പോയി ആ പെമ്പിള്ളേരെ ഇളക്കി അവളുമാരെ വായിരിക്കണം കേൾക്കാൻ വേണ്ടിയിട്ട്. ടെപ്പറേനിയ. ഹായ് കിളിക്കൂടെ. കൊച്ചേ കണ്ടോ നമ്മുടെ താരക്ക് 10K. കൊച്ചും കയറി വാ കേട്ടോ. പോയാ ആരത്? അല്ല എന്താ പാത്തോ നീ? ഇതാര് പിള്ളാണ്ടി? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കൊള്ളില്ലേ? നോട്ട് ഗുഡ്. മമ്മി ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ഓക്കെ, സാരമില്ല. നെക്സ്റ്റിന് പ്രിപ്പയർ. ഇപ്പോൾ ഫുഡ് കഴിക്കും. എല്ലാവർക്കും അതൊരു സമാധാനമാണ്. നമ്മളെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ അപ്പുറത്ത് കറണ്ട് ഉണ്ടോന്ന് ചോദിക്കും. അപ്പുറത്ത് കറണ്ട് ഇല്ലെങ്കിൽ സമാധാനമായി. നമ്മളെ വീട്ടിൽ കറണ്ട് പോയതിന് നമുക്ക് ടെൻഷൻ അടിക്കുക. അതാണ് എൻ്റെ ഇന്നത്തെ എക്സാം പാടായിരുന്നു. എല്ലാവർക്കും പാടായിരുന്നെങ്കിൽ അവനും പാടാണ്. ഡോക്ടറുടെ നിലവാരം ആ ഗ്രൂപ്പിൽ കിടന്ന കുറേ സ്ത്രീകളുടെയും ഡോക്ടറും എന്താ ഡോക്ടർ അല്ലടേ, അത് ഞാൻ ഇപ്പൊ പറയാം. നിൽക്കി, ഇതൊന്ന് കഴിഞ്ഞോട്ടെ, കുറച്ചുകൂടെ ഉണ്ട്. നമ്മുടെ ഉള്ളിൽ എത്ര പേടി ടെൻഷൻ എടുത്തേ ആ ദിവസം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി അല്ലേ? അങ്ങനെ ചിന്തിക്കുന്നവരല്ലേ എല്ലാ സ്ത്രീകളും, പെയിനുള്ളവര്. അപ്പൊ അങ്ങനത്തെ ഈ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല, എന്റെ അടുത്ത് വന്നിട്ടുള്ള പേഷ്യന്റ് ആണ്, എന്റെ ബന്ധുവായാലും പറഞ്ഞിട്ടുണ്ട്. റൂം
ഡോർ ക്ലോസ് ചെയ്ത് ഹസ്ബൻഡ് അടുത്ത് വരുമ്പോഴത്തേനും വിറയ്ക്കാൻ തുടങ്ങുന്നു, പേടിച്ചിട്ട്, പെയിൻ ആലോചിച്ചിട്ട്. ഈ സംസാരം അവിടെ തുടങ്ങി കിട്ടാനാണ് സാഹിത്യകാരി എന്ന് അവകാശപ്പെടുന്ന അലവലാതി തേർഡ് റേറ്റ് പക്ക ബസ് സ്റ്റാൻഡ് വെടിയത് അവിടെ കൊണ്ടിട്ട് കൊടുത്തത്. വെടിക്ക് കേൾക്കേണ്ട കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്, എന്നിട്ട് ഇരുന്ന് വാണം അടിക്കാം. അങ്ങനെ ഒരു കണ്ടീഷനുള്ള സ്ത്രീകള് പുതിയ പുതിയ റിലേഷൻഷിപ്പിലോട്ട് പോകാൻ പറ്റുന്നത് ക്ലിയർ ചെയ്യാതെ, പിന്നെ ഇവളാണ് പ്രത്യേകിച്ചും ഈ തിന്നുന്നതും കുടിക്കുന്നതും പിന്നെ എന്താ പറയാ മലവിസർജനം ചെയ്യുന്ന സമയത്തായാലും എപ്പോഴും ഒരേ ഒരു ചിന്ത മാത്രം. രാവിലെ എണീറ്റ് തൊട്ട് കിടക്കുന്നവരെ ഇതുപോലെ ഈ ഒരു കാര്യത്തെ പറ്റി സെക്സ് ചിന്ത മാത്രമേ ഉള്ളൂ. വായെടുത്തിട്ട് സംസാരിക്കുന്ന സെക്സിനെ കുറിച്ച് മാത്രമേ പറയുള്ളൂ. ഏതൊരാണിനെ പെണ്ണെ കണ്ടാൽ അവർ തമ്മിൽ അതാണ്, അച്ഛനും മോളും തമ്മിലത്, അമ്മയും മോനും തമ്മിലത്, മുത്തശ്ശിയും കൊച്ചുമോനും തമ്മിലത്, എല്ലാവരും തമ്മിൽ. ഇത് ഞാനാണോ പറയണത്? ശാന്തകുമാരി അമ്മയും എൻ്റെ മകനും തമ്മിൽ സെക്സ് റിലേഷൻ ഉണ്ടെന്നും പട്ടിയും ഞാനും തമ്മിൽ സെക്സ് റിലേഷൻ ഉണ്ടെന്നും നാട്ടിലുള്ള ആണുങ്ങൾ മുഴുക്കായിട്ട് എൻ്റെ അടുത്ത് സെക്സ് റിലേഷൻ ഉണ്ടെന്നും ആ ചള്ള വീർത്ത് ചീർത്ത പന്നിയെ പോലിരിക്കുന്ന നായ്ക്ക് പറഞ്ഞവന് വേണ്ടി എനിക്ക് സെക്സ് റിലേഷൻ ഉണ്ടെന്നൊക്കെ പറയണത് ആരാണ്? പിജോ ജോസഫാണ്. അവക്കാണ് ആ ഭ്രാന്ത്, സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉള്ളത് അവക്കാണ്. ഡോക്ടറിൻ്റെ കൂട്ടുകാരി അത് അല്ല. എൻ്റെ ഒരു സംശയം നിൽക്കട്ടെ, തനൂജ എന്തിനാ ഇറക്കി വിട്ടത്? നിങ്ങൾ തനൂജയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഗ്രൂപ്പല്ലേ? സുലേഖയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഗ്രൂപ്പ്, തനൂജയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഗ്രൂപ്പ്. രണ്ട് പെണ്ണുങ്ങളെ അടിച്ച് പുറത്താക്കിയിട്ട് നിങ്ങൾ അവിടെ എന്തോ നീങ്ങണേ? ഡോക്ടറെ എന്ന് വിചാരിക്കുന്നത് മാത്രം ഒരു കണ്ടുകൊണ്ട് മാത്രം കാണുന്ന ഈ സ്ത്രീയൊക്കെ നിങ്ങളെക്കാളും ഉറപ്പല്ലേ? അല്ലാതെ അവളുണ്ടോ ബംഗാളിന്റെ അടുത്ത് പോകുന്നു, പിന്നെ എത്ര പേരെടുത്ത് പോയിട്ടുണ്ടോ നമുക്കറിയില്ല. നമുക്ക് അറിയുന്നത് തന്നെ ലിസ്റ്റിൽ ഇവിടെ നമുക്ക് അറിവുള്ളത് തന്നെ 3 ഉണ്ട് നമുക്കറിയുന്നത്. ഇതിലെല്ലാം നിങ്ങൾക്ക് അയ്യ 3 ഉള്ളൂ. മെനങ്ങാന്നൂടെ അവള് പറഞ്ഞ 5 നമ്പര് മാറ്റി പറയരുത്. 3 അല്ല 5 ഉണ്ട്. ഇനി ഡെസ്പറേനിയാണ്, അതുകൊണ്ട് ഇനി ആരും വരാതിരിക്കാൻ. വിനുവിനെ കളഞ്ഞിട്ട് ഞാൻ പുതിയൊരു കല്യാണം കഴിക്കാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴാണുള്ള ഡെസ്പറേനിയ. വോട്ടമ്മായി പിജോ ഇതുവരെ 33 എന്നും കെട്ടിയിട്ടില്ല. അത് പിന്നെ 2019 വരെ 36 വയസ്സ്, കൂടിയിട്ടില്ല. 2019 മുതൽ 36 ആഘോഷിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഇത്രയും ദിവസം ആയപ്പോഴത്തേക്ക് അതിൽ തന്നെ നിൽക്കുകയാണ് സ്റ്റിക്ക്. ഇവള് സൈക്കോളജി അല്ല, ഇവള് ഭ്രാന്ത്. രഹസ്യമായിട്ട് അറിയുന്ന പല കാര്യങ്ങളുണ്ട്. ഇതിലെ പല മെമ്പേഴ്സിനും അറിയുന്ന വേറെ കുറെ ആൾക്കാരെ പേരും ഉണ്ടാവും ഇവളുടെ ലിസ്റ്റില്. പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ സ്ത്രീകൾക്ക് അതുപോലത്തെ പ്രശ്നങ്ങൾ. മോനെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മാർക്ക് പറയുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. അത് പയ്യെ മാറും. അത് ഭയങ്കര കൂടുതലാണ്. അവൻ ഉറങ്ങാറില്ല. ഈ എക്സാമിൻ്റെ തലേന്നൊക്കെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആവും. കിടന്ന് എനിക്ക് ഉറക്കം കിട്ടത്തില്ല. ഞാനും അവൻ്റെ കൂടെ ഇരിക്കും. അവന് അത്ര പഠിച്ചാലും തീരുമില്ല. എല്ലായിടത്തും ഒരു ബുക്കും കൊണ്ട് കിടക്കണം. അതങ്ങനെയാണ്. അതിൻ്റെ പരീക്ഷ കഴിയുന്നവരെ പാട് തന്നെ ഭയങ്കര പേടി. എടീ അത് കള്ളമല്ല, പക്ഷെ ഒറ്റ പ്രശ്നമുണ്ട്. സാധനം കാണാൻ വയ്യടി പൂട കാരണം. നീ പൂട മാറ്റി പൂട വടിച്ചിട്ട് വേണ്ടേ ഫോട്ടോ എടുത്ത് ചെറുക്കൻ അയക്കേ? ചെറുക്കന് പൂടയുള്ളൊരു സാധനം അയച്ചു കൊടുത്തിരിക്കുന്നത്. നീ പൂട മാറ്റി ഞങ്ങൾ അങ്ങനെ കാണും. ബോട്ടയ്ക്കകത്ത് പൂട മാറ്റാൻ ഓപ്ഷൻ ഇല്ലല്ലോ. നീ പൂടയൊക്കെ വടിക്കണ്ടേടി. ഇത് പറയണാർന്നറിയാം, മേത്തച്ചിയാ. പള്ളി ജമാഅത്തുകാരെ ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ഒരു താത്തച്ചി. നിങ്ങളുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. ഫോൺ നമ്പർ വെച്ച് സർവ്വ ആൾക്കാരുടെയും ഡീറ്റെയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഫോട്ടോ ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതെന്താ പബ്ലിക് ചെയ്യാതെയൊന്നും സൗകര്യമില്ല. തേർഡ് റേറ്റ് സ്റ്റാൻഡേർഡില്ലാത്ത കഴുതകളുടെ ഫോട്ടോ ഉൾപ്പെടെ ഡീറ്റെയിൽ ഉൾപ്പെടെ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പൊക്കിക്കോളൂ കേട്ടോ, സമാധാനപ്പെട്, തഞ്ചപ്പെടും. ഒന്നും അറിയത്തില്ല. പ്രായമായി കല്യാണം കഴിക്കുന്നവർക്ക് കുഴപ്പമില്ല. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. 16 വയസ്സിൽ 17 വയസ്സിൽ കല്യാണം കഴിക്കുന്നവർക്ക് ഞങ്ങളെ പ്രോബ്ലം പറ്റും. ശരിയാണ്, തായി പറഞ്ഞാൽ ശരിയാണ്. അവർക്ക് അതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണത്തില്ല. സണ്ണഫ്നാന് വേണ്ട. എനിക്ക് വിശ്വാസം ഇല്ല താഴ്ത്താ ഇവർക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടോന്നാണ്. മുമ്പറ്റുണ്ടായിട്ടുണ്ടാവും. അവൾ നമ്മളാളാണ്, അതുകൊണ്ടാണ് അത് വിശ്വസിക്കാത്ത. മിടിക്കുകയാണടി, നീ എൻ്റെ ആളാണ്. വേറെ ഒന്നിനും പൈസ ആക്കിയിട്ടില്ലെങ്കിൽ ഇതിന് ട്രീറ്റ് ചെയ്യാൻ പൈസ ആക്കും. ഇതില്ലാതൊക്കെ പറ്റൂല.
കാരണം അവള് ഫിജോ ചേച്ചിനോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ നിങ്ങളും ഹസ്ബൻഡും തമ്മിൽ പിജോ ചേച്ചിയുടെ അടുത്ത് എന്ത് ചോദിച്ചെന്ന്? അങ്ങനെ എന്താ ഇങ്ങനെ എന്താന്നൊക്കെ. അമ്മി ചേച്ചിന്റെ വീട്ടിൽ വന്നിട്ട് അമ്മി ചേച്ചിയോട് സംസാരിച്ച എന്തൊക്കെയാന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള ആളേ അല്ല. ഇപ്പം കൂടെ ആമി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ആമി ചേച്ചിയുടെ അടുത്തും ചോദിച്ചു. പക്ഷെ ആമി ചേച്ചി പറഞ്ഞത് കള്ളമാണെന്നാണ് ഈ പറയുന്നത്. ഇവർ പരസ്പരം ഊക്കുന്നത് ഇവർക്ക് പരസ്പരം മനസ്സിലാവുന്നില്ല. അവളെ ഊക്കുകയാണ്, ഇവളെ ഊക്കുകയാണ്, മൊത്തത്തിൽ ഊക്ക്. പക്ഷെ പരസ്പരം മനസ്സിലാവുന്നില്ല. വെച്ചോണ്ടിരിക്കുന്ന അവര് ചിലപ്പോ ഇങ്ങനത്തെ പ്രോബ്ലം ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ടോ? കാരണം ഒരു വയസ്സത്തെ രഘുചേട്ടാ അത് ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്, ഗ്രൂപ്പിൽ പോയി കേട്ടോ, അപ്പോഴും മനസ്സിലാവും. നിങ്ങളെ സാഹിത്യകാരി പ്രൊഫഷണലായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഡിസ്പറേനിയ. എൻ്റെ അസുഖത്തിൻ്റെ പേരാ, നെറ്റിലടിച്ച് നോക്കിയാൽ മതി എന്താണ് അസുഖം എന്ന് മനസ്സിലാകും. മാത്സ് അല്ല ഒബ്വിയസ്ലി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അയാൾ ഫേസ് ചെയ്യുന്നുണ്ടാവും. അത് ഞാൻ മനസ്സിലാക്കി. അത് കേൾക്കുന്നില്ല ഡോക്ടർ. അങ്ങനത്തെ പെരുമാറ്റം അപ്പൊ അവിടെ തന്നെ നല്ല ഹോസ്പിറ്റലിൽ ശരിയാക്കാൻ പറ്റുന്നത്. ഇവർക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ തന്നെ അവിടെ ശരിയാക്കിയിട്ടുണ്ടാവും. കാരണം അതിലാണ് ഇവളെല്ലാരും ഈ ഇത് കാട്ടിയിട്ടാണ് ഇവളെല്ലാം അവിടുന്ന് നേടിയെടുക്കുന്നത് പല സംഭവങ്ങളും. അയ്യോ എവിടെ പോയി? അയ്യോ മിസ്സായി പോയിടെ. ഇനി ഇതെല്ലാം എടുത്തോണ്ട് വരണ്ടേ പാടി തന്നെ. പറഞ്ഞു ഞാനായിട്ടില്ല. ഞാനൊരു കാര്യം ചോദിച്ചോക്കട്ടെ, നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത്. ഇവർക്ക് ഉണ്ടാക്കിയത് നമുക്ക് എന്തായാലും എന്താ ഇട്ടില്ലെങ്കിലല്ല. ഇതിലെല്ലാവരും ഇല്ല ഈ ഗ്രൂപ്പില്. ഒന്ന് നിർത്ത് മക്കളെ. നമുക്ക് ഇവിടെ ഈ സ്വഭാവികത മാറ്റാം. ഇവളെങ്ങനെ അടിച്ചൊതുക്കുക, ഇവളെങ്ങനെ യൂട്യൂബ് എന്നുള്ള സാധനത്തിൽ നിന്ന് പുറത്തെടുക്കാന്നുള്ള കാര്യത്തിൽ നമുക്കൊന്ന് ഗാഢമായി ചിന്തിക്കാം. ഞാൻ അടിച്ചൊതുക്കണം, ഇന്ന് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കണം. കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ നീ പോയിക്കോ, എന്നോട് മുണ്ടൂല. നമുക്ക് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. ഡോക്ടറും അജിതേച്ചിലും നല്ല കാര്യം പഠിപ്പിച്ചിരുന്നു. എന്താ തജിന നീ ഇനി ശരിയാകാനായിട്ടില്ല. ഞാനൊരു കാര്യം ചോദിച്ചോക്കട്ടെ, നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത്. ഇവർക്ക് ഉണ്ടാക്കിയത് നമുക്ക് എന്തിനാ? എന്തായാലും എന്താ ഇട്ടില്ലെങ്കിലല്ല. ഇതിലെല്ലാവരും ഇല്ല ഈ ഗ്രൂപ്പില്. ഒന്ന് നിർത്ത് മക്കളെ. നമുക്ക് ഇവളെ ഈ സ്വഭാവികത മാറ്റാം. ഇവളെങ്ങനെ അടിച്ചൊതുക്കുക, ഇവളെങ്ങനെ യൂട്യൂബ് എന്നുള്ള സാധനത്തിൽ നിന്ന് പുറത്തെടുക്കാന്നുള്ള കാര്യത്തിൽ നമുക്കൊന്ന് ഗാഢമായി ചിന്തിക്കാം. ലീവ് ചെയ്യാം. അത് അവളായി അവളെ പാടായി അവളെ വിനീതായി അവളെ നിങ്ങളായി അവളെ വാർത്താന്നതായി. അതല്ല ഇപ്പൊ അത് മാത്രല്ല, ഇപ്പൊ വിനീത് വരാത്തത് വെച്ച് പെണ്ണുങ്ങൾക്ക് ബിരിയാണിച്ച പോലെയല്ലേ ജംഷീർ പറയുന്നിട്ടില്ല. അതുകൊണ്ട് പേടിച്ചിട്ടായിരിക്കും വിനീത് തന്നെ എടുക്കാത്തത്. അല്ലാതെ പെണ്ണുങ്ങൾക്ക് കംപ്ലൈന്റ് ഒന്നും ഇല്ല. ഇപ്പം എന്താ പറയേണ്ടത്, വിനീതിൻ്റെത്. താത്ത നോയമ്പൊക്കെ ഉണ്ടോ താത്ത? നിങ്ങളെ നോമ്പ് പടച്ചം വസൂലാക്കൂലല്ലോ. മറ്റുള്ളവരുടെ കുറ്റം കുറവും പറഞ്ഞാൽ നോമ്പ് വസൂലാവില്ല താത്ത. വീട്ടിലുള്ളവർക്ക് അറിഞ്ഞൂടല്ലേ താത്ത ഇങ്ങനെ ഏഷണിയും പരദൂഷണവും കൊണ്ട് നടക്കണം. സെക്സ് ദാരിദ്ര്യം നല്ലപോലെ ഉണ്ടല്ലേ. അപ്പൊ പറയും സെക്സ് ദാരിദ്ര്യമുള്ള തത്ത, തായി തത്ത. ചെറിയ ചട്ടിയല്ല, അതൊന്നും ഇതിൽ പറയാൻ പറ്റില്ല. ആണുങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അത് അനുവദിക്കുന്നത് ഞാൻ പച്ചക്ക് പറഞ്ഞിട്ട്. ഇവള് സെക്സ് ആസ്വദിച്ചിട്ടില്ലെങ്കിൽ, അല്ല ഇവക്ക് സെക്സിനോട് വെറുപ്പുണ്ടെങ്കിൽ ഓളൊരിക്കലും ജീവിതത്തിൽ ഇങ്ങനത്തെ സെക്സ് എന്ന് പറയുമ്പോൾ തന്നെ ഓള് മുഖം വല്ലാതെ ആവും. അല്ലെങ്കിൽ ഓക്ക് ഇതൊന്നും ബാക്കോട്ട് അടിക്കും. ഇത് തൊട്ടേ മക്കളെ മുന്നൊന്നും നാട്ടാരും കണ്ട കുട്ടി മക്കളെ മുന്നിൽ എന്ന് പറയുന്നതിൽ പ്രശ്നമുള്ളൂ. മക്കളെ അപ്പുറത്തോട്ട് നീക്കി നിർത്തിയിട്ട് കവച്ചു കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. തായ്ത്താത്ത പറയണതാ. തായ്ത്താത്തക്ക് എത്ര കുറ്റി താത്ത. തായ്ത്താത്തയുടെ ഒരു ഡേതയൊക്കെ കാണുമ്പോൾ തായ്ത്താത്ത മൊത്തത്തിൽ ഒരു പബ്ലിക് ആണല്ലേ. പിന്നെ ഗർഭിണിയായിരുന്നു, അബോർട്ട് ആയിട്ടൊന്നും ഇങ്ങനെ വേദന അനുഭവിച്ച ഒരു വ്യക്തി ഒരു ചെറിയ മക്കളെ ഒന്നും ഒരിക്കലും പറയില്ല. ഒരിക്കലും നമുക്ക് തുടക്കത്തിൽ ഉണ്ടാവും. തായ്ത്താത്തക്ക് സെക്സ് പറയാൻ ചെറിയ മക്കളെ എന്തിനു താത്ത പിടിക്കണത്? ശിക്ഷിച്ചുണ്ടാവും എത്ര ആളൊക്കെ ആയിട്ട് ഇറക്കുന്നത്. പിന്നെ അതെല്ലാം പണ്ടത്തെ കഥയാണ് ഡോക്ടർ. ഇപ്പോഴൊക്കെ അങ്ങനത്തെ ഒരു രോഗവും ഇല്ല. വേറെ കല്യാണം കഴിക്കുന്നത് സെക്സിന് വേണ്ടിയിട്ടാണെന്ന്. അപ്പൊ ഒരു ചെറിയ ചെക്കനെ, സ്വന്തം മകനേക്കാളും 4-5 വയസ്സ് പ്രായമുള്ള ചെക്കനെ വെച്ചോണ്ടിരിക്കണത് എന്തിനാണാവോ?
അത് പിന്നെ ഇതെന്റെ സ്റ്റഡി ക്ലാസ് അവര് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പത്തെ പ്രശ്നം ഇത് ഷഫീനൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നതാണ് നമ്മൾ ചർച്ച വിഷയം. തള്ളക്ക് ഉണ്ടായിരിക്കാം, ഇപ്പം വയസ്സുകാലത്ത് പിന്നെയും വന്നിരിക്കാം. ഈ അതിന്റെ ഇടയിലുള്ള കാലഘട്ടത്തിലെന്തും ഐ ഡോണ്ട് തിങ്ക് ഷീ സഫേർഡ് ഫ്രം ദിസ് പ്രോബ്ലം. എനിക്ക് തോന്നുന്നില്ല. കാരണം തോന്നുന്നില്ല ഒരാള് അല്ല വ്യക്തി. അതൊക്കെ എപ്പോഴും ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ടാവും. പിന്നെ മറ്റുള്ളവരോട് ഞാൻ ഇങ്ങനത്തെ ഒരാളാണ് എന്നൊക്കെ ഞാൻ എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് നിങ്ങൾക്കൊന്ന് തെളിയിക്കാം. നാളിതുവരെ എത്രയോ നാളായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നു. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ളവർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട്? എൻ്റെ ചുറ്റുമുള്ളവർക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് ഞാൻ സംസാരിച്ച് കേട്ടിട്ടുണ്ട്? മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ അവള് ഭയങ്കര എന്താ പറയാ മാനിപ്പുലേറ്റിംഗ് മൈൻഡുള്ളതായതുകൊണ്ട് ശ്രമിച്ചിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ ഈ പാവത്തിനെ കുറിച്ച് നമ്മൾ എന്തായി പറയുന്നത്. എന്നിട്ടത് നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരാള് എന്നോട് വന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടിട്ട് എനിക്ക് സഹതാപം തോന്നുന്നുണ്ട് അവരെടുത്തത്. ഞാൻ പറയുന്നില്ല, നമ്മുടെ ഗ്രൂപ്പിൽ എനിക്ക് 4-5 മെസ്സേജ് വന്നു. അതാണ് മാറ്റി പറയണത്. ഈ കേട്ട ആളുകൾക്ക് സഹതാപം തോന്നും, അതുകൊണ്ട് മാറ്റി പറയാണ്. അതിലാള് പറഞ്ഞ എനിക്ക് സഹതാപം തോന്നുന്നുണ്ട്. അയ്യോ ഷാഹില, എനിക്കുള്ളൂ എൻ്റെ പൊന്നാള, ഇത് ഞാൻ പറയണല്ല, എൻ്റെ ഗ്രൂപ്പിലുള്ള മേത്തച്ചികൾ പറഞ്ഞ കാര്യമല്ലേടി. അത് ഞാൻ കേൾപ്പിക്കുമ്പോൾ നിനക്ക് ഉളുപ്പ് തോന്നുന്നു. അവളുമാർക്ക് പറയാൻ ഞാൻ കേൾപ്പിച്ചാ കുഴപ്പോ? അതുകൊള്ളല്ലേ. ഇപ്പൊ സഹതാപം ഈ ഒരു കാര്യത്തിനൊന്നും തള്ളനോട് സഹതാപം തോന്നിട്ട് ഞങ്ങളുടെ ആവശ്യമില്ല. എന്തൊരു സഹതാപം ഈ ഒരു കാര്യത്തിനോ തള്ളക്ക് അങ്ങനത്തെ ആസ്വദിക്കാനുള്ള ഒരു പ്രശ്നം തള്ളക്ക് ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ വയസ്സാകുമ്പോൾ ഇതുപോലത്തെ പ്രോബ്ലം പെണ്ണുങ്ങൾക്ക് വരും. ഈ വയസ്സുകാലത്തും ഇതുപോലത്തെ കൊച്ചെറുക്കന്മാരെ വെച്ച് കൂടെ വെച്ചുകൊടുക്കുമ്പോൾ ഇതുപോലത്തെ പ്രോബ്ലംസ് ഒക്കെ വരും. നമുക്ക് നമ്മുടെ കൂടെയുള്ള പ്രശ്നം അസൂയാണ്, വേറൊന്നുമല്ല. ഇതിന്റെ റീസൺസ് ഇത് മാത്രമല്ല, വേറെ കുറച്ച് കാര്യങ്ങൾ പബ്ലിക് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതെ, എവളെ സ്വഭാവമില്ലല്ലേ മറ്റുള്ളവർ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവളിങ്ങനെ കള്ളത്തരങ്ങൾ പറയുന്നത്. എവള് ചാനലിൽ വന്നിരുന്നുണ്ട് അവളതിനെ കുറിച്ചല്ലേ അവളെ മോന്റെ മുമ്പിൽ ഇരുന്നു അവള് പറയുന്ന മൊത്തം എന്താ പറയാൻ പോലും കൊള്ളത്തില്ല. അവൾക്ക് അത് മാത്രമേ അവളെ വായി വരുത്തുള്ളൂ. വൃത്തികെട്ടത്. അവളെ എന്റെ കയ്യിലൊന്ന് കിട്ടിയതിന് അവളെ ഞെക്കിക്കൊല്ലാനുള്ള ദേഷ്യം എനിക്ക് വരുന്നത്. വൃത്തികെട്ട അവള് താക്കിയാൻ പിടിച്ചു പോലും. തായ് താത്താക്ക് ധൈര്യമുണ്ടെങ്കിൽ തായ്ത്താത്തയുടെ അഡ്രസ്സും ജമാഅത്തും പറഞ്ഞാൽ തായ്ത്താത്തയുടെ ജമാഅത്തിലേക്ക് ഷെഫീന വന്ന് നിൽക്കാം. തായ്ത്താത്തക്ക് നാക്ക് പുഴുവാൻ ഞാൻ കൊണ്ടുവന്ന് തരാം. പുഴുതു നോക്കുന്നു തായ്ത്താത്തൈക്കളവി. അള്ളാഹയെ റസൂലിനെയും പേടിച്ച് നടക്കുന്ന നീ നല്ല ഫസ്റ്റ് ക്ലാസ് നരകത്തിൻ്റെ വിറവുള്ളിയാണടി തീക്കട്ടയിലുണ്ടായ നാറി. നിന്നെപ്പോലൊരു ശവത്തിനെ ചമക്കേണ്ടി വരുന്നത്. പിന്നെ ഞാനൊരു കാര്യമുണ്ട്, ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് പോലീസുകാരുടെ അടുത്ത്. അവരതിന് പെർമിഷൻ തരികയാണെങ്കിൽ തായ്ക്കളവിയുടെ ഫുൾ ഡീറ്റെയിൽസ് വിത്ത് പിക്ചർ ഉൾപ്പെടെ ഞാനിടും. അതിൽ വരുന്ന പ്രശ്നം ഞാൻ ഫേസ് ചെയ്യും. കാരണം മുസ്ലിങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിനെ തല ഉയർത്തിപ്പിടിച്ച് പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ചില കച്ച മക്കൾക്ക് മനസ്സിലാകണം, തായ്ത്താത്തയെ പോലുള്ള സെക്ഷൽ ഫ്രസ്ട്രേഷനുള്ള, സാമാനത്തിൽ സാധനം കയറാത്തതിൻ്റെ വേദനയുള്ള സ്ത്രീ ഇതുപോലെ നടക്കുന്നുണ്ടെന്ന്. അവരെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തായ്ത്താത്തയെ നല്ല ചുണയുള്ള ഒരുത്തന് കെട്ടിച്ചു കൊടുക്കുക. കമ്പ് കയറാത്തതിൻ്റെ വിഷമമാണ് തായ്ത്താത്ത ഈ പറഞ്ഞു തീർക്കുന്നത്. അപ്പം തായ്ത്താത്തയുടെ ഫോട്ടോ ഞാൻ പബ്ലിഷ് ചെയ്യും. തായ്ത്താത്ത വെയിറ്റ് ചെയ്യും കേട്ടോ, ഞാനത് പബ്ലിഷ് ചെയ്യും. ഇന്നല്ല, ചെയ്യും. തായ്ത്താത്തയുടേതും ഡാക്ടറിൻ്റെയും ഫോട്ടോ ഉൾപ്പെടെ അഡ്രസ്സ് ഉൾപ്പെടെ ഞാൻ പബ്ലിഷ് ചെയ്യാം. ഇപ്പം കേട്ടില്ലേ? നീ പറയും നീ ഫ്രോഡാണടി, നിന്റെ തള്ള ബസ് സ്റ്റാൻഡ് വെക്കൂസാണടി, നീ വെറും അർമാണിയാണടി, നീ വാടി അഡ്രസ്സ് അറിഞ്ഞൂടെ, ബിജോടുത്ത് ചോദിച്ചിട്ട് നീ എന്നെ എൻ്റെ വീട് വരെ വാ, അല്ലെങ്കിൽ നീ നിൽക്കുന്ന സ്ഥലം പറ, ഞാൻ അങ്ങോട്ട് വരാം. നീ എന്തോ ഞൊട്ട് വന്നാടി, ആരെ അടി ഒലത്തുന്നത്? ബോട്ടൊന്നും പറഞ്ഞാൽ ഉറച്ചു നിൽക്കുക, അതാണ് വയസ്സ് തരാം. അത് സത്യമാണ്. അവൾ പറയണതിലെല്ലാം അവൾ ഉറച്ചു നിൽക്കുകയാണ്. സംസ്കാര സമ്പന്നത കൊണ്ട് നിറഞ്ഞു.
ഡാക്ടർ ഒരിക്കലും പറയൂല. അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ആയിരിക്കും. ഇപ്പം അവള് വീണ്ടും വീണ്ടും റിലേഷൻഷിപ്പിലോട്ട് പോകുമ്പോൾ അവൾക്ക് ഉറപ്പല്ലേ ഒരു റിലേഷൻഷിപ്പിന്റെ ബേസ് ആയിട്ടുള്ള കാര്യമാണ് സെക്സ് എന്നുള്ളത്. ഒബ്വിയസ്ലി അത് ക്ലിയർ ചെയ്തിട്ടില്ല അവള് പോയിട്ടുണ്ടാവുള്ളൂ. ഈ വയസ്സുകാലത്ത് ചിലപ്പോൾ പലപ്പോഴത്തെ സ്റ്റേജ് ആയതുകൊണ്ട് അത് ചിലപ്പോൾ ക്ലിയർ ആകുന്നുണ്ടാവില്ല. അങ്ങനെ വിനയോട് പറയുന്നുണ്ടാവും, ഞാൻ ഇങ്ങനത്തെ ഒരു പരിശുദ്ധയായ സ്ത്രീയാണ്, എനിക്ക് ഇങ്ങനെ പ്രശ്നമുള്ളത് കൊണ്ടാണ് എല്ലാവരും എന്നെ ഇട്ട് പോകുന്നത്, എനിക്ക് വേറെ ആർക്കും ഇങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ വിനീത നമ്മൾ പറ്റിക്കുന്നുണ്ടാവും. കിട്ടിക്കോട്ടെ, ഓർക്ക് നമ്മളോട് അസൂയ, നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുന്ന അസൂയ, കുടുംബമായിട്ട് ജീവിക്കുന്നവരോടും അസൂയ. അപ്പൊ നമ്മളെ കുടുംബജീവിതം നശിപ്പിക്കാൻ പലതും പറയും. ഞാൻ നമ്മൾ കോഴിക്കോട് ഭാഷയിലൊക്കെ പറയുന്നത് നമ്മളെ ജീവിതം നശിപ്പിക്കാൻ പലതും പറയുന്നു. ഇവളെയൊക്കെ ജീവിതം ആര് നോക്കുന്നു? എടി നീ എത്ര പണിയെടുത്ത് നിനക്ക് എത്ര മാപ്പിളെ ഞാൻ വന്ന് അന്വേഷിച്ച, പക്ഷേ എൻ്റെ കാര്യം നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലോ. വിനീതിനെ പറ്റിക്കാൻ ഞാൻ പറയണമെന്ന് പറഞ്ഞിട്ട് അത് പറയുന്നുണ്ടല്ലോ. അപ്പോൾ കുടുംബം കലക്കികൾ ആര്? നീയാ ഞാനാ? നീയൊക്കെയാണോ അത് ഞാനാണോ? കുടുംബം കലക്കികൾ. റസീന മുഴുക്കള്ളിയാണ് കളി കൂടുതൽ. ചേച്ചിയെ കാണാൻ പക്കാ ബോറ. മുഖം ആദ്യം പോയി കഴുകുക. ഒരു കാര്യം ചെയ്യ്, കണ്ണിലിത്തിരി മരുന്ന് ഒഴിക്കുക, എന്നിട്ട് കണ്ണൊന്ന് റെക്ടിഫൈ ചെയ്തിട്ടൊന്നും കൂടെ വാ. നീ പോയി ഒന്ന് കണ്ണ് കഴുകിയിട്ട് വാ. എനിക്കങ്ങനെ തോന്നില്ല. ബാക്കിയുള്ളവർ പറയട്ടെ ഞാൻ കാണാൻ പക്കാ ബോറാണോ, എങ്കിൽ ഞാൻ പോയി മുഖം കഴുകിയിട്ട് വരാം. അത്രയും യൂട്യൂബ് ചാനൽ എവളെ തന്തയുടെ വകയാണ്. കഴിഞ്ഞ സമയത്ത് തെറികേട്ടിട്ട് ഞാൻ തിരിഞ്ഞതുകൊണ്ട് എന്റെ മോളുണ്ട് സ്റ്റക്കായി നിൽക്കണേ കണ്ടും വെച്ചിട്ട് കള്ളനെ കഴിഞ്ഞ വിളിച്ച തെറികേട്ടിട്ട് ഞാൻ തിരിഞ്ഞതുകൊണ്ട് എന്റെ മോളുണ്ട് സ്റ്റക്കായി നിൽക്കണേ കണ്ടും വിളിച്ചിട്ട് വാട്ട് ഈസ് ദിസ് മമ്മ, വാട്ട് ആർ യു സേയിങ് എന്ന് വെച്ചിട്ട്. പിന്നെ ഞാൻ അവളെ തൽക്കാലൊക്കെ ഒന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു കൊടുത്ത്. ഇവരും കൂടി കേട്ടിട്ടില്ല. ഇതുപോലത്തെ ഒരു വാക്കും നമ്മളെ വീട്ടിൽ വിളിക്കലില്ല. ഞാൻ അവളോട് പറഞ്ഞു കൊടുത്ത്, റസൂലിനെ പറ്റി പറഞ്ഞ നീ കേൾക്ക്, ചെറിയ മക്കളെ പറ്റി പറഞ്ഞ കേൾക്ക്, സ്ത്രീ പറഞ്ഞ കേൾക്ക്. ഇതുകൊണ്ട് മമ്മ ഒന്ന് പ്രതികരിച്ച് പോവാണ്. മമ്മനെ പറ്റി പറഞ്ഞത് കണ്ട കൂടെ സ്റ്റുപ്പിഡ് ഗ്രൂപ്പ് എന്നൊക്കെ എന്നോട് ചോദിക്കുന്നത്. ഈ ഗ്രൂപ്പ് അങ്ങനത്തെ ഗ്രൂപ്പ് സ്റ്റുപ്പിഡ് ഗ്രൂപ്പ് അപ്പുറത്ത് വേറെ ഉണ്ട്. ഇത് നല്ല പെണ്ണുങ്ങള് ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നീയും പറയണം, ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ കണ്ടു കഴിഞ്ഞാൽ നീയും പ്രതികരിക്കണം ഒക്കെ പറഞ്ഞു കൊടുത്തു നോക്കും. ഇവള് നോക്കുമ്പോ ഞാൻ തെറി വിളിക്കുന്ന മാത്രല്ല, അതിന്റെ തൊട്ട് മുമ്പ് താത്താടെ തെറി വിളികളാണല്ലോ ഇവള് കേൾക്കുന്നത്. ഇവളെ വിചാരം ഈ ഗ്രൂപ്പിൽ ആരോ ആണ് ഈ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്കെ ഞാൻ പറഞ്ഞ് ക്ലിയർ കൊടുത്ത്. ഇത് വേറെ തള്ള, തള്ള ആ ഗ്രൂപ്പിൽ പറയുന്നത് നമ്മുടെ ചാരന്മാർ അവിടെ നിന്ന് എടുത്തിട്ട് ഈ ഗ്രൂപ്പിൽ കൊണ്ടിടുകയാണ്. ഇവിടുത്തെ ആരും ഇങ്ങനെ സംസാരിക്കൂല. ഇതൊക്കെ തള്ളയുടെ മാത്രം സംഭാവനയാണ്. ഇത്രയും കേട്ടപ്പോ മമ്മ ഒന്ന് പറഞ്ഞു പോയതാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വന്ന്. മനസ്സിലായ ഞങ്ങൾക്ക്? ആ പോയിന്റാണ് ഞങ്ങളെ കേൾപ്പിക്കാനായിട്ട് വന്നത്. ഇവള് നോക്കുമ്പോ ഞാൻ തെറി വിളിക്കുന്ന മാത്രല്ല, അതിന്റെ തൊട്ട് മുമ്പ് താത്താടെ തെറി വിളികളാണല്ലോ ഇവള് കേൾക്കുന്നത്. ഇവളെ വിചാരം ഈ ഗ്രൂപ്പിൽ ആരോ ആണ് ഈ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഒക്കെ ഞാൻ പറഞ്ഞ് ക്ലിയർ കൊടുത്ത്. ഇത് വേറെ തള്ള, തള്ള ആ ഗ്രൂപ്പിൽ പറയുന്നത് നമ്മുടെ ചാരന്മാർ അവിടെ നിന്ന് എടുത്തിട്ട് ഈ ഗ്രൂപ്പിൽ കൊണ്ടിടുകയാണ്. ഇവിടുത്തെ ആരും ഇങ്ങനെ സംസാരിക്കൂല. ഇതൊക്കെ തള്ളയുടെ മാത്രം സംഭാവനയാണ്. ഇത്രയും കേട്ടപ്പോ മമ്മ ഒന്ന് പറഞ്ഞു പോയതാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വന്നവർക്ക്. കള്ളനെ കഴിഞ്ഞ ദിവസം വിളിച്ച തെറി കേട്ടിട്ട് ഞാൻ കള്ളനെ ആര് വിളിച്ച തെറി? തായിത്താത്ത വിളിച്ച തെറി കേട്ടിട്ട് തായിത്താത്തയുടെ വീട്ടിലുള്ള കൊച്ചു ചോദിക്കാണ്, തിരിഞ്ഞതുകൊണ്ട് എന്റെ മോളുണ്ട് സ്റ്റക്കായി നിൽക്കണേ കണ്ടും വിളിച്ചിട്ട് വാട്ട് ഈസ് ദിസ് മമ്മ, വാട്ട് ആർ യു സേയിങ് എന്ന് വെച്ചിട്ട്. പിന്നെ ഞാൻ അവളെ തൽക്കാലൊക്കെ ഒന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു കൊടുത്ത്. ഇവരും കൂടി കേട്ടിട്ടില്ല. ഇതുപോലത്തെ ഒരു വാക്കും നമ്മളെ വീട്ടിൽ വിളിക്കലില്ല. ഞാൻ അവളോട് പറഞ്ഞു കൊടുത്ത്, റസൂലിനെ പറ്റി പറഞ്ഞ നീ കേൾക്ക്, ചെറിയ മക്കളെ പറ്റി പറഞ്ഞ കേൾക്ക്, സ്ത്രീ പറഞ്ഞ കേൾക്ക്. ഇതുകൊണ്ട് മമ്മ ഒന്ന് പ്രതികരിച്ച് പോവാണ്. മമ്മനെ പറ്റി പറഞ്ഞത് കണ്ട കൂടെ സ്റ്റുപ്പിഡ് ഗ്രൂപ്പ് എന്നൊക്കെ എന്നോട് ചോദിക്കുന്നത്. ഈ ഗ്രൂപ്പ് അങ്ങനത്തെ ഗ്രൂപ്പ് സ്റ്റുപ്പിഡ് ഗ്രൂപ്പ് അപ്പുറത്ത് വേറെ ഉണ്ട്. ഇത് നല്ല പെണ്ണുങ്ങള് ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അടി ചിരി, അയ്യോ ചിരി അടി. ആരുടെ പേര്? മമ്മ വാട്ട് ആർ യു സേയിങ്? മമ്മ വെറും മറ്റേ മോളാണെന്ന് കൊച്ചിനറിയത്തില്ല. വെറും പിഴച്ച ജന്തുവാണ് മമ്മ.
മമ്മയുടെ തെറിവിളി മോള് കേട്ട് മോള് ഞെട്ടി തകർന്നു നിന്നിട്ട് വാട്ട് ആർ യു സേയിങ് വൈ യു ആർ ഇൻ ദിസ് ഗ്രൂപ്പ്? കൊച്ചപ്പോഴേ പറകോട്ടൊരു മലച്ചപങ്ക് മലച്ചെന്നാ കേട്ടെ. ഡോക്ടറുടെ പൂർണ്ണ വിവരം നിങ്ങൾക്ക് കേൾക്കണ്ടേ? അതാണ് ഗാമടി. ഷാണിയ പെണ്ണുങ്ങളുടെ പേരൊക്കെ ഞാൻ പറയാമേ, അവിടെ നില്ല്. ആദ്യം ഒരു വൃത്തി കെട്ടവൾ എൻ്റെ ചേച്ചിയുടെ അടുത്ത് വന്ന് നിന്ന് തിന്നു മുടിച്ച് പണിയും തന്നിട്ട് പോയി. അവക്ക് ഭ്രാന്ത് മോളെ. നമ്മള് ജോസ്ക ഇല്ലേ, ജോസ്കോ ജ്വല്ലറിയുടെ അനിയൻ്റെ സ്വന്തം കൊണാണ്ടറാണെന്ന് കേട്ടാ. ഈ അറേബ്യൻ കോർ എനർജി എന്ന് പറയുന്ന ID വെച്ചുകൊണ്ടിരിക്കുന്നവൾ അറിയാൻ വേണ്ടിയിട്ട്, അത് ദുബായ് ബേസ്ഡ് ഒരു കമ്പനിയുടെ പേർക്കെടുത്ത ID ആണ്. അതൊക്കെ ഉണ്ടാവും. അതിൽ നിന്നൊക്കെ വന്ന ഏതോ ഒരുത്തം കൂര പൊക്കാൻ വന്നപ്പോൾ നിനക്ക് പൊക്കി തന്നതിന് നീ പൊക്കി കൊടുത്തതിൽ ഉണ്ടായ സംഗതിയാണ്. നമ്മൾ സംബന്ധിച്ച് പച്ചയ്ക്ക് പറയും, ഞാൻ തായി തത്തമ്മ, ഇത്തിരി റെസ്പെക്റ്റ് ഉണ്ടായിപ്പോയി, അതുകൊണ്ടാണ്, ഞാനൊന്നും പറയുന്നില്ല. ഓക്കെ. അപ്പോൾ UAE-യിലുള്ള ആരെ ഒരാളെ കൊണ്ടൊരു സിം എടുപ്പിച്ച് അതിൻ്റെ വാട്സപ്പ് വെച്ചാണ് ഈ ചരക്ക് അത്രയും, ഈ പ്രശ്നങ്ങൾ അത്രയും കാണിക്കുന്നത് കേട്ടോ. പിന്നെ അവളുടെ പേര് മുസ്ലിമാണ്. ബിഗ് ഫാൻ, താങ്ക് യു. ഈ ഉണ്ടിയലിന് നാട്ടിലേക്ക് പൈസ അയക്കുന്ന ടീമില്ലേ, ഹവാല പണമിടപാട്, അതിൻ്റെ മെയിൻ ആളാണ് ഇവള്. ഉണ്ടിയലിലാണ് നാട്ടിലേക്ക് പൈസ അയക്കുന്നത്. അതായത് NIA റിലേറ്റ് ചെയ്ത് ഈ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായി അതിൻ്റെ ഡോക്യുമെൻ്റ് വെളിയിൽ വരും. അങ്ങനെയാണ് എൻ്റെ അടുത്ത് പോലീസുകാരൻ പറഞ്ഞത്. കാരണം ഉണ്ടിയലാണ് ഇവളുടെ മെയിൻ ഇത്. അതിന് ഇവൾ ഉപയോഗിക്കുന്ന നമ്പർ ഇതാണ്. നാട്ടിലുള്ള നമ്പർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെക്കിങ് വരും. ഇതാകുമ്പോൾ വിദേശത്തുള്ളതാണ്, മനസ്സിലായോ? ഇപ്പോൾ വാട്സപ്പ് ചെക്ക് ചെയ്യാനായിട്ട് പോലീസിന് പ്രത്യേക നിർദ്ദേശം ഉള്ളതുകൊണ്ട് വാട്സപ്പ് അവർക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് മനസ്സിലായ ഒരു കാര്യം, അത് ഹാക്ക് ചെയ്തിട്ട് അവർക്ക് മനസ്സിലായ ഒരു കാര്യം, ഉണ്ടിയലാണ് ഇവളുടെ മെയിൻ സാധനം. ഫിജോയ്ക്ക് അത്യാവശ്യം പൈസ കൊടുക്കുന്നതും ഇവള് തന്നെയാണ്. ഇനി ഒരു കാര്യമുണ്ടേ, വേറെ ഒരു കാര്യം ഉണ്ടാക്കിയോ, ഞാനതെവിടെ വെച്ചിരുന്നു. ഫിജോയുടെ മൊത്ത കൊണാണ്ടറാണ് അവള്. അപ്പം ഇവൾ ഇട്ടിരിക്കുന്ന പക്ഷെ ഐഡൻറ്റിറ്റി ഒരു കാരണവശാലും ഈ പെണ്ണുമ്പള ഒരു കാരണവശാലും പിന്നെ ദുബായ് താമസിക്കുന്നവളല്ല. ഇവിടെ തന്നെ ഉള്ളതാണ്. ഇവിടെ തന്നെ ഉള്ള അത്യാവശ്യം ഇതുപോലത്തെ ഫ്രോഡുവലൻറ്റിൽ ഇൻവോൾവ് ആയ ഒരു ലേഡിയാണ്. പിന്നെ അവൾ ഈ അത്യാവശ്യം ഈ ഡോക്ടർ റിലേറ്റഡ് കാര്യം പറയുന്നത് ഫേക്ക് ആയതുകൊണ്ടാണ് ഇത്രയും ഫേക്കായ വർത്തമാനം. അപ്പം ഈ അസുഖത്തിൻ്റെ വിവരം തന്നെ ഞാൻ പറയാം കേട്ടോ. ഞാൻ പോലീസല്ല, ഞാൻ പോലീസിനെ ഹാൻഡ് ഓവർ ചെയ്തെന്നാണ് പറഞ്ഞത്. അത് NIA-ക്ക് കൊടുക്കാനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇവിടെ ഈ പണമിടപാട്, മയക്കുമരുന്ന്, പിന്നെ അതേപോലുള്ളതിലൊക്കെ ഇൻവോൾവ് ആയിരിക്കുന്ന ഈ മുസ്ലിം സമുദായത്തിലുള്ള ആൾക്കാരാണ്. അവരെ കൊണ്ടിത് ചെയ്യിക്കുന്നത് ഇവളാണ്. അതെന്താണെന്നറിയാം, നിസ്സാര തുകയാണെന്നേ. നമ്മളിപ്പം 25 ദിർഹം എന്തോ കൊടുക്കണം. അതായത് ഒരു 500 രൂപ അവിടുന്ന് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു ട്രാൻസ്ഫറിന് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ അത് 15 ആക്കിയെന്ന് തോന്നുന്നു. വെസ്റ്റേൺ യൂണിയൻ 15 ദിർഹമാണ്. അപ്പോൾ എന്ന് വെച്ചാൽ 300 രൂപ. അപ്പോൾ ആ പൈസ കൊടുക്കാൻ മടിച്ചിട്ട് ഇവൻ്റെയൊക്കെ കയ്യിൽ കൊടുക്കും. പിന്നെ ഹ്യൂജ് എമൗണ്ട് ചവിട്ടാനും ഉണ്ടിയൽ ഉപയോഗിക്കാറുണ്ട്. ഇത് ഇവിടെ അങ്ങനെ ചെയ്യുന്നത് ടാക്സ് വെട്ടിപ്പ് ഇനത്തിൽ വരും. മനസ്സിലായോ? അത് ഭയങ്കരമായ ക്രിമിനൽ കുറ്റമാണ്. ടാക്സ് വെട്ടിപ്പണിയും ഗോൾഡ് അങ്ങനെ റിലേറ്റഡ് ആയിട്ട്. അപ്പം ഇവിടുത്തെ നമ്പർ ഉപയോഗിച്ചാൽ പെട്ടെന്ന് പിടിപെടൂ എന്നുള്ളത് കൊണ്ട് വിദേശത്തുള്ള ഒരു നമ്പർ വെച്ചിട്ട് ഇവൾ ചെയ്യുന്ന പേക്കൂത്താണ് ആ സാധനം. അതല്ലാതെ അവൾ ടാക്കിറ്ററുമല്ല, അവളൊരു സുനാഫിക്കേഷനുമല്ല, ഒരു കുന്തവുമല്ല. അതുകൊണ്ടാണ് അവൾ വാട്സപ്പിൽ കിടന്ന് എൻ്റെ കൊച്ചിന് ഇതയച്ചത്. അതുകൊണ്ട് തന്നെ പിന്നെ ഇവളുടെ പേര് ഡോക്ടർ റോസ് എന്നും ഇവൾ പറയുന്നുണ്ട്. പക്ഷെ ഇവളുടെ ഗ്രൂപ്പിലെ പേരല്ല ഇവൻ പറയണം. അതായത് ഒരിടത്തും ഇവൾ കൃത്യമായ ഐഡൻറ്റിറ്റി കൊടുത്തിട്ടില്ല. അപ്പോൾ അതിനകത്തുള്ള എൻ്റെ ശത്രുക്കളായ കുറേ പെണ്ണുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തനിച്ച് നിന്ന് എന്നോട് പോരുത്. ജയിക്കും, തീർച്ചയായിട്ടും ജയിക്കും. നിങ്ങൾ പറയുന്ന കാര്യത്തിൽ കൃത്യതയുണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും, തർക്കമേ വേണ്ട. പക്ഷേ ഈ ക്രിമിനൽ കൂട്ടത്തിനോട് കയറി ചെന്ന് നിന്നുണ്ട് നിങ്ങൾ എന്നെ തോപ്പിക്കാൻ നിൽക്കേണ്ട, നടക്കത്തില്ല. ഞാൻ ജയിച്ച് നിൽക്കുകയാണ്. എന്തുകൊണ്ടെന്നറിയാമോ? അതൊരു ക്രിമിനൽ കൂട്ടായ്മ ആയതുകൊണ്ടാണ്. അതിനകത്തുള്ള ഒരു വ്യക്തി പോലും കേസില്ലാത്തൊരു വ്യക്തിയിൽ ഈ ഡോക്ടർ റോസൊക്കെ മാസീവായിട്ട് അധോലോക ക്രിമിനൽസാണ്. മനസ്സിലാക്കിക്കോ. സ്വസ്ഥമായിട്ടിരിക്കാൻ സമ്മതിക്കൂലല്ലേ?
ചിലക്ക് അരിയടി. ഒരു മിനിറ്റ്, എന്നെ അവൾക്ക് കാശിട്ട് കൊടുക്കട്ടുള്ളൂ. എവിടെ പോയി സാധനം വാങ്ങിച്ചിരിക്കുകയാണ്. ഇനി ഇത് ഓപ്പണായി വരാൻ നല്ല സമയമെടുക്കും. വന്നല്ലോ വനമാല. എന്തത് ഷട്ടിൽ. അപ്പോൾ ഡാർക്ക് ഹീറ്റർ ആരാണെന്നുള്ളത് മനസ്സിലായില്ല. ഡാർക്ക് ഹീറ്റർ, ഇനി ആ ഗ്രൂപ്പിലുള്ള കുറച്ച് പെണ്ണുങ്ങളുടെ കേസ് ഞാൻ പറയാം. അബി, പ്രിയ, ജാനു. മതിയാ? മതിയെങ്കിൽ മതി, നിർത്തണമെങ്കിൽ നിർത്താം. വേറെ ഒരെണ്ണമുണ്ട്, നിഷ, ബേബി, അമണ യൂസുഫ്, തായി, വേറൊരെണ്ണമുള്ള സജ്ജനയാ. അവളുടെ ഫോട്ടോയൊക്കെ ഉണ്ട്, ഞങ്ങൾ ഇട്ടായിരുന്നല്ലോ. അത് എല്ലാത്തിനെയും 25 നമ്പർ ഇറക്കുന്നത്. ഓരോരുത്തരുടെ പേര് പറയട്ടാ. ഒരു പേര് മതിയാ? അത് 5 പേര് മതിയാ? ഓരോരുത്തരുടെ പേര് പറയട്ടാ. നീ ഇനി വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, അതിനകത്ത് ഞാനുണ്ടാവും നിൻ്റെ കൂടെ. നിൻ്റെ സ്വന്തമെന്ന് കരുതി നീ കൂടെ നിർത്തിയിരിക്കുന്ന നിൻ്റെ ഏറ്റവും അടുത്ത ആളാണ് എൻ്റെ ചാരത്തി. ചാരനുമാകാം, ചാരത്തിയുമാകാം. ഏതായാലും ഈ ഗ്രൂപ്പുമായി നീ മുന്നേറിയാൽ അതിനകത്ത് ഞാനുണ്ടടി. നീ എവിടെ പോണ്ട്, എന്ത് ഗണാണ്ടർ അടിച്ചാലും ചെവീൻ അതിനകത്തുണ്ട്. ഞാനിതൊക്കെ ആഡ് ഓൺ ആക്കി വെക്കും. എന്നിട്ട് ഞാൻ നിനക്ക് നെറ്റിക്ക് ഒരു തരും. ആദ്യം നീ ചെയ് കോപ്പേ. എന്തു ഉണ്ണിട്ടാ, ഉണ്ണിയേട്ടാ പോടാ കോപ്പേ. അവൻ്റെ അടുത്തൊക്കെ വർത്താനം പറയാൻ പോകുന്ന എന്തിന്? തന്തയില്ലാത്തവന്മാരുടെ അടുത്ത് നമ്മളെന്ത് വർത്താനം പറയാൻ? എന്തുവാ? തായ് തത്തമ്മ കടി കൂടുതലാണ്, അതിൻ്റെ ഇളക്കം ഇങ്ങനെയാണ് തീർക്കുക. അയ്യോ, തായ് വെറും കൂറയാണ്, വെറും കൂറ തള്ളയാണ് തായ്. ഇസ്ലാമിയത്തൊക്കെ പറയണു. ഇവക്കെന്ത് ഇസ്ലാമിയത്ത്? ഇസ്ലാം ഇങ്ങനെയാണ്. ചേച്ചി, ഇവളുമാരെല്ലാം വെറും പന്ന സ്ത്രീകളാണ്. ചേച്ചിയുടെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ യോഗ്യത ഇവളുമാർക്കില്ല. എൻ്റെ പൊന്നു കിളിക്കൂടെ, ഞാനും നീയും തമ്മിൽ സംസാരിക്കുക പോലും ചെയ്യാത്തിരുത്ത് നീ എന്തൊക്കെയോ വീഡിയോ ചെയ്യുന്നതിന് എൻ്റെ തലയിലോട്ട് വന്ന് പാഞ്ഞു കയറുന്ന അപലക്ഷണം കെട്ടതിനൊക്കെ നമ്മളെന്തോ പറയാനാ? കാലം തെളിയിക്കട്ടെ എന്നുള്ളതാണ്. നോമ്പ് കാലത്ത് മഹിളാ സമാജം കൊള്ളാമല്ലോ, സ്വർഗം പൂകാൻ കാത്തു നിൽക്കുന്ന ഹൂറിയോ. ഇവരുടെയൊക്കെ റിയാലിറ്റി മനസ്സിലായില്ലേ? ഇതൊക്കെയാണ് ഇവർ. റിയലി ഇവരൊക്കെ ഇതാണ്. മനസ്സിലായോ? UAE-യിലാണല്ലേ? ഞാൻ അജ്മാനിലാണ്. നിങ്ങളോ? ഞാൻ അജ്മാനിലല്ല, ഞാൻ കേരളത്തിലാണ്, കോട്ടയത്താണ്. ഞാൻ മുമ്പ് തെയ്റയിൽ ദുബായിലുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കോട്ടയത്ത് ഹോളൻസ് ഈസ്റ്റിലായിരുന്നു. കമൻസ് കുറേ ഞാൻ കണ്ടില്ല കേട്ടോ. എന്തായാലും കുറേയൊക്കെ തെറിയും വിളിയാർ ഞാനൊന്നും മൈൻഡ് ചെയ്യണില്ല. ഐ ഡോണ്ട് മൈൻഡ്. ഇല്ല എല്ലാം നല്ലതാണ്. ചേച്ചി, ഇവളുമാർക്ക് ഒരു യോഗ്യതയില്ല ചേച്ചിയുടെ അടുത്ത് വന്ന് സംസാരിക്കാം. ബോധമില്ലാത്ത കഴുതാളടുത്ത് എന്ത് പറയാൻ എൻ്റെ കുട്ടി. അപ്പോൾ മോളെ സാഹിത്യകാരി, അങ്ങനെ എൻ്റെ അസുഖം നീ കണ്ടുപിടിച്ചോ? ഇടി കാലിൻ്റെ അസുഖമൊക്കെ വിട്ടാ. ഇപ്പം ചട്ടുകാലിൽ നിന്നും വിളിച്ചിട്ട് ഏൽക്കുന്നില്ല. ചട്ടുകാല്, ചുട്ടുകാല്, ചുടാത്ത കാല്, കൊച്ചിനെ വെച്ച് പറയൽ, മോശം പറച്ചിൽ, കൊച്ചിന് സർട്ടിഫിക്കറ്റ് ഇല്ല. എല്ലാ കഥകളും തീർന്നപ്പോൾ ഇനി പുതിയ കഥ. എന്തൊരു ഡിപ്രഷനാ? എന്തൊരു പേര്? ഡപ്പറേണിയ അസുഖം. അയ്യോ, എന്തൊരു പിള്ളേര്. കാഞ്ചറ കവിരാജ്, മെസ്സി ഓർ റൊണാൾഡോ? അതിൻ്റെ അമ്മയുടെ തേങ്ങ ഓട്. അപ്പം ശരി, അപ്പം ഇത്രേ പറയാനുള്ളൂ ഈ ഒരു വിഷയത്തിൽ. നീ എവിടെ കൊണ്ടുപോയി ഗ്രൂപ്പ് ഉണ്ടാക്കിയാലും ചെവീൻ അതിനകത്ത് കാണും ചെക്ക്. ഞാൻ ഇന്നലെ പറഞ്ഞ ചെക്കിനാണ് ഞാനിപ്പോൾ നിനക്ക് മറുപടി തന്നത്. നീ പുതിയ ഗ്രൂപ്പ് 75ൻ്റെ ഗ്രൂപ്പ് പൊട്ടിച്ചിട്ട് നീ 25ൻ്റെ ഗ്രൂപ്പ് തുറന്നപ്പോഴും ഈ 25ലും 2 പേരെ ഞാൻ തന്നിട്ടുണ്ട്. ഒരാളെ നീ വിട്ട് കേട്ടോ. ഒരാളെ നീ ജയിച്ചു, അത് ഞാൻ സമ്മതിച്ചു. 3ൽ ഒരാളെ നീ സ്കിപ്പ് ചെയ്തു. പക്ഷേ 2 എണ്ണം ഇപ്പോഴും നിൻ്റെ കൂടെ തന്നെയുണ്ട്. ദാറ്റ് ഷുഡ് ബി ഇൻ ദ വേൾഡ്. ഇങ്ങനെയായിട്ട് കടന്ന് കറങ്ങോടി. ഡിപ്രഷൻ ഉണ്ടോ? ഡിപ്രഷനാണ്? ഡിപ്രഷനല്ല, ഡെസ്പറേനിയ. അതൊരു പ്രത്യേകതര അസുഖമാണ്. അതുള്ളവർക്ക് കൊച്ചുങ്ങളും ഉണ്ടാവില്ല, ഭർത്താവും ഉണ്ടാവത്തില്ല. അതെനിക്കുണ്ട്. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന 2 കൊച്ചുങ്ങളും ഡ്യൂപ്ലിക്കേറ്റ്. എന്നിട്ടാണ് അവിടെ ഇരിക്കുന്നത്. കൊച്ചിൻ്റെ തന്ത എവിടെയാണ്? ഡെസ്റ്റിബി ശിശുവാണ്. എനിക്ക് കുട്ടിയുണ്ടാവില്ല, ഞാൻ വെർജിനാ. എന്നിട്ട് അവൾ ഇരുന്നിട്ട് പറയും ഞാൻ ഭയങ്കര കുഴപ്പമാണ്, ഞാൻ വേശയാണ്, മറ്റേ മറിച്ചാണ്. എല്ലാം കൂടെ ഒരു വായിലും. അതാണ് സത്യമല്ല എന്നുള്ളത് തെളിയുന്നത്. സത്യമാണെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്നിച്ച് പറയത്തില്ല. കള്ളം പറഞ്ഞാൽ ആരും ജയിക്കാൻ ഒക്കത്തില്ല. മനസ്സിലായ? കള്ളം പറഞ്ഞാൽ ഒരാളും ഒരിടത്തും ജയിച്ചു പോവത്തില്ല. അത് മനസ്സിലാക്കിക്കൊള്ളുക. പിന്നെ എനിക്ക് ഡെസ്പറേനിയാണ്. നിനക്ക് മാത്രമല്ലടി, ഞങ്ങളുടെ ഗ്രൂപ്പിലെ എല്ലാ പെണ്ണുങ്ങൾക്കും ഡെസ്പറേനിയ തന്നെ. ഞങ്ങളങ്ങ് സഹിച്ച്.
അല്ല നിങ്ങളെ കൂട്ടായ്മ എന്തിനിടെ സനൂജയെ അടിച്ച് പുറത്താക്കി. എന്നിട്ട് പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഞാൻ തനൂജയെ സമ്മതിച്ചു കേട്ടാ. നീ തനിച്ച് ഇന്ന് പൊരുത്തു, നീ ജയിക്കും. അല്ല മോളെ, കൈ കാശില്ലെങ്കിൽ പിച്ച എടുത്തുന്നൊരടി കോഴിക്കോട് പോകണേ. ഈ പിച്ച എടുത്ത് കോഴിക്കോട് പോയി ഉത്സവം കണ്ടില്ലെങ്കിൽ എന്ത്, തിരുവനന്തപുരം ഉത്സവത്തിൻ്റെ നാടല്ലേ, എന്തോരം ഉത്സവം അവിടെയുണ്ട്. യാസി കോച്ചിൽ കയറി നീ അങ്ങ് പോകും. എന്നിട്ട് യാസി കോച്ചിൽ തിരിച്ചു വരാനായിട്ട് കാശ് വീണ്ടും കടം ചോദിക്കും. കടം ചോദിക്കുന്നത് കുഴപ്പമൊന്നല്ല ഞാൻ പറയുന്നത്. ആളുകൾ നിന്നെ സഹായിക്കുന്നതിലും തെറ്റില്ല, വാങ്ങിയെടുത്തു. ഞാൻ ഇപ്പോൾ വീണ്ടും ഒരെണ്ണം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനകത്തുണ്ട് ഞാൻ നിന്നോട് എന്താ പറഞ്ഞതെന്ന് കൃത്യമായിട്ടുണ്ട്. ഞാൻ നിന്നെ എന്താ പറഞ്ഞതെന്നും ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്നും കൃത്യമായി അതിനകത്ത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്ക്. അതിനകത്ത് ഞാൻ എന്താ പറഞ്ഞത്, ജോലി ചെയ്ത് ജീവിക്കുക, ആരും അവർക്ക് പൈസ അയച്ചു കൊടുത്ത് സഹായിക്കരുത്, അവരെ അപമാനിക്കരുത് എന്നാ പറഞ്ഞത്. അതിന് പകരം അതും കണ്ടുപിടിച്ചുകൊണ്ട് എസ് സി കൊച്ചി പോവാനും എസ് സി കൊച്ചി വരാനുമായിട്ട് പണം കടം വാങ്ങിച്ച് പണപ്പിരിവ് നടത്തിയത് ഡാക്ടർ റാസ് കയ്യോടെ പൊക്കി അല്ലേ? പണപ്പിരിവിനല്ല ആ ഗ്രൂപ്പ് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അവരുടേതായ ക്രിമിനൽ കുറ്റങ്ങൾ പുറത്തു പറയാതിരിക്കാൻ ഷെഫീന എന്ന യൂട്യൂബർ ഇവിടെ പ്രശ്നമാണ്. എന്നെ ഒഴിവാക്കാൻ ഇസ്ലാം മതത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന തായിത്താത്തയെ പോലെ തേർഡ് റേറ്റ് കിളവികളെയും കൂട്ടുപിടിച്ച് എന്തോ സാധിക്കാനായിട്ട് നടക്കുകയാണ്. തിന്ന് പെനത്ത് കൊഴുത്ത് കയറിയിരിക്കുന്ന അടിമ ജന്തുക്കൾക്ക് ഷെഫീന പറയണ മനസ്സിലാകത്തില്ല. അവർക്ക് വിചാരം ഷെഫീന ഇപ്പം അങ്ങ് തീർക്കാം. ഇതിനേക്കാൾ വലിയ മികച്ച രീതിയിൽ പറയുന്ന ജാമിദ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഷെഫീനയെ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന പുസ്തകം തുറന്നു വെച്ച് ജാമിദ ഘോര പ്രസംഗം നടത്തി 3 ചാനൽ 4 ചാനൽ വെച്ച് മാസം ലക്ഷക്കണക്കിന് ഉണ്ടാക്കുന്ന അവള് നിങ്ങൾ എന്തെങ്കിലും ചെയ്താ? ഒരു പെറ്റി കേസ് കൊടുക്കാൻ പറ്റിയതായിത്താത്ത ഈ പറയുന്ന ഫിജോ ആകട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇസ്ലാം മാർഗത്തിനെ മൊത്തം ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ ഇത്രയധികം അവഹേളനപരമായ രീതിയിൽ ജാമിദയെ നിങ്ങളെ എടുത്തു വെച്ച് അലക്കുന്നു, ലിയാഖത്ത് അലിയെ നിങ്ങളെ എടുത്തു വെച്ച് അലക്കുന്നു, പാട്ട് ഇവരെക്കാളും ഒക്കെ ക്വാളിറ്റിയുള്ള കൃത്യമായി കാര്യങ്ങൾ പറയുന്ന ജബ്ബാർ മാഷിനിട്ട് ഒരു കേസ് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയിട്ടുണ്ടാ? പറ്റുമോ? നിങ്ങളെ കൊണ്ട് പറ്റൂല. ഇതൊന്നും ചെയ്യാതിരിക്കുന്ന എന്നെ പറഞ്ഞാൽ, എനിക്കെതിരെ പെറ്റീഷൻ കൊടുക്കാമെന്ന് ഇവള് മന്ദബുദ്ധി പറഞ്ഞാൽ ക്യാഷ് കൊണ്ട് കൊടുക്കാന്നല്ലാതെ എന്തെങ്കിലും നടക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പ്രധാനമന്ത്രിയെ പറഞ്ഞതാ. പ്രധാനമന്ത്രി ഒരു ജനപ്രതിനിധിയാണ്, എൻ്റെ സർവൻ്റാണ്, എൻ്റെ വേലക്കാരനാണ്. ഞാൻ കൊടുക്കുന്ന ടാക്സിലാണ് അദ്ദേഹം അവിടെ ജീവിക്കുന്നത്. എൻ്റെ ടാക്സ് പേയ്മെൻ്റാണ് അദ്ദേഹത്തിൻ്റെ സാലറി. എൻ്റെ സെർവൻ്റാണ്. ഒരു പൗരനായി നിന്നാൽ മാത്രമാണ് എനിക്ക് ഒപ്പോണൻറ്റ്, അല്ലെങ്കിൽ അദ്ദേഹം എൻ്റെ സെർവൻ്റ് അല്ല, ഏറ്റവും വലിയ സെർവൻ്റാണ്. ബാക്കിയുള്ള നിയമപരിശേഷകർ അവരെ പോലെയൊന്നുമില്ല, അതിനേക്കാൾ വലിയൊരു സെർവൻ്റാണ്. ഞാൻ നിയോഗിച്ചൊരു വ്യക്തിയാണ്. എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ നിയോഗിച്ച വ്യക്തിയാണ്. പ്രധാനമന്ത്രി തൊട്ട് ഇങ്ങേയറ്റത്തുള്ള എല്ലാ മിനിസ്റ്റർ ലെവലിലുള്ള മനുഷ്യരും പൊതുബോധം വളരണം. പുസ്തകം വായിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ലാഹവല് ബലക്കൂബത്ത് വല്ലാ ബില്ല അസ്തഗ്ഫിറുല്ലാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൽബിലി കുൽബിലി എന്ന് പറഞ്ഞിട്ട് കുറേ അലവലാതി സാധനം പറഞ്ഞു കഴിച്ചിട്ടൊന്നും കാര്യമില്ല കേട്ടാ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ അർത്ഥം കൂടെ മനസ്സിലാക്കണം. അത് അർത്ഥം വെരി ഇതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതറിയാതെ, ജനാധിപത്യ രാജ്യം എന്തെന്നറിയാതെ, ഭരണഘടന എന്തെന്ന് മനസ്സിലാക്കാതെ, ഭരണഘടനയോ ഭരണത്തിൻ്റെ എന്താണെന്നാണോ ഒരു കാര്യങ്ങളും മനസ്സിലാക്കാതെ, ചരിത്രം അറിയാതെ, ഹിസ്റ്റോറി അറിയാതെ, യാതൊരു രീതിയിലുള്ള ഒരു സംഗതിയും അറിയാതെ എയറിലേക്ക് വെടിവെക്കുന്ന പൊട്ട് താത്തമാരെടുത്ത് എനിക്കൊന്നും പറയാനില്ല. അവർ വിചാരിക്കുന്നത് ഇപ്പം പിജോ വിചാരിച്ചാൽ എന്നെ കൂട്ടിപ്പിടിക്കാം. പിജോ എപ്പോൾ അറസ്റ്റ് ആവുമെന്ന് നടക്കുന്ന നാറിയാണ്. 2.5 ലക്ഷം രൂപ കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഹൗസ് ഓണർ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ജനുവരി മാസത്തിൽ നടന്ന കേസ്, ഡിസംബറിൽ ഒരു കേസ്, മാസത്തിലൊരു 5 കേസാണ് അവളുടെ ക്യാരക്ടർ. അങ്ങനെയുള്ള അവളെ വെച്ചിട്ട് ഷെഫീനയെ വീഴ്ത്താമെന്ന് ചിന്തിക്കുന്നിടത്ത് നിങ്ങൾ തീർന്നു. നിങ്ങളുടെ പണവും പോയി, സമയവും പോയി, നിങ്ങളുടെ ID വരെ റിവീലും ആയി. അതിൽ ഡാക്ടറായി ചെക്ക്. നിന്നെ ഞാൻ കണ്ടെത്തി, നീ ആരാണെന്നും എനിക്കറിയാം. വിത്ത് ഫോട്ടോ ഉൾപ്പെടെ നിന്നെ ഞാൻ കൊണ്ടുവന്ന് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കും. കാരണം നീ രാജ്യദ്രോഹപരമായ കാര്യമാണ് ചെയ്യുന്നത്. രാജ്യദ്രോഹിയാ നീ. ടാക്സ് വെട്ടിപ്പെന്ന് പറയുന്നത് രാജ്യദ്രോഹിയാ. ഞാനും ഷാരൂഖും അവിഹിത ബന്ധമാണ്. ഞാൻ ഗർഭിണിയാണ്. ശരിയാ. ചട്ടുകാലി വീഞ്ഞാമ്മ. ശരി, ആയിക്കോട്ടെ. കൊച്ചിൻ്റെ ഒന്ന് ഞാൻ ഗർഭിണിയായെങ്കിൽ സന്തോഷം, നല്ല സന്തോഷം. അതിനിപ്പോൾ എന്ത്, നിങ്ങളുടെ വീട്ടിൽ അതായിരിക്കുമല്ലേ എക്സ്പീരിയൻസ്. തായി തത്ത കോമഡി പീസ്. പാട്ടും ജബ്ബറില്ല അവൻ്റെ അപ്പനെ വേണമെങ്കിൽ ചെയ്യാൻ. പട്ടും ജബ്ബാറല്ല അവൻ്റെ അപ്പനെ വേണം എന്നാന്ന് ചെയ്യടെ. കുറേ കാലമല്ലേ നിങ്ങൾ ചെയ്തത് കാണട്ടെ.
ഉണ്ണിയേട്ടൻ താത്താനെ തെറി പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ചൂടായ. താത്ത അയ്യോ കേട്ടില്ല. തായ് താത്ത കോമഡി പീസ്. ഓക്കെ, അപ്പോൾ ശരിയുടെ വൈകുന്നേരം കാണാം കേട്ടോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അല്ല, വൈകുന്നേരം കാണാം. ബൈ. ആ DM-ന് മറുപടി കൊടുക്കൂ. വെയിലപ്പള്ളി യൂസുഫ് മേനോൻ്റെ പേരിലുള്ള പണപ്പിരിവ്. ഒരു കാലത്ത് നന്നാവാത്ത വർഗം ഹിന്ദു. ഥു. അത് വലിയ കാര്യം തന്നെ. ഏറ്റവും കൂടുതൽ നന്നായി കിടക്കുന്നത് മുസ്ലിംസ്. ഥു. 2000 മേടിച്ച വീണാമ്മ തിരിച്ചു തന്നോ മാഡം? തിരിച്ച് തന്നിട്ടില്ലടേ, അവൾ തരുന്നില്ല. അതെന്താ 2000 രൂപ അവൾ തിരിച്ചു തരാത്ത എന്താ? വീണ ഇത് കാണുന്നുണ്ടെങ്കിൽ വീണ എൻ്റെ പൈസ എനിക്ക് എത്രയും മാഡം തിരിച്ചു തരണം കേട്ടോ. 2000 രൂപ തരണേ. പിന്നെ നിനക്ക് കോഴിക്കോട്ടേക്ക് പോകാൻ AC കോച്ച് വേണോ? വേണം. ഞാനൊരു AC കോച്ച് ബുക്ക് ചെയ്ത് തരട്ടെ? അവിടെ ചെന്നൊക്കെ വായും കയറി നിന്നിട്ട് തിരിച്ചു വരാനും ഞാനൊരു AC കോച്ച് ബുക്ക് ചെയ്ത് തരട്ടെ? ഉത്സവം കാണാൻ പോകുന്നില്ലേ കോഴിക്കോട്? പോകുന്നുണ്ടോ? ഓക്കെ.